കട്ടായില്ലേ? ഇപ്പോൾ പോകുന്നുണ്ടോ? ഇല്ല, ഗോലെ നിക്കി. റെഡി ആയി തോന്നുന്നുണ്ട്. എടാ ഓക്കെ ആണോ? സ്ക്രീൻ കാണുന്നുണ്ടോ? നിങ്ങളൊന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് എനിക്ക് റിപ്ലൈ തരാമോ? അപ്പോൾ ഹായ്, നമ്മളിന്ന് മോഷൻ വൺ ഡയമെൻഷണൽ പാഠം തുടങ്ങാൻ പോകുന്നത്. നമ്മൾ 2 മിനിറ്റ് കൊണ്ട് സാധനം തുടങ്ങും. നമ്മൾ ചെറിയൊരു ഡിലേ വന്നിട്ടുണ്ട്, ഐ എം സോറി ഫോർ ദാറ്റ്. അപ്പം നമ്മൾ കുറേ പേര് പറഞ്ഞു ബേസിക് മുതൽ പറയുമ്പോൾ നമ്മൾ വളരെ ബേസിക് ക്ലാസ് മാത്രമാണ് നടക്കുന്നത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള എങ്ങനെയാണ്, എന്താണ് മോഷൻ വൺ ഡയമെൻഷൻ, ലിറ്ററലി ആ പാഠത്തിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ള അത്രയും ബേസിനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കഷൻ നടത്തുന്നുണ്ടാവുക. അപ്പം ഞാൻ വീണ്ടും പറയുന്നത്, ആകെ 45 മിനിറ്റ് നമുക്ക് ഈ ക്ലാസ് ഉള്ളൂ. അതിൽ നമുക്ക് എത്രത്തോളം ഫ്രൂട്ട്ഫുൾ ആക്കാൻ പറ്റും അത്രത്തോളം നമ്മൾ കാര്യങ്ങൾ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതിന് മുമ്പ് എൻ്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ട്, എന്തെങ്കിലും ഒന്ന് എനിക്കൊന്ന് റെസ്പോണ്ട് ചെയ്താവും. ഓക്കെ, സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് സാധനം ക്ലിയർ ആണ്. നമുക്ക് നേരെ തുടങ്ങിയാലോ? 2 മിനിറ്റ് കാത്തുക അല്ലേ? ഇപ്പോൾ 7:35 ആയി. 7:37 ആകുമ്പോൾ 2 മിനിറ്റ്സ് നമുക്ക് തുടങ്ങാം. ഓക്കെ, സൗണ്ട് ക്ലിയർ അല്ലടാ? എന്തെങ്കിലും അപ്പം തന്നെ പറയാം. അതൊരു ഇൻട്രാക്റ്റീവ് സെഷൻ ആക്കട്ടെ. ഒരു 1 മാൻ ഷോ ഉള്ള സാധനമാണെങ്കിൽ നമുക്ക് ഇപ്പോൾ നിർത്താം. ഓക്കെ, 45 മിനിറ്റ്സ് ഉള്ളൂ. ആ സമയം കൊണ്ട് മോഷൻ വൺ ഡയമെൻഷൻ, ഞാൻ ഈ പാഠം തുടങ്ങുന്നതിന് മുമ്പ് ഈ പാഠത്തിൻ്റെ റെലവൻസ് എന്താണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, നീറ്റ് എന്ന് പറയുന്ന എക്സാമിൽ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ള സബ്ജക്റ്റാണ് ഫിസിക്സ് അല്ലേ? അത് ഭയങ്കര തെറ്റിദ്ധാരണയാണ്. നമ്മളതിനെ കാണുന്ന രീതിയിലുള്ളൊരു പ്രശ്നമാണ്. ആ ഫിസിക്സ് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് മെക്കാനിക്സ്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും മെക്കാനിക്സ് എന്നാണ് ഫിസിക്സ്. മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോഷൻ 1D, മോഷൻ 2D, ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി പവർ, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് ഫൈനലി ഗ്രാവിറ്റേഷൻ. ഈ 6 പാഠങ്ങളെ ക്ലബ് ചെയ്ത് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ് മെക്കാനിക്സ്. അപ്പോൾ ഈ മെക്കാനിക്സ് എന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൻ്റെ റെലവൻസ്, ഈ പാഠത്തിൻ്റെ റെലവൻസ് എന്താണ്? നമുക്ക് 1D പഠിച്ചാൽ മാത്രമേ 2D പഠിക്കാൻ പറ്റുള്ളൂ. 2D പഠിച്ചാൽ മാത്രം രണ്ടും തറയാൻ മാത്രമേ 3D നമുക്ക് അടുത്ത വരുന്ന ലോസ് ഓഫ് മോഷൻ എന്ന് വെച്ചാൽ ലിറ്ററൽ 3D സാധനമാണ്. ലോസ് ഓഫ് മോഷൻ എന്നുള്ള സാധനം പക്കായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ക്രോണോളജിക്കൽ ഓരോ പാഠം ക്രാക്ക് ചെയ്താൽ അതിൻ്റെ മാത്ത പാഠം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവും. അപ്പം നിങ്ങൾ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഇതുവരെ ഫിസിക്സിനെ അപ്രോച്ച് ചെയ്തിട്ടില്ലെങ്കിൽ, ഇതുവരെ മെക്കാനിക്സിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്തില്ലെങ്കിൽ, നിങ്ങൾ ഇന്ന് പോയി പഠിക്കേണ്ട പാഠത്തിൻ്റെ പേരെന്താടാ? ഗ്രാവിറ്റേഷൻ അല്ലേ? അല്ല, നിങ്ങൾ എവിടുന്ന് തുടങ്ങേണ്ട? മോഷൻ വൺ ഡയമെൻഷൻ എന്നുള്ള പാഠത്തിൽ നിന്ന് തുടങ്ങണം. മനസ്സിലായോ? ഏറ്റവും ബേസിക് ആയിട്ട് ഏറ്റവും ബേസിക് ഇക്വേഷൻ v = u + at, s = ut + r² ആ ഒരു ഇക്വേഷൻ വേണം നമ്മൾ തുടങ്ങാൻ. ഓക്കെ, അപ്പം അവിടെ സൗണ്ട് കുറവാണോ? കമോൺ എടാ, അപ്പം റെസ്പോണ്ട് ചെയ്യണം. നല്ല ഇൻട്രാക്റ്റീവ് സെഷൻ ആക്കണേ. നല്ല എനിക്ക് ബോറടിക്കാണ്ട് പോയിട്ട്, എനിക്ക് ബോറടിച്ചാൽ ആ ഒരു വൈബ് നിങ്ങൾക്കും വരും. അപ്പോൾ പിന്നെ ക്ലാസ് ഭയങ്കര ഒരു മോണോട്ടോണസ് ക്ലാസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾ നേരെ ക്വസ്റ്റ്യൻസ് ചെയ്യണോ, അത് ഈ പാഠത്തിൻ്റെ ചെറിയൊരു ഓവർവ്യൂ വന്നിട്ട് കാര്യങ്ങളോട്ട് പോകണോ, എന്താ വേണ്ടതെന്ന് പറയും. എടാ, ഇതിനു മുമ്പേ എൻ്റെ ക്ലാസ്സിലിരുന്ന ആൾക്കാർ ഒന്ന് ഈ ചാറ്റ് ബോക്സിൽ ഒന്ന് എനിക്ക് വേഗം ടപ്പേ എന്നൊരു മെസ്സേജ് അയക്കാമോ? കാരണം പറഞ്ഞത് തന്നെ എനിക്ക് കിട്ടുന്ന ഏറ്റവും കൂടുതലുള്ള ഫീഡ്ബാക്കാണ്. ഞാൻ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറയുന്നുണ്ടെന്ന്. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ മോഷൻ വൺ ഡയമെൻഷൻ എന്ന പാഠം ഞാൻ ചിലപ്പം ഒരു 50ാമത്തെ വട്ടമോ അല്ലെങ്കിൽ ഒരു വേണ്ട തള്ളുന്നില്ല, ഒരു 20ാമത്തെ വട്ടം 30ാമത്തെ വട്ടമൊക്കെ എടുക്കുന്ന പാഠമായിരിക്കും. മനസ്സിലായോ? അപ്പോൾ നമ്മളൊരു പാഠം എടുക്കുമ്പം എത്രക്കാലം മനുഷ്യൻ്റെടാ, നമ്മളൊരു അറിയാണ്ട് നമ്മൾ പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞു. അപ്പം അത് വരാണ്ടിരിക്കാൻ ഞാൻ കുറച്ചുകൂടി കോൺഷ്യസ് ആവാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. എൻ്റെ ക്ലാസ്സിന് മുമ്പ് ഇരുന്ന ആൾക്കാർ ഒന്ന് വേഗം, ഞാൻ ഇരുന്നിട്ടുണ്ട്, ഒന്ന് എനിക്ക് ചാറ്റ് റിപ്ലൈ ഒന്ന് തരാമോ? ഓക്കെ, അപ്പോൾ ക്ലാസ്സിൽ ഇരുന്ന ആൾക്കാർ പിന്നെയും ക്ലാസ്സിൽ വരുന്നുണ്ടെങ്കിൽ ക്ലാസ് കുഴപ്പമില്ല അല്ലേ? ഓക്കെ, താങ്ക് യു. ഓക്കേടാ, ഓക്കെ. അപ്പം ഞാൻ എൻ്റെ ഒരു ക്ലാസ് രീതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പലവർക്കും ഇപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ആദ്യമായിട്ട് ഇരിക്കുന്ന പലവർക്കും ഒരു സംശയം ഉണ്ടാവും, ഇയാളിപ്പോൾ എന്തിനാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്? ഇപ്പം IITന്ന് ഫിസിക്സ് എടുത്ത ആൾക്കാർ അല്ലെങ്കിൽ ഫിസിക്സിൽ BEd ബിരുദമുള്ള ആൾക്കാരൊക്കെ അല്ലേ ക്ലാസ് എടുക്കേണ്ടത്? എന്തിനാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് എന്ന് സ്വാഭാവികമായിട്ടും ഒരു കുട്ടീൻ്റെ മനസ്സിൽ ഇത് ചോദ്യം ഉണ്ടാവും. അപ്പം എൻ്റെ ചെറിയൊരു എന്തുകൊണ്ടാണ് ഞാൻ ഫിസിക്സ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ നീറ്റിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റാങ്കിൽ പാസ്സായി. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഫൈനൽ ഇയർ MBBS വിദ്യാർത്ഥിയാണ്.
ഫിസിക്സ് എന്നുള്ള ഈ ഒരു സബ്ജക്റ്റ് ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ട് ഞാൻ എന്നാണ് നീറ്റ് എക്സാം പാസ്സായത് അതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു നീറ്റ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ എൻ്റെ ഈ ടേബിളിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന എൻ്റെ സ്ക്രീനിൻ്റെ അപ്പുറത്ത് നിന്ന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫിസിക്സ് എന്ന സാധനം വളരെ കുറച്ച് ബേസിക് കാര്യങ്ങൾ മാത്രമേ അറിയേണ്ടതായിട്ടുള്ളൂ. മനസ്സിലായോ? വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അറിയേണ്ടതായിട്ടുള്ളൂ. ആ ബേസിക് സാധനങ്ങൾ പറഞ്ഞു തരാൻ എനിക്ക് കഴിവുണ്ട് അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കേണ്ട. എനിക്ക് ഈ പറയുന്ന ഫിസിക്സിൽ BEd ബിരുദങ്ങൾ കാര്യങ്ങളൊന്നും കൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾക്ക് പറഞ്ഞു തരാൻ, നിങ്ങൾക്ക് ഫിസിക്സിലെ 45 ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ എനിക്ക് കഴിയും എന്നുള്ള കോൺഫിഡൻസാണ് ഞാൻ ഇരിക്കുന്നത്. ഓക്കെ, സോ ട്രസ്റ്റ് മീ ഓൺ ദാറ്റ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പാഠം തുടങ്ങാൻ മനസ്സിലാക്കേണ്ടത് ഫിസിക്സ് എന്നുള്ള ഈ സബ്ജക്റ്റ് എല്ലാവർക്കും ഭയങ്കര, എപ്പോഴും പാഠം തുടങ്ങിയിട്ടില്ല. ഒരു പാഠം നമുക്ക് 45 മിനിറ്റ് തുടങ്ങിയിട്ടില്ല. അതൊക്കെ ജസ്റ്റ് ഞാൻ വെറുതെ ഫിലോസഫി അടിക്കുന്നതാണ്, അതൊന്നും സമയത്ത് കൂട്ടരുത്. ഓക്കെ, അപ്പം നമ്മളോട് പറഞ്ഞത് ഫിസിക്സ്. ഓക്കെ, ഫിസിക്സ് എന്നുള്ള പാഠം പലവർക്കും ഒരു മിസ്കൺസെപ്റ്റാണ്. ഫിസിക്സ് ഭയങ്കര എന്താ കയറാൻ പറ്റാത്തൊരു മലയാണ്, ഭയങ്കര ബോറിങ് സബ്ജക്റ്റാണ്, അല്ലെങ്കിൽ എന്ത് സീൻ എന്ത് ടാസ്ക്കാണ്, എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള നിങ്ങൾക്ക് ഒരുപാട് മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. ഇത് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു, ഫിസിക്സ് എങ്ങനെ പഠിക്കുന്നു എന്നതിലാണ് തുടങ്ങുന്നത്. മനസ്സിലായി? അപ്പം സാധാരണ ഇപ്പം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഇപ്പോൾ ബയോളജിയിൽ വാട്ട് ഈസ് ലൈഫ് അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് സോ ആൻഡ് സോ വാട്ട് ഈസ് അങ്ങനത്തെ ഒരു കുറച്ച് സാധനം പഠിച്ചാൽ ഒരു 1-2 സ്റ്റേറ്റ്മെൻറ്റ്സ് 1, 2, 3 എന്നുള്ള 1-2 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവും. അത് നിങ്ങൾ ബൈ ഹാർട്ടാക്കി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തില്ലടാ, പിന്നെ അതിൻ്റെ അപ്പുറത്തൊന്നും മാറി ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ പുറത്ത് പിന്നെ ലോജിക് കൊണ്ട് നിങ്ങളൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതേപോലെ പഠിക്കുക. അത് തിരിച്ചും മറിച്ചും തിരിച്ചു പഠിച്ചാൽ ബയോളജി ഇസ് ഡൺ. കെമിസ്ട്രിയും ഏറെക്കുറെയൊക്കെ തന്നെ ബൈ ഹാർട്ടിങ് സാധനമാണ്. മറിച്ച് ഫിസിക്സ് അങ്ങനെയല്ല. ഫിസിക്സ് നിങ്ങൾക്ക് V = U + AT എന്നുള്ള ഇക്വേഷൻ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നാൽ അതിൽ V എന്ത്, U എന്ത്, A എന്ത്, T എന്ത് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഇത് എവിടെ കൊണ്ട് ഇടണം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ എന്ത് ഉപയോഗിക്കണം? ലോജിക് എന്നുള്ള സാധനം ഉപയോഗിക്കണം. അതാണ് ഏറ്റവും ഫിസിക്സിൻ്റെ അട്രാക്റ്റീവ് ഫീച്ചർ എന്ന് പറഞ്ഞ സാധനം. എന്താണ്? ലോജിക് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകും, എങ്ങനെയാണ് ഈ ലോജിക് ഡെവലപ്പ് ആവുക? അപ്പോൾ നിങ്ങൾ നോക്കണം, ഈ ലോജിക് എന്നുള്ള സാധനം എന്തല്ലടാ, ലോജിക് ഈസ് നോട്ട് ഈക്വൽ ടു യുവർ ബേസിക് IQ. നമ്മൾ പലപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് അല്ലേ, എനിക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല, അല്ലെ എനിക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നീറ്റ് കിട്ടില്ല, എൻ്റെ ക്ലാസ്സിൽ അവൻ ഭയങ്കര പഠിക്കും, അവർക്ക് 99% അവനക്കേ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു തോട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ നീറ്റ് നിർത്തിക്കോളാം, പഠിക്കാൻ നിൽക്കണ്ട. മനസ്സിലായോ? അങ്ങനത്തെ ഒന്നിൻ്റെ ആവശ്യമില്ല. മറിച്ച് എന്താണ്, ഏതൊരു പൊട്ടനെ ആരും താത്തി പറഞ്ഞ ഏതൊരു പൊട്ടനും എന്ന് വെച്ചാൽ ഏതൊരു ബേസിക് IQ ഉള്ള, നിങ്ങളൊക്കെ +2 പാസ്സാണ് അല്ലേ, എൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന നിങ്ങളെല്ലാവരും +1 +2 ഒക്കെ പാസ്സായ ഒരു വിദ്യാർത്ഥി. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്തുണ്ടാ, ഒരു ബേസിക് IQ ഉണ്ടല്ലേ, ആ ബേസിക് IQ മാത്രം മതി നീറ്റ് ക്രാക്ക് ചെയ്യാൻ. ഓക്കെ, വെറുതെ തള്ളുന്നല്ല. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഫൈനൽ MBBS വിദ്യാർത്ഥിയാണ്. എൻ്റെ ഇടയിൽ 4-5 ബാച്ച് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം നമുക്കറിയാം എങ്ങനെയുള്ള, അല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിച്ച് പാസ്സായവർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊന്നും എന്ത് വേണ്ട, വലിയ ബുദ്ധി കാര്യമൊന്നും വേണ്ട. ഇപ്പോൾ ഇപ്പുറത്തിരിക്കുന്ന എനിക്കും വലിയ ബുദ്ധി കാര്യങ്ങളോ വലിയ IQ കാര്യങ്ങളോ ഒന്നുമില്ല. മറിച്ച് എന്താണ്, നമ്മൾ അതിനുവേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കോൺഫിഡൻസ് ഉണ്ട്, എന്നെക്കൊണ്ട് പറ്റും എന്നുള്ള കോൺഫിഡൻസോടെ ഇത് ഇരുന്നാൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം മാത്രമേ ഫിസിക്സ് ഉള്ളൂ. അപ്പോൾ എങ്ങനെ ഈ ലോജിക് ഉണ്ടാക്കും എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. ഞാൻ 2 മിനിറ്റ് കൊണ്ട് സാധനം നിർത്താം. ഓക്കെ, 2 മിനിറ്റ് കൊണ്ട് സാധനം നിർത്താം. ഓക്കെ, ലോജിക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, പണ്ട് നമ്മൾ ഒരു 1-ാം വയസ്സിൽ അല്ലെങ്കിൽ ഒരു 1.5 വയസ്സൊക്കെ നമ്മൾ നടന്നു തുടങ്ങുന്നു അല്ലേ. അപ്പോൾ നമ്മൾ നടന്നു തുടങ്ങുമ്പോൾ നമുക്കറിയില്ല, ഒരു കല്ല് തട്ടിയാൽ ഞാൻ വികും എന്നുള്ള എനിക്കറിയില്ല. അല്ല, നടന്നു തുടങ്ങുന്ന 1 വയസ്സായി എനിക്കത് അറിയില്ല. ഞാൻ ആ കല്ലുമ്മ തട്ടി വിൽക്കുമ്പോൾ മാത്രമേ എനിക്ക് എന്ത് മനസ്സിലാവുന്നുള്ളൂ, ഞാൻ നടക്കുമ്പോൾ അങ്ങനെ കല്ലുമ്മ തട്ടുകയാണെങ്കിൽ ഞാൻ വികും എന്ന് എനിക്ക് എപ്പോൾ മനസ്സിലാവുന്നുള്ളൂ. ആ തട്ടി കഴിഞ്ഞാൽ വീണതിന് ശേഷം മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ എന്തുണ്ടാവുന്നതാ, ലോജിക് എന്നുള്ള സാധനം ഉണ്ടാകുന്നത്. അപ്പോൾ ലോജിക് എങ്ങനെ ഉണ്ടാകുന്നത്, എൻ്റെ ബുദ്ധി കൊണ്ട് ഉണ്ടാകുന്നതാണോ? അല്ല, മറിച്ച് എങ്ങനെ ഉണ്ടാകുന്നതാണ്, എക്സ്പീരിയൻസിൽ നിന്നുണ്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫിസിക്സിൽ നിങ്ങൾ ലോജിക് എങ്ങനെ ഡെവലപ്പ് ചെയ്യുക, എക്സ്പീരിയൻസ്. എങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാക്കുക, പ്രാക്ടീസ്. എങ്ങനെ പ്രാക്ടീസ് ഉണ്ടാക്കുക, കുറേ ക്വസ്റ്റ്യൻ ചെയ്യുക. എത്രത്തോളം ക്വസ്റ്റ്യൻ കിട്ടുമോ അത്രത്തോളം ക്വസ്റ്റ്യൻ ചെയ്യും. നമ്മൾ പിള്ളേരെ എപ്പോഴും ചോദിക്കുന്നതാണ്, സാറേ ഇന്ന പാടുന്ന എത്ര ക്വസ്റ്റ്യൻ ചെയ്യണം, സാറേ ഈ രീതിയിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ ചോദിക്കണം എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ, എൻ്റെ ഉത്തരം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എപ്പോഴാ ഞാൻ ഈ ബോർഡുമേ ഇതേ സാധനം, കോൺഫിഡൻസ് എന്നുള്ള സാധനം ഒരു പാഠത്തിൽ നിന്ന് എപ്പോൾ വരുന്നോ അപ്പോൾ നിർത്താൻ പാടുള്ളൂ. അത് വേറെ ക്വസ്റ്റ്യൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു പാഠത്തിൽ നിന്ന് ഒരു 50 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഈ പാഠത്തിൽ നിന്ന് എനിക്ക് എങ്ങനെ ചോദിക്കാനും ചെയ്യാൻ പറ്റും, ഇതിൻ്റെ കൺസെപ്റ്റൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കോൺഫിഡൻസ് വന്നാൽ നിങ്ങൾ അപ്പം നിർത്തിക്കും. ഓക്കെ, ചിലപ്പം ആറ്റംസ്, മോളിക്യൂൾസ് പോലത്തെ പാഠങ്ങൾ, കെമിസ്ട്രി റിപ്പിറ്റേഷനാണ്. ആ പാഠത്തിലൊന്നും വേണ്ട, നമുക്ക് എത്ര 500 അല്ലെങ്കിൽ 200 100 ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ഒരു 20 അല്ലെങ്കിൽ 30 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, ഈ നേരത്തെ പറഞ്ഞ കോൺഫിഡൻസ് വരും.
പക്ഷേ മറിച്ച് ചില പാഠം ലോസ് ഓഫ് മോഷനുള്ള പാഠം ചിലപ്പോൾ നിങ്ങൾ 200-300 ക്വസ്റ്റ്യനൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ കോൺഫിഡൻസ് വരുമായിരിക്കുള്ളൂ. അപ്പം ഇറ്റ് ടോട്ടലി ഡിപ്പെൻസ് ഓൺ യു. മനസ്സിലായോ? അപ്പം അത്രേ ഉള്ളൂ. നിങ്ങൾ കോൺഫിഡൻസ് ഉണ്ടാകുക, കോൺഫിഡൻ്റ് ആവുക, എന്നെ കൊണ്ട് പറ്റുമെന്ന് വിചാരിച്ച് മാത്രമേ. വീണ്ടും വീണ്ടും പറയുന്നു, ഒരു ബേസിക് ആയിട്ടുള്ള ഏതൊരു പൊട്ടനും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ലെവൽ ഓഫ് ഫിസിക്സ് മാത്രമേ എന്തിനു ചോദിക്കുള്ളൂ, നീറ്റിൽ ചോദിക്കുള്ളൂ. പിന്നെ ഞാൻ സ്ഥിരം പറയുന്ന കാര്യമാണ്. ഇതൊക്കെ എൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ സ്ഥിരം നിങ്ങളോട് പറയുന്ന കാര്യമാണ്. ഫിസിക്സിൽ ഒരു പാഠത്തിൽ ഏറ്റവും മിനിമം നിങ്ങളൊന്ന് ചകഞ്ഞെടുക്കുകയാണെങ്കിൽ, ഒന്ന് തപ്പിയെടുക്കുക, ഏറ്റവും മിനിമം 20 ഇക്വേഷൻസ് ഉണ്ടാവും. പക്ഷേ അപ്പോൾ ഫ്ലൂയിഡ്സ് പോലെ കൊടുത്ത പാഠങ്ങൾ 30-40 ഇക്വേഷൻ. അപ്പോൾ ലെറ്റ്സ് ആവറേജ് 20 ഇക്വേഷൻ ഉണ്ട്. നമുക്ക് മൊത്തം 30 പാഠമുള്ളത്. മൊത്തം എത്ര ഇക്വേഷൻ ഇടാം? 600 ഇക്വേഷൻ. ഈ 600 ഇക്വേഷൻ നിങ്ങൾക്ക് ആ ഒരു എക്സാം ടൈം നിങ്ങൾക്ക് ടപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിൽ ഓടിയെത്തണം. അതെങ്ങനെ ഓടിയെത്തുക? അതൊക്കെ നമുക്കൊന്നും സാധാരണ സാധാ ഐക്യമുള്ള ബേസിക് ഐക്യമുള്ള ആൾക്കാർക്ക് ടപ്പ് എന്ന് പറഞ്ഞ സാധനം വരില്ല. എങ്ങനെ ഇത് വരുള്ളൂ? നിങ്ങൾ കുറേ എന്ത് ചെയ്യണം? ഹാർഡ് വർക്കല്ല, മറിച്ച് എന്താണ് ചെയ്യേണ്ടത്? സ്മാർട്ട് വർക്കാണ് ചെയ്യേണ്ടത്. ഓക്കെ, സ്മാർട്ട് വർക്കാണ് ചെയ്യണം. അപ്പോൾ എങ്ങനെ നമ്മൾ ആ സ്മാർട്ട് വർക്ക് ചെയ്യുക? അപ്പോൾ ഞാനൊക്കെ ചെയ്ത ഒരു ചെറിയൊരു ട്രിക്കാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ഫോർമുല ബുക്ക് ഉണ്ടാക്കുക. ഇപ്പോൾ സൗണ്ട് ഓക്കെ ആണോ? ഓക്കെ, ഫൈൻ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഫോർമുല ബുക്ക് ഉണ്ടാക്കുക. ഈ ഫോർമുല ബുക്കിൽ നിങ്ങൾ എന്ത് മാത്രം എഴുതാൻ പറ്റുള്ളൂ? ആ ഫോർമുലാസ് മാത്രം, ഏറ്റവും ബേസിക് ആയിട്ട്. ഇപ്പോൾ ഫസ്റ്റ് വൺ മോഷൻ 1 ഡയമെൻഷൻ ഹെഡിങ് ചെയ്താൽ V = U + AT, S = UT + ½ AT², V² = U² + 2AS. അങ്ങനത്തെ ബേസിക് ഇക്വേഷൻ മാത്രം വരിക്ക് എഴുതി വെക്കുക. എന്താ ഇതിൻ്റെ ബെനിഫിറ്റ്? എന്താ? നിങ്ങളിപ്പം ഫിസിക്സ് എക്സാം എഴുതാൻ നിൽക്കുകയാണ്. ഓക്കെ, നിങ്ങൾ നീറ്റ് എക്സാമിനേഷൻ ഹാളിലാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ നിങ്ങളെ ക്വസ്റ്റ്യൻ എന്ത്? V തന്നിട്ടുണ്ട്, U തന്നിട്ടുണ്ട്, A തന്നിട്ടുണ്ട്, T കണ്ടുപിടിക്കണം. പെട്ടെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ആ സ്ട്രെസ്സിൽ നിങ്ങൾ മനസ്സിൽ എന്ത് വരില്ല? V = U + AT എന്നുള്ള സാധനം പെട്ടെന്ന് വന്നുകൊള്ളണം എന്നില്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ഇക്വേഷൻ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ അപ്പോൾ ഈ ഇക്വേഷൻ ആയിരിക്കില്ല. ഓക്കെ, സപ്പോസ് ഈ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത് നിങ്ങൾ വിചാരിക്കുക. ആ പെട്ടെന്ന് നിങ്ങളെ ബ്രെയിൻ എങ്ങനെ കണക്ട് ചെയ്യുക? എൻ്റെ ഫോർമുല ബുക്കിൽ ഇന്ന പേജിൽ ഇന്ന സൈഡിലായിട്ട് ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഇക്വേഷൻ എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിൽ ഇക്വേഷൻസ് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ബുദ്ധിയിൽ ഒരുപാട് ന്യൂറോണൽ ലിങ്കേജസ് ഉണ്ടാക്കും, പുതിയ ന്യൂറോൺസ് ലിങ്കേജുകൾ ഉണ്ടാക്കണം. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് സഹായിക്കും? പെട്ടെന്ന് അങ്ങനത്തെ ഒരു സ്ട്രെസ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ എത്തിച്ചാൽ നിങ്ങളെ സഹായിക്കും. അപ്പം നിങ്ങൾ ദയവ് ചെയ്ത് ഇന്ന് പഠിക്കാതിരിക്കാൻ ഒരു ഫോർമുല ബുക്ക് ഉണ്ടാക്കുക. ദയവ് ചെയ്ത് നിങ്ങൾ ഇന്നാണ് ഫിസിക്സ് പഠിച്ചു തുടങ്ങുന്നത്, വണ്ടി എന്നുള്ള പാഠത്തിൽ നിന്ന് പഠിച്ചു തുടങ്ങാം. ഓക്കെ, വണ്ടി എന്നുള്ള പാഠത്തിൽ പഠിച്ചു തുടങ്ങാം, മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ കുറേ അധികം സംസാരിച്ചു. ബോറടിച്ചു അല്ലേ? സോറി ഫോർ ദാറ്റ്. നമുക്ക് തുടങ്ങാം. 2 മിനിറ്റ് തുടങ്ങാം, 1 മിനിറ്റ്. ഇപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് എഴുതാൻ പോകണേ? നീറ്റ് എക്സാമിനേഷൻ എഴുതാൻ പോകണം. ഓക്കെ, എൻ്റെ എല്ലാ ക്ലാസ്സിലും പറയുന്ന കാര്യമാണ്, ഞാൻ വീണ്ടും പറയും. ഓക്കെ, ഞാൻ എത്രത്തോളം കാലം ക്ലാസ് എടുക്കുന്നു അത്രത്തോളം കാലം ഞാനിത് പറയും. അപ്പം ഈ സ്ക്രീനിൻ്റെ അപ്പുറത്ത് നിങ്ങളിരിക്കാനും ഇപ്പുറത്ത് ഞാനിരിക്കാനും ഉള്ള കാരണം, അല്ലെങ്കിൽ ഞാനും നിങ്ങൾ തമ്മിൽ ഏറ്റവും ബേസിക് ഡിഫറൻസ് എന്താണ്? 3 hour എക്സാമിനേഷൻ, ഒരു 180 ക്വസ്റ്റ്യൻസ് അല്ലേ? ഒരു MBBS ഫൈനൽ വിദ്യാർത്ഥിയായ ഞാനും സാധാ +2 ഗ്രാജുവേറ്റ് ആയ നിങ്ങളും ആകെ വ്യത്യാസം എന്താ? വെറും 180 ക്വസ്റ്റ്യൻസാണ്. മനസ്സിലായോ? ഓക്കെ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ 180 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനുള്ള ബുദ്ധിയൊക്കെ നിങ്ങൾക്കുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ +1 +2 ജസ്റ്റ് പാസ്സാവാനുള്ള ബുദ്ധി മാത്രം മതി നിങ്ങൾക്ക് നീറ്റ് എക്സാമിനേഷൻ പാസ്സാൻ. അത് വെറുതെ നിങ്ങൾ എന്ത് പറയുക? ഞങ്ങളുടെ നാട്ടിൽ പറയും മോട്ടറാക്കാന്ന് പറയും, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കയറ്റി വിടാന്ന് പറയും. അങ്ങനെ ഒന്നും പറയുന്നില്ല, മറിച്ച് കാര്യമായിട്ട് പറയുകയാണ്, +1 +2 നിങ്ങൾക്ക് പാസ്സാകാനുള്ള ബേസിക് ഐക്യു ഉണ്ടോ? നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ് നിങ്ങൾക്ക് തടസ്സമാകുന്നത്? നിങ്ങളെ മനസ്സിൽ തോന്നലുകളാണ്. എന്നെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ അവനെ കൊണ്ടേ പറ്റുള്ളൂ. ആ സാധനമൊക്കെ എടുത്താണ്ട് എറിയാം. ഓക്കെ, ഈ നീറ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് ലക്ഷറീസ് കുറയ്ക്കുക, കുറച്ചൊക്കെ ഒന്ന് സാക്രിഫൈസ് ചെയ്യുക. ഫോണൊക്കെ ഒന്ന് എടുത്ത് മാറ്റി നിങ്ങൾ കാണുന്ന സീരീസും കൊറിയൻ ഡ്രാമാസും അല്ലെങ്കിൽ BTSും അല്ലെങ്കിൽ പല സീരീസുകളും ഒക്കെ നിങ്ങളൊന്ന് എന്ത് ചെയ്യുക? പെണ്ണും പെടക്കൊക്കെ ഒന്ന് കുറച്ചൊന്ന് സൈഡാക്കിയിട്ട് നിങ്ങൾ പഠിത്തത്തിലോട്ട് വരിക. കുറച്ചൊന്ന് സൈഡാക്കിയാൽ മതി, ഫുള്ള് ഷട്ട് ഓഫ് ആണെന്നില്ല. ഓക്കെ, കുറച്ചൊന്ന് സൈഡ് നിങ്ങൾ പഠിത്തത്തോട്ട് വന്നാൽ സിമ്പിളായിട്ട് കളയാക്കാൻ പറ്റുന്ന സാധനമേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എത്രത്തോളം നമ്മുടെ നാട്ടിൽ ഡോക്ടേഴ്സ് ഉണ്ടെങ്കിലും, എത്രത്തോളം നമ്മുടെ നാട്ടിൽ അവിടുന്ന് ഇവിടുന്ന് പുറത്തുനിന്നും റഷ്യയിൽ നിന്നും യുക്രൈനിൽ നിന്നൊക്കെ ഡോക്ടേഴ്സ് വരുന്നുണ്ടെങ്കിലും MBBS എന്ന സാധനത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രിവിലേജും ഒരു നോബിൾ സാധനമൊക്കെ തന്നെയാണത്. ഓക്കെ, നിങ്ങൾ ലൈഫേ മാറുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കുക, 10ാം ക്ലാസ് അല്ല നിങ്ങളുടെ ലൈഫിലെ ടേണിംഗ് പോയിൻറ്റ്, +2 അല്ല നിങ്ങളുടെ ലൈഫിലെ ടേണിംഗ് പോയിൻറ്റ്, മറിച്ച് ഈ 3 hour
ഈ 180 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ ലൈഫിലെ ഫസ്റ്റ് ടേണിംഗ് പോയിന്റ്. ഓക്കെ, കുറേ ടേണിംഗ് പോയിന്റ് ഇനി വരാനുണ്ട്, അതിലെ ഫസ്റ്റ് ടേണിംഗ് പോയിന്റ് ഇത് നിങ്ങൾ എടുത്താൽ ഇറ്റ്സ് ബെറ്റർ. അല്ല ഇത് നിങ്ങളെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സാധനം അങ്ങനെയൊന്നുമല്ല. ഓക്കെ, ഇത് നിങ്ങളുടെ ലൈഫിലെ ഫസ്റ്റ് ടേണിംഗ് പോയിന്റ് ആണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഉപ്പമാരും ഉമ്മമാരും ഒക്കെ പ്രൗഡാക്കാൻ പറ്റുന്ന ഫസ്റ്റ് ടേണിംഗ് പോയിന്റ് ആണ്. നിങ്ങൾ അസൂയോടെ കാണുന്ന, നിങ്ങൾ ദേഷ്യത്തോടെ കാണുന്ന, നിങ്ങൾക്ക് 10ാം ക്ലാസ് റിസൾട്ട് മോനെ എത്ര A+ ഉണ്ട് എന്ന് ചോദിക്കുന്ന കുറേ കുശുമ്പ് എന്താ പറയുക കുടുംബക്കാരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ മുഖത്തടിക്കാൻ പറ്റുന്ന ഒരു ഉത്തരം കൊടുക്കാൻ പറ്റുന്ന ഒരു 180 ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റേതായിട്ട് സീരിയസ്നെസ്സിന് കാണാം. നിങ്ങൾ കുറച്ച് കളിയൊക്കെ ഒന്ന് ഷട്ട് ഡൗൺ ചെയ്ത് എന്ത് ചെയ്യാം, പഠിക്കാതിരിക്കാം. ഓക്കെ, അപ്പോൾ ഫിലോസഫീസ് അപ്പാർട്ട് നമുക്ക് പാഠത്തിലോട്ട് പോകാം. ഓക്കെ, ബോറടിച്ചാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോകുന്ന പാഠത്താണ് മോഷൻ 1 ഡയമെൻഷൻ. സോ ഇപ്പം മുതൽ നമ്മുടെ 45 മിനിറ്റ്സ് തുടങ്ങുകയാണ്. ഓക്കെ, 45 മിനിറ്റ്സ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. കാരണം എന്താണ് ഇത്, എന്താ മാത്രമാടാ, ഞാൻ വീണ്ടും പറയുന്നു, മോഷൻ 1 ഡയമെൻഷൻ എന്നൊക്കെ പാഠം കുറച്ച് നമുക്ക് അധികം പറയേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫുൾ സാധനം വേണമെങ്കിൽ നിങ്ങൾ എങ്ങോട്ട് വരണം, ക്യാപ്സ്യൂലോട്ട് വരണം. പക്ഷേ എന്നെക്കൊണ്ട് ഈ 45 മിനിറ്റ്സിന് പറയാൻ പറ്റുന്ന മാക്സിമം സാധനം നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇവിടെ യാതൊരു വേർതിരിവും ഉണ്ടാവില്ല. നിങ്ങൾ അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ട റെസ്പോൺസ് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മോഷൻ 1 ഡയമെൻഷൻ എന്നുള്ള പാഠം എന്ത്, മോഷൻ ഇൻ 1D എന്നുള്ള പാഠം എന്ത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പാഠത്തിന് വേർതിരിക്കുന്നത് 4 ഘടകങ്ങളായിട്ടാണ്. ഫസ്റ്റ്, ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻസ്. നിങ്ങൾ ഈ ബേസിക് ഡെഫിനിഷൻ ഒന്നും പുച്ഛിക്കരുത് കേട്ടോ. നമ്മൾ +1 കേട്ട കാര്യം, പക്ഷേ ബേസിക് ഡെഫിനിഷൻ ഒന്നും പുച്ഛിക്കരുത്. ഇത് ബേസിക് ഡെഫിനിഷൻ എന്തൊക്കെയാണ്? ഡിസ്റ്റൻസ് എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, സ്പീഡ് എന്താണ്, വെലോസിറ്റി എന്താണ്, ഇവർ തമ്മിലുള്ള ബന്ധങ്ങൾ എന്താണ്, അതൊക്കെ നല്ലോണം മനസ്സിലാക്കണം. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ എനിക്കത് അറിയാം എന്നൊരു അഹങ്കാരത്തോടെ നിങ്ങൾ വിട്ടും വായിക്കരുത്. മനസ്സിലായോ? നിങ്ങൾ 0 തുടങ്ങാം. ഓക്കെ, ബേസിക് ആയിട്ട് ഇത് എന്താണെന്നൊക്കെ മനസ്സിലാക്കുക. രണ്ടാമത്തെ ഘടകമാണ് ഇന്നത്തെ ആവറേജ് വെലോസിറ്റി. അല്ലേ, ആവറേജ് വെലോസിറ്റി 2 ക്രൈറ്റീരിയ ഉണ്ട്. ക്രൈറ്റീരിയ ഫോർ ടൈം ഉണ്ട്, ക്രൈറ്റീരിയ ഫോർ ഡിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ തിയറിയൊക്കെ ഫുള്ള് പറയാൻ നിന്നാൽ നമ്മൾ 45 മിനിറ്റ് പോലും ഒന്നും ആവില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എല്ലായിടത്തും ഒരു ഓവറി പോയിട്ട് നമുക്ക് വേഗം ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. മൂന്നാമത്തതാണ് ഗ്രാഫുകൾ. ഓക്കെ, ഒരുപാട് ഗ്രാഫുണ്ട്. ST ഗ്രാഫ് ഉണ്ട്, VT ഗ്രാഫ് ഉണ്ട്, AT ഗ്രാഫ് ഉണ്ട്. ഈ ഗ്രാഫുകളിൽ ഏരിയ എന്ത്, സ്ലോപ്പ് എന്ത് എന്നൊക്കെയുള്ള ബേസിക് സാധനങ്ങൾ. അതൊക്കെ നിങ്ങൾ ഏതെങ്കിലും ഗൈഡ് ബുക്കിൽ നിന്ന് വായിക്കുക. കാരണം ഞാൻ വീണ്ടും പറയുന്നത്, തിയറി പറഞ്ഞാൽ നമുക്ക് ഒന്നും ആവില്ല. അതുകൊണ്ടാണ് ഫസ്റ്റ് പിന്നെ ലാസ്റ്റായിട്ട് സോൾ ഓഫ് ദിസ് ചാപ്റ്റർ ഇക്വേഷൻ ഓഫ് മോഷൻ. അല്ലേ, ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്ക് 3 ഇക്വേഷൻ ഓഫ് മോഷൻ ഉണ്ട്. V = U + AT, S = UT + ½ AT², V² = U² + 2as. ഈ 3 സാധനങ്ങൾ. അപ്പോൾ ബേസിക്കായിട്ടും എല്ലാവരും ചോദിക്കും, സാറേ എനിക്ക് ഇതൊക്കെ അറിയാം, ഇക്വേഷനും കാര്യമൊക്കെ അറിയാം, പക്ഷേ ഇത് എവിടെയാണ് ഇട്ട് കൊടുക്കേണ്ടത് എന്നറിയില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, ലോജിക് എന്നുള്ള സാധനം വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എങ്ങനെ ലോജിക്ക് വരിക, കുറേ ക്വസ്റ്റ്യൻ ചെയ്താൽ. അല്ലെങ്കിൽ ചെറിയൊരു നുറുക്ക് വിദ്യ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് അറിയില്ല. ഓക്കെ, നിങ്ങൾക്ക് ഈ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ലോജിക് എന്നുള്ള സാധനം വരുന്നില്ല, മറിച്ച് നിങ്ങൾ പഠിക്കുന്ന ഘട്ടത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു നുറുക്ക് വിദ്യ ഞാൻ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ എന്ത് തന്നിട്ടുണ്ടാവും, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചിലപ്പോൾ വലിയ എന്തൊക്കെയോ പാരഗ്രാഫ് ആയിരിക്കും, ഒരു 4-5 സ്റ്റേറ്റ്മെൻറ്റുള്ള പാരഗ്രാഫ് ആയിരിക്കും. ഓക്കെ, അതിലെന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുക, ക്വസ്റ്റ്യൻ ശരിക്കും അവർ എന്താണ് തന്നത്, കുറേ ഈസ് വാസ് അതൊന്നും നിങ്ങളൊക്കെ കട്ട് ഓഫ് ചെയ്യുക. ജസ്റ്റ് അതിൽ V എന്നുള്ള സാധനം എവിടെയും ഒളിച്ചു കൊടുക്കുന്നുണ്ടാവും. വെറുതെ നോക്കുകയാണെങ്കിൽ വെറുതെ ഒരു സിനാരിയോ പറയാം, S എന്നുള്ള സാധനം ഇവിടെ ഒളിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു A എന്നുള്ള സാധനം ഇവിടെ ഒളിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, VSA ഇതൊക്കെ എന്ത് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അല്ലേ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സ്വാഭാവികം മനസ്സിലാക്കേണ്ടത് ഇവർ 3 ആളും ബന്ധിപ്പിക്കുന്ന ഒരു ഇക്വേഷൻ അതിന് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ Vയും Sഉം Aയും ഒക്കെ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നോക്കും, ഇതാണോ ഇതല്ല, ഇതിൽ T എന്നുള്ള ഫാക്ടർ ഇതല്ല, ഇതാണോ അല്ല, മറിച്ച് ഇതാണ്. അപ്പോൾ ഈ ഇക്വേഷൻ ഒട്ടുമിക്കപ്പോഴും ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ആ ഒരു VSAയിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചിന്ത കുറച്ച് വരിക, മറിച്ച് ഈ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം കൂടി കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ടത് ആവശ്യമില്ല. ഓക്കെ, ഞാൻ എൻ്റെ ക്യാപ്സ്യൂൾ കുട്ടികൾക്ക് മാത്രം പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്, പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. നമുക്കില്ല ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പല വഴികളുണ്ട്. ഒന്ന് കൺവെൻഷണൽ മെത്തേഡ്. ഓക്കെ, കൺവെൻഷണൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന ഓരോ സ്റ്റെപ്പായിട്ട് ശരിക്കത്തെ ഇക്വേഷൻ കൊടുത്തിട്ടുള്ള ഇത് എക്സാക്ട് പ്രോപ്പർ വേ. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഷോർട്ട് കട്ടുകളുണ്ട്. ഇപ്പോൾ ഈ പാഠത്തിൽ എക്സാമ്പിൾ പറയുന്നത് സ്റ്റോപ്പ് ഇൻ ഡിസ്റ്റൻസ് S = U² / 2as എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. അങ്ങനെ എല്ലാ പാഠത്തിനും ഒരുപാട് ഷോർട്ട് കട്ട് ഇക്വേഷൻ ഉണ്ട്. ഇത് വെറുതെ കാണാപ്പാടം പഠിക്കലില്ല, മറിച്ച് ഇത് എങ്ങനെ വന്നു എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ വെറുതെ ഒരു സിനാരി പറഞ്ഞാണ്, ചില ഷോർട്ട് കട്ടുകൾ നമുക്ക് ഉപയോഗിക്കാം. മൂന്നാമത്തത് എന്ന് പറഞ്ഞാൽ ലോജിക്ക് നമുക്ക് ഉപയോഗിക്കാം. ലോജിക് എന്ന് പറഞ്ഞാൽ എന്തായാലും നമുക്ക് ബുദ്ധിയോടെ ആലോചിക്കുകയാണ്.
ഈ ഇക്വേഷൻ ഈ സാധനം വരുമ്പോൾ ഇതാവില്ലല്ലോ, അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ആവണ്ടേ എന്നൊക്കെ ആലോചിച്ച് നമുക്ക് ചില ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് ഈ പ്രശ്നം കാണുകയാണെങ്കിൽ പറഞ്ഞുതരാം, പക്ഷേ ഞാൻ ക്യാപ്സൂളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നാലാമത്തതാണ് ഇതൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ, ഇതൊന്നും എനിക്ക് പറ്റുന്നില്ലെങ്കിൽ ചിലപ്പം ഡയമെൻഷൻ വെച്ചിട്ട് ഡയമെൻഷൻ ഫോർമുല വെച്ചിട്ട് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. നമ്മൾ ജസ്റ്റ് സൂക്ഷിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ചില ക്വസ്റ്റ്യൻ ഉണ്ടാവും ഭയങ്കര 4-5 പാരഗ്രാഫൊക്കെ ഉണ്ടാവും, 4-5 വരെയൊക്കെ ഉണ്ടാവും, വലിയ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആവും, നമുക്കൊന്നും മനസ്സിലാവില്ല എന്താ ഒരു ഉദ്ദേശിച്ചതെന്നൊക്കെ. പക്ഷേ എന്തായിരിക്കും ഓപ്ഷൻസ് ഒക്കെ എന്താവും വേറെ വേറെ ഡയമെൻഷൻസ് ആവും. ഇതൊരു ഡയമെൻഷൻ ആയിരിക്കും, ഇത് വേറെ ഡയമെൻഷൻ ആയിരിക്കും, ഇത് വേറെ ഡയമെൻഷൻ ആയിരിക്കും, ഇത് വേറെ ഡയമെൻഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് വെലോസിറ്റിയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, വെലോസിറ്റിൻ്റെ ഡയമെൻഷണൽ ഇക്വേഷൻ ഏത് എന്ന് നോക്കുക. അപ്പോൾ അത് ഉത്തരമായിരിക്കും. അങ്ങനെ പല 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 ഉത്തരങ്ങളും നീറ്റിൽ പണ്ട് നമ്മൾ ക്രാക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞ പ്രീവിയസ് നീറ്റ് ക്വസ്റ്റ്യനിലല്ല, അതിന് മുമ്പത്തെ നീറ്റ് ക്വസ്റ്റ്യനിലും അങ്ങനത്തെ ഒരു ഡയമെൻഷൻ വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം അവർ ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്തല്ല, ഡയമെൻഷൻ വെച്ച് സോൾവ് ചെയ്യാനല്ല, ഡയമെൻഷൻ വെച്ച് കണ്ടുപിടിക്കുന്ന നമ്മളെന്താ, നമ്മുടെ ടാക്ടിക്സ് ആണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്താണ്, അതിനൊക്കെ ഡിസ്കസ് ചെയ്യുന്ന കുറേ സമയം വേണം. അപ്പോൾ നമ്മൾ ഇന്ന് കാണുകയാണെങ്കിൽ ഞാൻ കുറച്ച് റാൻഡം ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത്? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എത്രത്തോളം സിമ്പിളായിട്ടാണ് നിങ്ങൾ നീറ്റിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, എത്രത്തോളം ചെറിയ കാര്യങ്ങളാണ് നീറ്റിൽ ചോദിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണത്. ഓക്കെ, അപ്പം ഇവിടെ ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? വേഗം പറയും ഒക്കെ റെസ്പോണ്ട് ചെയ്തേ. അപ്പോൾ ആരാ? അക്ഷയ് RJ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞെടുത്തത് അപ്പം ഈ 4 സാധനങ്ങളാണ് ഈ പാഠത്തിൽ. ഓക്കെ, ഡെഫിനിഷനൊക്കെ പഠിക്കുക. ആവറേജ് വെലോസിറ്റി ടൈം ക്രൈറ്റീരിയ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇപ്പം V1 V2 VN സാധനങ്ങളുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ N ചെയ്യുക. ഇപ്പം ഡിസ്റ്റൻസ് നമ്മൾ കുറേ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ NX സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ N ഡിവൈഡ് ബൈ 1/V1 പ്ലസ് 1/V2 പ്ലസ് 1/-- ഡിവൈഡ് പ്ലസ് 1/VN എന്നുള്ള സാധനമൊക്കെയാണ്. ഓക്കെ, അതൊക്കെ ഇക്വേഷൻ അതുപോലെ പഠിക്കുക. ഇതൊക്കെ ഞാൻ വീണ്ടും പറയുകയാണ്, തിയറി പറഞ്ഞാൽ നമുക്ക് 45 മിനിറ്റ് ഒന്നും ആവില്ല. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾക്ക് കുറച്ച് തിയറി എത്തിച്ചേരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എല്ലാ ഏരിയയിൽ നിന്ന് ഞാൻ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങാം. ഓക്കെ, മോഷൻ 1 ഡയമെൻഷൻ. അപ്പോൾ എൻ്റെ ഒരു സാധനം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരും, ഒരു 10 സെക്കൻഡ് 15 സെക്കൻഡ് നിങ്ങൾക്ക് ആലോചിക്കാൻ വേണ്ടി തരും. അതുകൊണ്ട് വെറുതെ ക്വസ്റ്റ്യൻ ഞാൻ വായിച്ച് ഞാൻ തന്നെ ഉത്തരം ചെയ്യുകയാണെങ്കിൽ ഞാൻ എൻ്റെ സ്കില്ല് കാണിക്കാൻ വേണ്ടി വന്നതല്ലല്ലോ, മറിച്ച് നിങ്ങൾ ചിന്തിച്ച് എന്താണ് നിങ്ങൾ ചിന്തിച്ചത് തെറ്റ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കുറച്ച് സമയം തരണം. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണിച്ചിരുന്നു, ഒരു 10 സെക്കൻഡ് ടൈം ആയിരുന്നു. എത്ര പേര് നിങ്ങൾക്ക് ഉത്തരം മെസ്സേജ് ചെയ്യുക, ഒരു 10-15 സെക്കൻഡ് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ബോറടിക്കണം അപ്പോൾ പറഞ്ഞിട്ടാണ് ഞാൻ കുറച്ച് വെറൈറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ അലോങ് എ സ്ട്രേറ്റ് ലൈൻ ഇസ് ഡിസ്ക്രൈബ്ഡ് ബൈ ഇക്വേഷൻ x = 8 + 12t - t cube where x is in meters and t in second. The retardation of the particle when its velocity becomes 0 is. The retardation of the particle when its velocity becomes 0 is. Okay, ഒരു 10 സെക്കൻഡ് സമയം തരാം. ഓക്കെ, വേം പറ. അപ്പോൾ നമ്മളെന്താ ക്വസ്റ്റ്യൻ അത് തന്നിട്ടുള്ളത്, നമുക്കൊരു ഇക്വേഷൻ ഓഫ് മോഷൻ അല്ലേ, the motion of a particle moving on a straight line described by the equation അല്ലേ x is equal to 8 + 12t - t cube എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. ഇതെന്താണ് മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ അല്ലേ, അല്ലെങ്കിൽ ദ പൊസിഷൻ ഓഫ് ദ പാർട്ടിക്കിൾ എന്നൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇതാണ് ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല. ഓക്കെ, എന്താ പറഞ്ഞിട്ടുള്ളത്, ദ റിട്ടാർഡേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ വെൻ ഇറ്റ്സ് വെലോസിറ്റി ബിക്കം 0. വെലോസിറ്റി 0 ആവുമ്പോൾ അതിന് റിട്ടാർഡേഷൻ എന്ത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടെത്തേണ്ട, വെലോസിറ്റി എപ്പോഴാണ് 0 ആവുന്നത്. ഇപ്പോൾ ഞാൻ നോക്കുകയാണ്, അപ്പം എനിക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് പൊസിഷൻ തന്നിട്ടുണ്ട്. എങ്ങനെ ഞാൻ വെലോസിറ്റി കാണാം, എനിക്ക് വെലോസിറ്റി ഏറ്റവും ബേസിക് ഇക്വേഷൻ വെലോസിറ്റി ഈസ് ഈക്വൽ ടു dx/dt എന്നാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നു, എക്സിന് ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അപ്പോൾ ഞാനത് ചെയ്യുന്നു. എങ്ങനെ ചെയ്യുന്നത്, നമ്മൾ ലോജിക്കൊക്കെ അത് വെണ്ടക്ക അക്ഷരത്തോടെ നിൽക്കുന്നു. അപ്പോൾ ഇതാ x is equal to 8 + എന്താ തന്നടാ 8 + 12t - t cube അല്ലേ, 12t - t cube. അപ്പോൾ എനിക്കറിയാം വെലോസിറ്റി ഈസ് ഈക്വൽ ടു dx/dt അല്ലേ, ബേസിക് മാത്തമാറ്റിക് ബേസിക് ഡിഫറൻസിയേഷൻ. അപ്പോൾ d/dt ഓഫ് x ഞാനിവിടെ എടുത്തിരുന്നു 8 + 12t - t cube. ഞാൻ ഉപയോഗിക്കുന്ന ഫോർമുല എന്താടാ, x⁻n ആണ് ചോദിക്കുന്നതെങ്കിൽ അതിൻ്റെ ഡിഫറൻസിയേഷൻ എന്താടാ, അതിൻ്റെ ഡിഫറൻസിയേഷൻ എന്താണ്, പക്ഷേ എന്താണ് x⁻n - 1 അല്ലേ, n × x⁻n - 1 എന്നാണ് അല്ലേ. അപ്പോൾ x⁻n അല്ലേ, x⁻n പവർ ആണെങ്കിൽ n പവർ താഴത്തോട്ട് കൊണ്ടുവരിക,
n ഇൻറ്റു എക്സ് മേലെ എന്ത് ചെയ്യുക n മൈനസ് 1 എഴുതുക. അതാണ് ബേസിക് ഡിഫറൻസിയേഷൻ. ഞാൻ ആ ബേസിക് ഡിഫറൻസിയേഷൻ ഇവിടെ കൊടുക്കുന്നു. ഇവിടെ എന്താണ് t⁻0 എന്നാണ് അല്ലേ. t⁻0 ആകുമ്പോൾ എങ്ങനെ വരും അതിൻ്റെ ഡിഫറൻസിയേഷൻ? 0 ഇൻറ്റു ടി 0 മൈനസ് 0 ടി സാധനം പോയി അല്ലേ. ഇതിന് ഡിഫറൻസിയേഷൻ ഇല്ല. അപ്പം 12t ഡിഫറൻസിയേഷൻ എന്താണ്? 12t ഡിഫറൻസിയേഷൻ 12 ഇൻറ്റു t⁻1 ആണ് അല്ലേ. അപ്പോൾ 1 ഇവിടെ വരുന്നു 1 മൈനസ് 1 വെച്ച് 0. അപ്പോൾ ആൻസർ എന്താണ്? 12 അല്ലേ. അത്രയും ബേസിക്കലോട്ട് പോകണമെങ്കിൽ ബേസിക് മാത്തമാറ്റിക്സ് നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിനെ ഞാൻ ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, ബേസിക്കായി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ 0 പ്ലസ് 12 മൈനസ് ഇത് എത്ര വരാം? മൈനസ് 3t² അല്ലേ. അപ്പോൾ 12 മൈനസ് 3t². ദിസ് ഈസ് യുവർ വാട്ട്? ഇതാണ് നിങ്ങളെ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ട് വെലോസിറ്റി 0 ആകുമ്പോൾ റിട്ടാർഡേഷൻ എന്ത്? അപ്പോൾ വെലോസിറ്റി 0 ആവുന്നത് എന്ത് എന്നാണ് നമ്മൾ എപ്പോഴാണ് നമ്മൾ നോക്കണം. അപ്പോൾ വെലോസിറ്റി 0 ആവുമ്പോൾ റിട്ടാർഡേഷൻ എന്ത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ വെലോസിറ്റി 0 ആണ് അല്ലേ. വെലോസിറ്റി 0 ആണ്. 0 ഈസ് ഈക്വൽ ടു 12 മൈനസ് 3t². അപ്പോൾ 12 ഈസ് ഈക്വൽ ടു 3t². So 12 by 3 which is equal to 4 is equal to t². So what is my t da? What is my t? My t is simply what? T is simply 2 അല്ലേ. t simply 2. അപ്പോൾ 2 seconds ആകുമ്പോഴാണ് വെലോസിറ്റി 0 ആവുന്നത്. അപ്പോൾ ആക്സലേഷൻ എന്ത്? അപ്പോൾ എനിക്കറിയാം വെലോസിറ്റി ഇതാണ്. വെലോസിറ്റി വീണ്ടും ഡിഫറൻസ് എനിക്ക് ആക്സലേഷൻ dv/dt. അപ്പോൾ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയം കൂടെ 0 മൈനസ് 6t അല്ലേ. 0 മൈനസ് 6t. അപ്പോൾ a ഇസിക്കൽ ടു മൈനസ് 6t. ഇതാണ് നമ്മുടെ റിട്ടാർഡേഷൻ എല്ലാം. നമ്മളെന്ന് ചോദിച്ചാൽ വെലോസിറ്റി 0 ആവുമ്പോൾ ആക്സലേഷൻ എന്ത് എന്നാണ് ചോദ്യം. അപ്പോൾ വെലോസിറ്റി എപ്പോഴാണ് 0 എന്ന്? t ഇസിക്കൽ ടു 2 സെക്കൻഡ്സിൽ. അത് ഞാൻ എവിടെ അപ്ലൈ ചെയ്യണം? ഇവിടെ ഞാൻ അപ്ലൈ ചെയ്യുന്നു. ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടുന്നു? a ഇസിക്കൽ ടു മൈനസ് 6 ഇൻറ്റു 2 വിച്ച് ഇസിക്കൽ ടു മൈനസ് 12 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ ഞാൻ എഴുതുന്നു എൻ്റെ ആൻസർ മൈനസ് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ശരിയോ തെറ്റോ? ശരിയോ തെറ്റോ? ഞാൻ പറയാം ശരിയോ തെറ്റോ? ശരിയോ തെറ്റോ? തെറ്റ്. എന്തുകൊണ്ട് തെറ്റ്? എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് ആക്സലേഷൻ എന്നാണോ? അല്ല, റിട്ടാർഡേഷൻ എന്നാണ്. എന്ന് വെച്ചാൽ മൈനസ് 12 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയ ഉത്തരം എന്താണ്? ആക്സലേഷൻ ആണ്. എന്നോട് ചോദിച്ചത് എന്താ? റിട്ടാർഡേഷൻ. റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഓഫ് ആക്സലേഷൻ. അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് എന്ത് എന്ന് വെച്ചാൽ പ്ലസ്. യുവർ ആൻസർ ഈസ് 12 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഒന്നുകൂടി പറയാം. എനിക്ക് കിട്ടിയ ആക്സലേഷൻ a ഇസിക്കൽ ടു എന്താടാ? മൈനസ് 12 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് അല്ലേ. എന്നോട് ചോദിച്ച ആക്സലേഷൻ ആണോ? എല്ലാം മറിച്ച് റിട്ടാർഡേഷൻ ആണ്. റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവ് ഓഫ് ആക്സലേഷൻ. അപ്പോൾ എന്നോട് ചോദിച്ച് വെറുതെ ഞാൻ ഒരു സിമ്പിൾ ചെയ്താണ്. റിട്ടാർഡേഷൻ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ആക്സലറേഷൻ. ഇതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ത് കിട്ടും? ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് മൈനസ് 12 എന്ന് വെച്ചാൽ പ്ലസ് 12. സോ ആൻസർ ഈസ് 12 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, ഞാൻ മെല്ലെ മെല്ലെ ക്വസ്റ്റ്യൻ ഞാൻ സ്പീഡ് കൂട്ടും കേട്ടോ. ഓക്കെ, കാരണം 3 മൈന്യൂട്ടായി പറഞ്ഞ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനോട് നമുക്ക് പോവാം. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ അല്ലേ. നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. സോ ദിസ് ഈസ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബോയ് വാക്സ് ടു ഹിസ് സ്കൂൾ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 6 കിലോമീറ്റർ വിത്ത് സ്പീഡ് ഓഫ് 2.5 കിലോമീറ്റർ പെർ ഹവർ ആൻഡ് വാക്സ് ബാക്ക് വിത്ത് എ കോൺസ്റ്റൻറ്റ് സ്പീഡ് ഓഫ് 4 കിലോമീറ്റർ പെർ ഹവർ. ഹിസ് ആവറേജ് സ്പീഡ് ഫോർ ദ റൗണ്ട് ട്രിപ്പ് എക്സ്പ്രസ് ഇൻ കിലോമീറ്റർ പെർ ഹവർ ഈസ്. ഓക്കെ, അപ്പോൾ നമ്മളെന്താ പറഞ്ഞിട്ടുള്ളത്? ഇപ്പോൾ നമ്മൾ ഒരു കുട്ടിയുടെ വീടുണ്ട്. ഓക്കെ, ഇത് വീടാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതൊരു സ്കൂളാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടുത്തെ നമ്മുടെ ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് 6 കിലോമീറ്റർ ആണ്. ഓക്കെ, 6 കിലോമീറ്റർ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള എന്താണ്? എ ബോയ് വാക്സ് ടു സ്കൂൾ ഡിസ്റ്റൻസ് 6 കിലോമീറ്റർ വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ് ഓഫ് 2.5 കിലോ. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ആ കുട്ടി 2.5 കിലോമീറ്റർ പെർ ഹവറിലാണ് സഞ്ചരിച്ചത്. പക്ഷേ തിരിച്ചു വന്നപ്പോൾ 4 കിലോമീറ്റർ പെർ ഹവറിലാണ് സഞ്ചരിച്ചത്. അങ്ങനെയാണെങ്കിൽ ആവറേജ് വെലോസിറ്റി എന്ത്? വി ആവറേജ് എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 5 സെക്കൻഡ് ക്വസ്റ്റ്യൻ തരാം. ഓക്കെ, എടാ എന്താ തെറ്റിപ്പോയേ? എടാ എന്താ മിസ്റ്റേക്ക്? എന്താ പ്രശ്നം? എന്താ നിങ്ങളെ? എടാ എന്താ പ്രശ്നം? എന്താ? അല്ല, ഇതല്ല നേരത്തെ ക്വസ്റ്റ്യൻ എന്തെങ്കിലും സീനുണ്ടോ? എന്താ തെറ്റ് എന്നെല്ലാവരും പറഞ്ഞാൽ മനസ്സിലാത്ത തെറ്റൊന്നും എന്തെങ്കിലും ഉണ്ടോ? 12 എന്തായാലും പ്രശ്നമുള്ളത്? 12 മൈനസ് 3t² ചെയ്ത മാത്തമാറ്റിക് ആരംഭിച്ച് 12 മൈനസ് 3t², 12 t² t2 സെക്കൻഡ്സ്. കുഴപ്പമൊന്നുമില്ലടാ. എന്താ കുഴപ്പം? തെറ്റെന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ.
ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. എന്ത് ചെയ്യേണ്ടി അപ്പോൾ പറയണേ. ഓക്കെ, അപ്പോൾ ഇതിലോട്ട് നമ്മൾ വരികയാണ്. നമ്മുടെ ആവറേജ് വെലോസിറ്റി എന്ത്, ആവറേജ് സ്പീഡ് എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വെറുതെ നിങ്ങൾ എന്ത് ഓക്കെടാ. അപ്പോൾ വെറുതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന കാര്യമാണ്, ഇതിപ്പോൾ എല്ലാം ശ്രദ്ധിച്ചോ. നിങ്ങൾ വെറുതെ ഒരു ആവറേജ് വെലോസിറ്റി എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ വരേണ്ട ഇക്വേഷൻ V1 + V2 + Vn ഡിവൈഡ് ബൈ n എന്നോ, അല്ലെങ്കിൽ n ഡിവൈഡ് ബൈ 1/V1 + 1/V2 + 1/V3 + 1/Vn എന്നുള്ള ഇങ്ങനത്തെ ഇക്വേഷൻസ് ആണോ? അല്ല, ഇങ്ങനത്തെ ഇക്വേഷൻസ് അല്ല നിങ്ങളെ മനസ്സിൽ വരേണ്ടത്. മറിച്ച് ആവറേജ് വെലോസിറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഏതൊരു എൻറ്റിറ്റിയെ പറ്റി കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ വരുന്ന ഏറ്റവും എന്താണ്, അതിൻ്റെ ഫണ്ടമെൻ്റൽ ഇക്വേഷനാണ്. ഓക്കെ, അപ്പം ആവറേജ് വെലോസിറ്റി, ആവറേജ് സ്പീഡ് എന്നൊക്കെ പറയുന്നത്, ഇപ്പോൾ ഈ കേസിൽ ആവറേജ് സ്പീഡിൻ്റെ ഏറ്റവും ബേസിക് ഇക്വേഷൻ എന്താണ്? ആരെയും പറഞ്ഞേ, ആവറേജ് സ്പീഡ് ഏറ്റവും ബേസിക് ഇക്വേഷൻ എന്താണ്? ഇറ്റ് ഈസ് ഓൾവേസ് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ഓക്കെ, നിങ്ങൾക്ക് ഏതൊരു ക്വസ്റ്റ്യനും ഇങ്ങനത്തെ സാധനത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ തന്നെ സോൾവ് ചെയ്യാം. ഇതിൽ നിന്നുണ്ടായ ബൈ പ്രൊഡക്റ്റുകളാണ് ഇതൊക്കെ, മനസ്സിലായി? ഇതിൽ നിന്ന് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് നേരത്തെ പറഞ്ഞ ഇക്വേഷനൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ഇക്വേഷൻ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം എന്നാണ്. അപ്പം ഈ ക്വസ്റ്റിനോട് ഞാൻ ഇത് ഫോർമുല അപ്ലൈ ചെയ്യാൻ പോകുന്നു. അപ്പം എന്നോട് പറഞ്ഞത് എന്താണ്, ആദ്യം 2.5 km/h ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് 4 km/h വരുന്നു. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രടാ? അങ്ങോട്ട് എത്രയാ? അങ്ങോട്ട് 6 km, ഇങ്ങോട്ട് എത്രയാ? 6 km. സോ വാട്ട് ഇസ് മൈ ടോട്ടൽ ഡിസ്റ്റൻസ് ഡാ? സോ മൈ ആവറേജ് സ്പീഡ് ആവറേജ് ഇസ് കോൾഡ് ടോട്ടൽ ഡിസ്റ്റൻസ് വിച്ച് ഈസ് 12 ഡിവൈഡഡ് ബൈ എന്താ? ടോട്ടൽ ടൈം എനിക്കറിയോ? അറിയില്ല, പക്ഷേ എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇവിടെ നിന്ന് ടൈം കണ്ടുപിടിക്കാം അല്ലേ? എനിക്ക് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഉണ്ട് 6 km, ഇങ്ങോട്ടുള്ള സ്പീഡ് 2.5 km എന്ന് തന്നിട്ടുണ്ട്. എനിക്ക് എന്ത് തന്നിട്ടാ? സ്പീഡും തന്നിട്ട് ഡിസ്റ്റൻസും തന്നിട്ട്. അപ്പോൾ എനിക്ക് എന്ത് കണ്ടുപിടിച്ചാൽ? ടൈം കണ്ടുപിടിക്കാം. അപ്പോൾ എനിക്കറിയാം വെലോസിറ്റി ഈസ് ഇക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നാണ്, അല്ലെങ്കിൽ ടൈം ഈസ് ഇക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി എന്നാണ്. അപ്പോൾ ഈ സാധനം ഞാൻ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് എന്ത് സംഭവിക്കുന്നു? എനിക്ക് അങ്ങോട്ട് പോകാൻ വീട്ടിൽ നിന്ന് സ്കൂളിലോട്ട് പോകാനുള്ള ടൈം കിട്ടുന്നു. ഇവിടെ ഞാൻ കുറച്ച് സ്പീഡിൽ കാര്യം പറയുന്നത് വെച്ചാൽ നമ്മൾ ക്രാഷ് ക്ലാസ് ആണ്. ക്രാഷിലും ചെറിയ ക്രാഷ് എന്ന് പറയുന്ന പാട് നമുക്ക് 1.5 മണിക്കൂർ 2 മണിക്കൂറാണ് കിട്ടുക. അതിലും എന്താ പറയുക, അപ്പോൾ പകുതി പോലും സമയം നമുക്കില്ല. അപ്പോൾ നമ്മൾ സ്പീഡ് പറഞ്ഞു പോവാണ്. ശരിക്കും ഇതിനെക്കാട്ടി സ്പീഡിലാണ് കാര്യം പറഞ്ഞത്, പക്ഷേ തുടക്കമായതുകൊണ്ടാണ് ഞാൻ കുറച്ചും കാര്യങ്ങൾ വീണ്ടും എലാബറേറ്റ് ചെയ്യുന്നത്. ഒന്ന് സഹിക്കുക. ഓക്കെ, അപ്പം 2.5 km സ്പീഡ്. അപ്പോൾ എനിക്ക് ഈ ഇക്വേഷൻ കൊടുക്കുമ്പോൾ എൻ്റെ ടൈം, ഇവിടുത്തെ ടൈം T1 ഈസ് ഈക്വൽ ടു വാട്ട് ഇസ് മൈ ഡിസ്റ്റൻസ് 6, വാട്ട് ഇസ് മൈ ടൈം 2.5. 2.5 എന്നൊക്കെ പറയുമ്പോൾ ഒരു ഡെസിമൽ സാധനമൊക്കെയാണ് ഞാൻ എൻ്റെ സ്നേഹത്തോടെ ഒന്ന് മാറ്റിയത്. കാരണം എന്തിനാ? എനിക്ക് വെട്ടാൻ സുഖമായിരിക്കും പിന്നെ. അപ്പോൾ ഞാൻ 2.5 വരും 5/2 എന്ന് എഴുതുന്നു. അപ്പോൾ അതാണ് T1 ടൈം. ഇനി ഇവിടുത്തെ T2 ടൈം എന്താണ്? ഇവിടെ അതേമാതിരി T2 ടൈം എന്ന് പറയുന്നത് വീണ്ടും ഡിസ്റ്റൻസ് എത്രയാണ്? ഇങ്ങോട്ട് എത്രയാണ്? 6 km. അപ്പോൾ 6 ഡിവൈഡ് ബൈ സ്പീഡ് എത്രയാണ്? 6/4. അപ്പോൾ എൻ്റെ ടോട്ടൽ ടൈം എത്രയാണ്? T1 + T2 എന്നാണ്. ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ സംഭവിക്കും 6 ഡിവൈഡ് ബൈ 5/2 + 6 ഡിവൈഡ് ബൈ 4. ഇവിടെ ഞാൻ 6 എന്ന സാധനം കോമൺ ആയിട്ട് പുറത്തോട്ട് എടുക്കുന്നു. അപ്പോൾ 12 ഡിവൈഡ് ബൈ 6 ഇൻറ്റു ഇതെന്തായി? 1/5/2. 1/5/2 എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ മാറ്റി എഴുതാടാ? 2/5 എന്ന് മാറ്റി എഴുതാം. ഓക്കെ, 2/5 + 1/4. ഓക്കെ, 1/4. ഓക്കെ, 1/4. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ 6 × 12 2 ടൈംസ് തൊട്ട് നമുക്ക് ബാക്കി എന്താ ഉള്ളത്? 2 ഡിവൈഡ് ബൈ ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 8 + 5 വിച്ച് ഈസ് 13 ഡിവൈഡ് ബൈ 20. ഇത് വീണ്ടും മുകളിലോട്ട് പോകുന്നു. അപ്പോൾ ക്യാൻസർ എന്താടാ? 40 ഡിവൈഡ് ബൈ 13. ഓക്കെ, അത് മുകളിൽ പറഞ്ഞ ഇക്വേഷൻ എടുക്കാം. നിങ്ങൾക്ക് ഹാഫ് ഡിസ്റ്റൻസിലുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞുള്ള n, ഇപ്പോൾ 2 ഡിവൈഡ് ബൈ 1/V1 + 1/V2 എന്നുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് എടുക്കാം, കുഴപ്പമില്ല. ഓക്കെ, അത് എടുത്താൽ നിങ്ങൾക്ക് ഇക്വേഷൻ കിട്ടും. പക്ഷേ നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യനും നിങ്ങൾ ബേസിക് ഫോർമുലയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. യുവർ ആൻസർ ഈസ് ഓപ്ഷൻ ബി. എടാ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ഇനി അടുത്ത ഗ്രാഫ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്ലീഷേ ക്വസ്റ്റ്യനാണ്. വിച്ച് ഓഫ് ദ ഗ്രാഫ്സ് ആർ നോട്ട് പോസിബിൾ? ഈ കാണുന്ന ഗ്രാഫിലൊക്കെ പോസിബിൾ അല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ലോജിക്കലി പോസിബിൾ ആകാത്ത കാര്യങ്ങൾ എന്താക്കാന്ന് നോക്കുക. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫാണ് എനിക്ക് തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് റെപ്രസെൻറ്റ് 1 ഡയമെൻഷണൽ മോഷൻ? ഓക്കെ, അപ്പോൾ 1 ഡയമെൻഷണൽ മോഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ സാഹചര്യത്തിൽ നോക്കുമ്പോൾ എനിക്ക് എന്താണ് ഇവിടെ എന്താ കിട്ടുന്നത്? 1 ഡയമെൻഷൻ മോഷൻ എനിക്ക് എന്താ കിട്ടുന്നത്?
എവിടാ വൺ ഡയമെൻഷണൽ മോഷൻ. ഇപ്പോൾ ഇതിലെന്താ കിട്ടുന്നത്? വെലോസിറ്റി വെച്ച് ടൈം ഗ്രാഫാണ്. ടൈം കൂടുന്തോറും എന്ത് വെലോസിറ്റി കൂടുന്നുണ്ട്. പിന്നെ എന്ത് സംഭവിക്കടാ? വെലോസിറ്റി നെഗറ്റീവായിട്ട് വരികയാണ്. അപ്പം ഇതെന്താണ്? ഇതൊരു 2 ഡയമെൻഷണൽ മോഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഡസ് നോട്ട് റെപ്രസെൻറ്റ് എന്നാണ് ചോദിച്ചത് അല്ലേ? സോറി, ഇതൊരു 1 ഡയമെൻഷണൽ മോഷൻ തന്നെയാണ്. സോറി അല്ലേ? അപ്പോൾ വെറുതെ ഇപ്പോൾ ഞാൻ വരയ്ക്കുകയാണ്. ഓക്കെ, ഒരു കാറ് ആദ്യം ഒരു 25, പിന്നെ ഒരു 35, പിന്നെ ഒരു 45, പിന്നെ ഒരു 55 സ്പീഡ് പോയി. പിന്നെ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു. പിന്നെ വീണ്ടും 45, 35, 25 എന്നുള്ള സാധനങ്ങൾ വന്നു. അതിൻ്റെ ഗ്രാഫാണ് ഈ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് എന്ത് തന്നെയാണ്? 1 ഡയമെൻഷണൽ മോഷൻ തന്നെയാണ്. ഓക്കെ, ഇത് നോക്കുകയാണെങ്കിൽ എന്ത് തന്നെയാണ്? കോൺസ്റ്റൻ്റ് ആയിട്ട് ഇതിലിപ്പോൾ സപ്പോസ് ഞാൻ വിചാരിക്കുകയാണ് 10 km/h ആണ്. അപ്പോൾ ഒരു ടൈം വരെ ആ കാർ എന്ത് സംഭവിക്കുകയാണ്? ആ കാറ് 10 km/h പോവുകയാണ്. പെട്ടെന്നൊരു ടൈം ഇപ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ സ്പീഡാണ്ട് കൂടി ഒരു 50 km, 100 km ആയി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇങ്ങനെ വരിക. അപ്പോൾ ഇതും തന്നെ 1 ഡയമെൻഷണൽ മോഷനാണ്. ഓക്കെ, ഇതിലോട്ട് നോക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഒരു കാറ് എന്താണ്? ഒരു കാറിൽ നിന്ന് എന്താ സംഭവിക്കുന്നത്? അതിന് ആദ്യം ഒരു പോസിറ്റീവ് വെലോസിറ്റി, പിന്നെ കുറഞ്ഞ് സംഭവിക്കും നെഗറ്റീവ് വെലോസിറ്റി വന്നു അല്ലേ? ഒരു കാർ ഇങ്ങനെ പോകുമായിരുന്നേ, കാർ ഒരു 10 km പോകുമായിരുന്നു. കുറഞ്ഞ് എന്തായിരുന്നു സംഭവിച്ചു? 0 ആയി. പിന്നെ എന്ത് സംഭവിക്കുകയാണ്? ആ കാർ നെഗറ്റീവ് വെലോസിറ്റിയിൽ പോവുകയാണ് എന്ന് വെച്ചാൽ പിന്നിലോട്ട് പോവുകയാണ്. അപ്പോൾ എന്ത് തന്നെയാണ്? അത് 1 ഡയമെൻഷണൽ മോഷനാണ് അല്ലേ? 1 ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെയിറ്റ് ലൈനിലാണ് മോഷൻ നടക്കുന്നത് അല്ലേ? സ്ട്രെയിറ്റ് ലൈൻ, മുന്നോട്ട് പിന്നോട്ടൊക്കെ പോകും. മറിച്ച് എന്ത് സംഭവിക്കില്ല? തിരിയാനൊന്നും പറ്റില്ല. പക്ഷേ നമ്മൾ ഈ ബി എന്നുള്ള ഓപ്ഷൻ നമുക്ക് എന്ത് സംഭവിക്കുന്നു? ഈ ടൈമിൽ ഞാൻ നോക്കുമ്പോൾ, ഈ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഞാൻ നോക്കുമ്പോൾ എനിക്ക് എന്തുണ്ട്? 2 വെലോസിറ്റി ഉണ്ട് അല്ലേ? 2 വെലോസിറ്റി എനിക്ക് കിട്ടുകയാണ്. പോസിബിളാണ്. ഒരേ കാറിന് ഒരു ടൈമിൽ 50 സ്പീഡും 20 സ്പീഡും പോസിബിളാണോ? പോസിബിൾ അല്ല. സോ യുവർ ആൻസർ ഇസ് വാട്ട്? വിച്ച് ഓഫ് ദി ഗ്രാഫ് ഇസ് നോട്ട് പോസിബിൾ? ദിസ് ഗ്രാഫ് ഇസ് നോട്ട് പോസിബിൾ. സോ യുവർ ആൻസർ ഇസ് ബി. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇതൊക്കെ സിമ്പിൾ സാധനങ്ങൾ. ഓക്കെ, ഞാൻ അടുത്തത്. A particle starts its motion from rest under the action of a constant force. If the distance covered in the first 10 seconds is s1 and that covered in the first 20 seconds is s2, then ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ചെറിയ ഒരു സാധനം പഠിപ്പിച്ചു തരാം. എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു എന്താ പറയുക, വളരെ ഈ പാഠത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഞാൻ എത്രയോ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ക്ലാസ്സിൽ മുമ്പ് ഇരുന്നിട്ടൊക്കെ ഒരു ആവർത്തനമായിട്ട് തോന്നും. പക്ഷേ സ്റ്റിൽ നിങ്ങൾ കേട്ടോ. ഓക്കെ, ഈ പാഠത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ നമുക്കൊരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? കൺവെൻഷനായി ചെയ്യാം, ഷോർട്ട് കട്ടായിട്ട് ചെയ്യാം, ലോജിക്ക് ചെയ്യാം, ഡയമെൻഷൻ വെച്ച് ചെയ്യാം. ഈ രണ്ടാമതായിട്ടുള്ള ലോജിക്കല ഷോർട്ട് കട്ട് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, 3 സാധനങ്ങൾ നിങ്ങൾ എന്തായാലും പഠിക്കണം. ഫസ്റ്റ് ഈസ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത് എന്താണ്? റേഷ്യോസ്. ഓക്കെ, 3 റേഷ്യോസ് നിങ്ങൾക്ക് ഈ പാഠത്തിൽ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഫസ്റ്റ് ഈസ് law of squares. 1:2, 4:2, 9:2, 16:2, 25:2, 36:2 അങ്ങനെ 49 അങ്ങനെ സ്ക്വയർ സാധനങ്ങൾ. എന്നുവെച്ചാൽ 1:2 square 3 square 4 square അതാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഫോമിലാണ് റേഷ്യോ ഓഫ് ഓഡ് നമ്പേഴ്സ്. 1:3, 5:7, 9:2 എന്താ അടുത്തെന്താ 11:2, 13:2 അങ്ങനത്തെ സാധനങ്ങൾ. റേഷ്യോ ഓഫ് ഓഡ് നമ്പേഴ്സ്. അടുത്ത റേഷ്യോ എന്താ 15, 17, 19 ആണ് റേഷ്യോ ഓഫ് ഓഡ് നമ്പേഴ്സ്. ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ അറിയുന്നതായിരിക്കും. മൂന്നാമത്തെ സാധനം ചിലപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത √2 - 1:2. പിന്നെ അടുത്ത നമ്പർ √3 - മുമ്പത്തെ നമ്പർ *2. അടുത്ത നമ്പർ √4 - മുമ്പത്തെ നമ്പർ *2. √5 - √4 അങ്ങനെ ഈ ഒരു സംഭവം. ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞു. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അടുത്ത നമ്പർ √6 - √5 അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇതെന്താണ്? ഓരോ സാധനം അത്രയും തറവായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. എന്താണ് ഈ സാധനങ്ങൾ? ഞാൻ നിങ്ങൾക്ക് സിനാരി വെച്ച് പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റാണ് ലോ ഓഫ് ഡിസ്റ്റൻസസ് കവേർഡ് ഇൻ ദ സക്സസീവ്. ഇപ്പോൾ പറഞ്ഞുതരാം, കാണിച്ചു തരാം. ഓക്കെ, ഇതിനൊക്കെ ക്രൈറ്റീരിയ എന്താണ്? എ ബോഡി ഈസ്, ഇതിനൊക്കെ ക്രൈറ്റീരിയ എല്ലാം ഇതൊക്കെ എഴുതി വെച്ചോട്ടാ. ഇങ്ങനത്തെ സാധനമൊക്കെ എഴുതി വെച്ചോ. ഇതിന് ക്രൈറ്റീരിയ എന്താണ്? എ ബോഡി മൂവിങ് അണ്ടർ യൂണിഫോം ആക്സിലറേഷൻ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ്. ഓക്കെ, എ ബോഡി മൂവിങ് അണ്ടർ യൂണിഫോം ആക്സിലറേഷൻ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്നുള്ള ഈ ഒരു സിനാരിയോയിൽ ഉണ്ടാകുന്ന ഇക്വേഷൻസ് ആണ് ഇതൊക്കെ. 1:4 9:2 ഇങ്ങനത്തെ ഒരു സാധനം. ഓക്കെ, അപ്പം ഓരോ റേഷ്യോസ് ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പം ഒരു ക്ലാസിക്കൽ എക്സാമ്പിളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഒരു ടവർ. ഓക്കെ, ഒരു ടവറിൽ നിന്ന് ഞാനൊരു ബോഡി ഡ്രോപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഒരു ബോഡി ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇടാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ
ഓക്കെ, ബോഡി ഇടാൻ പോകണം. അപ്പോൾ എന്നോട് ഒരാൾ ചോദിക്കുകയാണ്, മോനെ 1 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം എത്ര? കാരണം ഞാൻ ബോഡി ഡ്രോപ്പ് ചെയ്യാൻ പോകണം അല്ലേ. അപ്പോൾ ബോഡി ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? 0 എന്ന് വെച്ചാൽ ബോഡി ഈസ് സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ്. ഇവിടെ ആക്ട് ചെയ്യുന്ന ആക്സലേഷൻ എന്താണ്? ആക്സലേഷൻ എന്താണ്? ഇറ്റ് ഈസ് ഓൾവേസ് ആക്ഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g. അപ്പോൾ എന്താണ്? എപ്പോഴും യൂണിഫോം ആക്സലേഷൻ ആണ്. അപ്പോൾ നമ്മളെ ക്രൈറ്റീരിയ ബോഡി ഈസ് മൂവിങ് അണ്ടർ എന്താണ്? യൂണിഫോം ആക്സലേഷൻ. ഈ കേസിൽ g സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണിത്. ഓക്കെ, അപ്പോൾ എന്നോട് ഒരാൾ ചോദിക്കുകയാണ്, മോനെ 1 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം എത്ര? അപ്പോൾ ഞാൻ പറയുകയാണ് അതൊരു x1 ആണ് എന്ന് പറയുകയാണ്. പിന്നെ എന്നോട് ചോദിക്കുകയാണ് ടോട്ടൽ 2 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം എത്ര? അപ്പോൾ ഞാൻ പറയുകയാണ് x2 ആണ്. ടോട്ടൽ 3 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം എത്ര? അപ്പോൾ ഞാൻ പറയും x3 ആണ്. ടോട്ടൽ 4 സെക്കൻഡ്, ടോട്ടൽ 4 എന്ന മൊത്തം തുടക്കം നിന്ന് അവസാനം ടോട്ടൽ 4 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം എത്ര? x4 ആണ്. ഇവർ തമ്മിലുള്ള റേഷ്യോ ആണ് ഈ ഫസ്റ്റത്തെ സാധനം. x1 is to x2 is to x3 is to x4. So total distance covered in what? Successive total time. Total distance. വീണ്ടും ഞാൻ പറഞ്ഞ ടോട്ടൽ അത്ര സെഷൻ. ടോട്ടൽ 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 ടോട്ടൽ. ഓക്കെ, ഇനി അടുത്ത സിനാരിയോ സെയിം സിനാരിയോ. ഓക്കെ, ഒരു ടവർ ഉണ്ട്. ഇവിടെ ഇതൊക്കെ പറഞ്ഞ് കുറച്ച് ടൈം എടുക്കും. ഞാൻ ഈ ചെറിയ ടൈമിൽ പറയാൻ നോക്കുന്ന ചെറിയൊരു ഗ്യാപ്പ് വരുന്ന കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ചിലപ്പോൾ വന്നേക്കാം. പക്ഷേ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ വീണ്ടും ഞാൻ ബോഡി ഡ്രോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ് ഒരാൾ, ഫസ്റ്റത്തെ സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം എത്ര? ഫസ്റ്റ് സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം എത്ര? അപ്പോൾ ഞാൻ പറയും x1. അടുത്ത സെക്കൻഡിൽ, ഫസ്റ്റ് സെക്കൻഡല്ല 1 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം എത്ര? അപ്പോൾ എന്നോട് അടുത്ത 1 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം എത്ര? x2. അടുത്ത 1 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം എത്ര? x3. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഈ ഡിസ്റ്റൻസ് ഉണ്ടോ? ഈ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് മാത്രം, ഈ ഒരു ഡിസ്റ്റൻസ് മാത്രം. അപ്പോൾ സക്സസീവ് ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ടൈം, സക്സസീവ് കോൺസിക്യൂട്ടീവ് ഈക്വൽ ടൈം ഇൻ്റർവൽ. ഒന്നിനും പറയാം what it is the ratio of odd. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന രണ്ടാമത്തേത് ratio of odd numbers അല്ലെങ്കിൽ ഗലീലിയോസ് റേഷ്യോ is actually the distance covered in what? Consecutive equal time interval. So x1, ഈ x1 is to x2 is to x3 ആണ്. 1 is to 3 is to 5 എന്നുള്ളത്. ഈ ഡിസ്റ്റൻസ് കണ്ട, ഈ ഒരു ഡിസ്റ്റൻസ്, ഇതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് മാത്രം, നേരത്തെ എന്തായിരുന്നടാ? നേരത്തെ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. തുടക്കം മുതൽ അവസാനം വരെ എന്നുള്ളതായിരുന്നു. അപ്പം റേഷ്യോ എന്തായാലും 1:4:9:16 എന്നാണ്. പക്ഷേ ഈ കേസിൽ എന്താണ്? 1:3:5:7:9 എന്നാണ്. ഓക്കെ, ഇനി അടുത്ത, ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന അടുത്ത സാധനം പലവർക്കും അറിയാത്തൊരു സാധനമാണ്. വീണ്ടും സെയിം സെനാരിയോ. ഒരു ബോഡീനെ ഞാൻ വീണ്ടും ഡ്രോപ്പ് ചെയ്യുന്നു. ഇനീഷ്യൽ വെലോസിറ്റി 0, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g, യൂണിഫോം ആക്സലേഷൻ ആണ്. ഒരു ബോഡി ഞാൻ ഡ്രോപ്പ് ചെയ്യുന്നു. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ് 1 മീറ്റർ സഞ്ചരിക്കാനുള്ള ദൂരം എത്ര? 1 മീറ്റർ സഞ്ചരിക്കാനുള്ള ടൈം എത്ര? അടുത്ത 1 മീറ്റർ സഞ്ചരിക്കാനുള്ള ടൈം എത്ര? അടുത്ത 1 മീറ്റർ സഞ്ചരിക്കാനുള്ള ടൈം എത്ര? ഇതിൻ്റെ ടൈമിൻ്റെ റേഷ്യോ ആണ് പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. 1:, നെക്സ്റ്റ് നമ്പർ √2 - 1:, എന്ന് വെച്ചാൽ √1 √3 - √2 √4 - √3 √5 - √4 അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ ഈക്വൽ ഡിസ്റ്റൻസ് അല്ലേ, ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എടുക്കുന്ന ടൈമിൻ്റെ റേഷ്യോ ആണ് 1 മീറ്റർ അല്ലെങ്കിൽ 5 മീറ്റർ 5 മീറ്റർ 10 മീറ്റർ 10 മീറ്റർ 10 മീറ്റർ അങ്ങനെ ഈക്വൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എടുക്കുന്ന ടൈമിൻ്റെ റേഷ്യോ ആണ്. ഓക്കെ, ഈ ടൈം എത്ര? ഇവിടെ മുതലുള്ള ടൈം എത്ര? ഇവിടെ എത്താനുള്ള ഈ ടൈം എത്ര എന്നുള്ള റേഷ്യോ ആണ്. മനസ്സിലായടാ? ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. കുറച്ചുകൂടി മനസ്സിലാവും. ഞാൻ ഈ ക്വസ്റ്റ്യനിലോട്ട് അത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്ക്, എ പാർട്ടിക്കിൾ സ്റ്റാർട്ട്സ് ഇറ്റ്സ് മോഷൻ ഫ്രം റെസ്റ്റ് അണ്ടർ ദി ആക്ഷൻ ഓഫ് എ കോൺസ്റ്റൻറ്റ് ഫോഴ്സ്. അപ്പം റെസ്റ്റിൽ നിന്നാണ് ബോഡി തന്നത്. അപ്പോൾ യു എന്ന് പറഞ്ഞ സാധനം 0 ആണ്. അണ്ടർ ദി ആക്ഷൻ ഓഫ് എ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിഫോം അല്ലെ, കോൺസ്റ്റൻറ്റ് ആക്സലറേഷൻ ആണ്. സോ യൂണിഫോം ആക്സലറേഷൻ ആണ്, കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്കൊരു ആക്സലറേഷൻ ഉണ്ട്. ഇഫ് ദ ഡിസ്റ്റൻസ് കവർഡ് ഇൻ ഫസ്റ്റ് 10 seconds is s1 and that covered in the first 20 seconds is s2, then the relation is എന്ന് വെച്ചാൽ നമ്മൾ ചോദിക്കുകയാണ് ഞാൻ ഇതേ സിനാരിയോയുടെ സാധനം ഇടുകയാണ്.
ഒരു ബോഡി സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് മൂവിങ് അണ്ടർ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് എന്ന് വെച്ചാൽ ഞാൻ ഒരു ബോഡിനെ ഡ്രോപ്പ് ചെയ്യുന്നതിൻ്റെ ഇമാജിൻ ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുന്നു അല്ലേ, ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ് ഫസ്റ്റ് 10 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം S1 ആണെങ്കിൽ ഫസ്റ്റ് 20 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം S2 ആണെങ്കിൽ ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് മോനെ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ എങ്ങോട്ട് കൊണ്ടുവരികയാണ്, ഞാൻ ഈ സാധനത്തോട് കൊണ്ടുവരികയാണ്. നോക്കുക, ഫസ്റ്റ് ഒരു ടോട്ടൽ ഒരു സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം, ടോട്ടൽ 2 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം, ടോട്ടൽ 3 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം. അപ്പോൾ ഇവർ നമ്മൾ റേഷ്യോ എന്താണ് 1:4:9 എന്നാണ്. അപ്പോൾ ഞാൻ അതിവിടെ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യുമ്പോൾ S1:S2 എന്ന് പറയുന്നത് 1:4 എന്നാണ്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സ്നേഹത്തോടെ എഴുതും S1/S2 = 1/4 അല്ലെങ്കിൽ S2 = 4S1. എൻ്റെ ആൻസർ വെറും 5 സെക്കൻഡോട് എനിക്ക് കിട്ടുന്നു. മറിച്ച് ഇത് കൺവെൻഷനായി ഇതേ സെയിം സാധനം കൺവെൻഷനായിട്ട് ചെയ്യാം. എങ്ങനെ കൺവെൻഷനായി ചെയ്യാം? ഇതൊന്നും അറിയാത്ത ഈ റേഷ്യോസ് ഒന്നും അറിയാത്തൊരു കുട്ടി എങ്ങനെ സോൾവ് ചെയ്യുക? ആ കുട്ടിക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റും. എങ്ങനെ സോൾവ് ചെയ്യുക? വീണ്ടും എന്ത് ചെയ്യാണ്, ഞാനൊരു ബോഡിയെ ഡ്രോപ്പ് ചെയ്യുന്നു. ഓക്കെ, ഒരു ബോഡിയെ ഡ്രോപ്പ് ചെയ്യുന്നു, ഇനീഷ്യൽ വെലോസിറ്റി 0. ഓക്കെ, ഒരു ബോഡിയെ ഡ്രോപ്പ് എന്നോട് പറയാണ് 10 സെക്കൻഡ് കൊണ്ട് അത് സഞ്ചരിച്ച ദൂരം S1 ആണ്. ഓക്കെ, 20 സെക്കൻഡ് കൊണ്ട് അത് സഞ്ചരിച്ച ദൂരം S2 ആണ് എന്നോട് പറയാണ്. അപ്പോൾ ഞാൻ എഴുതുന്നത് ഈ ഒരു സിനാരിയോ ഞാൻ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിനാരിയോ മാത്രം എടുക്കുമ്പോൾ എന്താണ്, ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, ആക്സലറേഷൻ സ്നേഹത്തോടെ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി G ആണ്. ഓക്കെ, എന്ന് പറയുന്നത് S1 ആണ് ദ ഡിസ്റ്റൻസ് കവേർഡ്, ടൈം 10 സെക്കൻഡ്സ് ആണ്. അപ്പോൾ ഞാൻ ഇതിന് ഫോർമുല എന്തായിരിക്കട്ടെ, S ഉണ്ട്, U ഉണ്ട്, T ഉണ്ട്, A ഉണ്ട്. ഏതാ ഇക്വേഷൻ? S = ut + ½ AT². അപ്പോൾ ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത് സംഭവിക്കും S1 = U എന്ന് പറഞ്ഞാൽ എത്രയാണ് 0 + ½ × G എന്ന് വെച്ചാൽ G/2, T എത്രയാ 10² എന്ന് വെച്ചാൽ S1 = G/2 × 100 അല്ലെങ്കിൽ S1 = 50G. ഓക്കെ, S1 = 50G. ഞാൻ അടുത്ത സിനാരിയോ എടുക്കുകയാണ്. അടുത്ത സിനാരിയോ എന്തെൻ്റെ മൊത്തത്തിൽ വീണ്ടും ടൈം 20 ആണ്. മൊത്തത്തിലെ ഞാൻ ഈ തുടക്കം മുതൽ ഈ അവസാനം വരെ എടുത്ത ടൈം എത്ര 20 സെക്കൻഡ് ആണ്. മൊത്തം ഡിസ്റ്റൻസ് എത്ര S2 ആണ്. അപ്പോൾ വീണ്ടും ഞാൻ എഴുതുന്നു, വീണ്ടും വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി = 0, ആക്സലറേഷൻ = G, മൈ ഡിസ്റ്റൻസ് ഈസ് S2, മൈ ടൈം = 20 സെക്കൻഡ്. അപ്പോൾ ഞാൻ ആ ഫോർമാറ്റ് ചെയ്തുമ്പോൾ എന്ത് സംഭവിക്കും? S = ut + ½ AT², S = ut + ½ AT² എന്നുള്ള ഫോർമുല ഇത് അപ്ലൈ ചെയ്യുമ്പോൾ സംഭവിക്കും S2 = 0 + ½ × A എന്ന് പറഞ്ഞാൽ എത്രയാണ് G, T എന്ന് പറഞ്ഞാൽ എത്രയാണ് 20 the whole square. അപ്പോൾ S2 = G/2 × 400. 402 എത്ര ടൈംസ് കിട്ടും? 200 ടൈംസ് കിട്ടും. അപ്പോൾ S2 എത്ര ഇടാ 200G എന്ന് കിട്ടി. S1 എന്ന് പറഞ്ഞാൽ എത്ര ഇടാ 50G. ഇത് രണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ S1 / S2 = 50G / 200G. G വെട്ടി 50ൻ്റെ ഒരു 0 വെട്ടി 520 എത്ര ടൈംസ് 4 ടൈംസ്. ഇതിന് അങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ സംഭവിക്കൂടാ S2 = 4S1. കണ്ട എത്ര സമയം എടുത്ത് ഇത് ഞാൻ എത്ര വട്ടം അവിടെ ചെയ്തേ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ടോട്ടൽ ടൈം നോക്ക്, A പോയിന്റിൽ നിന്ന് B പോയിന്റിലോട്ട് 10 സെക്കൻഡ്സ് എടുത്തു. ഇവർ തമ്മിൽ ഡിസ്റ്റൻസ് S1 ആണ്. ഓക്കെ, ഇനി വീണ്ടും ഞാൻ തുടക്കം മുതൽ അവസാനം വീണ്ടും A പോയിന്റ് ഞാൻ തുടങ്ങുന്നത്, B പോയിന്റിൽ നിന്നല്ല, വീണ്ടും A പോയിന്റിൽ നിന്ന് മറിച്ച് ഒരു C പോയിന്റിൽ എത്തുന്നു. ടോട്ടൽ എടുക്കുന്നത് 20 സെക്കൻഡ്സ്. ഇനി അടുത്തത് ഒരു 30 സെക്കൻഡ്സ്, അടുത്തത് ഒരു 40 സെക്കൻഡ്സ് അല്ലേ. ഈക്വൽ ടൈം ഇൻ്റർവെലാണ്. 10 എക്സ്ട്രാ കൂട്ടണം. അപ്പോൾ അവർ നമ്മൾ റേഷ്യോ എന്തായിരിക്കും 1:4:9:16 അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഒന്ന് സ്ലോ ആക്കി വീണ്ടും കാര്യം പറഞ്ഞാൽ നമുക്ക് ഇനിയുള്ള ഫർദർ ക്വസ്റ്റിനോട്ട് പോകണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമുക്ക് സൂം സെഷനൊക്കെ ആണെങ്കിൽ നമുക്ക് പിള്ളേർ സംസാരിക്കാൻ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നമുക്കൊരു ഇൻട്രാക്റ്റീവായിട്ട് തോന്നും. ഇത് നിങ്ങൾ അവിടെ നിൽക്കുമ്പോൾ എനിക്ക് യാതൊരു കണക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഓക്കെ, സ്പീഡാക്കാണേ. നോക്ക്, അപ്പം ആ റേഷ്യോ ഭയങ്കര ഉപകാരപ്പെടും. അപ്പോൾ ഇതേപോലത്തെ വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഞാൻ നിങ്ങൾക്ക് വേറെ ക്വസ്റ്റ്യൻ എഴുതി തരാം. ഓക്കെ, എ പാർട്ടിക്കിൾ starting from rest and moving under uniform acceleration covers x distance in first second and y distance in second, which is true. First one, x is equal to 5y. Second one, x is equal to y is equal to 5x, y is equal to 4x, y is equal to 3x. Fourth one, y is equal to 15x. What is your answer? ഓക്കെ, ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടാൻ പോകണേ. അപ്പം കുറച്ച് സ്പീഡ് കൂട്ടി ഞാൻ കാര്യങ്ങൾ ഹെൽപ്പ്. ആൻസർ എന്താണ്? ആൻസർ ഈസ് സി അല്ലേ? ആൻസർ സി. എന്താണ് നമ്മൾ ക്വസ്റ്റ്യൻ വീണ്ടും സെയിം കൺസെപ്റ്റ് അല്ലേ? ഫസ്റ്റ് സെക്കൻഡിൽ എക്സ് ഡിസ്റ്റൻസ് ആണ്, നെക്സ്റ്റ് സെക്കൻഡിൽ വൈ ഡിസ്റ്റൻസ് ആണ് അല്ലേ? ഇതാണ് സാധനം കണ്ട, ഫസ്റ്റ് സെക്കൻഡ് നെക്സ്റ്റ് സെക്കൻഡ്. അപ്പോൾ റേഷ്യോ എന്താ? 1:3 ആണ്. അപ്പോൾ എക്സ് ബൈ വൈ എന്ന് പറഞ്ഞത് 1/3 ആണ്. 3x is equal to y എന്നുള്ളതാണ് ഉത്തരം അല്ലേ? ഇതേ സെയിം സാധനം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വീണ്ടും ഫോർമുലയൊക്കെ വെച്ച് കൺവെൻഷൻ ചെയ്യാം, പക്ഷേ ഒരുപാട് സമയം എടുക്കും. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ ആൻസർ എന്താണ്? ആൻസർ ഈസ് ബി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. A boy standing at the top of a tower, 20 meter height, drops a stone. Assuming g is equal to 10 meter per second square, the velocity with which it hits the ground is. അല്ലേ, ഒരു ടവർ ഉണ്ട്, അതിൻ്റെ ഹൈറ്റ് എത്രയാടാ? 20 മീറ്റർ. ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു സ്റ്റോണിനെ ഡ്രോപ്പ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ താഴത്ത് നമ്മൾ വെലോസിറ്റി എന്ത്? അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0, ടോട്ടൽ ഡിസ്റ്റൻസ് എസ്. ഇവിടുത്തെ വെലോസിറ്റി എന്ത് എന്നുള്ളതാണ് ചോദ്യം. എനിക്കറിയാം ഇവിടുത്തെ ആക്സലറേഷൻ എന്ത്? 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നിട്ടുണ്ട്. വി ഉണ്ട്, യു ഉണ്ട്, എസ് ഉണ്ട്, എ ഉണ്ട്. ഇക്വേഷൻ എന്താ? വി സ്ക്വയർ ഇസ് ഇക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഈ വി സ്ക്വയർ ആണ് നമുക്ക് വേണ്ടത്. യു എന്താണ്? 0 ആണ്. പ്ലസ് 2 ഇൻറ്റു ആക്സലറേഷൻ എന്താണ്? ആക്സലറേഷൻ ടു ഗ്രാവിറ്റി വിച്ച് ഇസ് 10 ആണ്. എസ് എന്താ? ഡിസ്റ്റൻസ് ആണ് വിച്ച് ഇസ് 20. അപ്പോൾ വി സ്ക്വയർ ഇസ് ഇക്വൽ ടു എന്ത് സംഭവിക്കടാ? 400, അല്ലെങ്കിൽ വി ഇസ് ഇക്വൽ ടു √400 വിച്ച് ഇസ് 20 മീറ്റർ പെർ സെക്കൻഡ്. യുവർ ആൻസർ ഇസ് ബി. കണ്ടോ, ഇത് സിമ്പിൾ. 2011 ചോദിച്ചിട്ടുള്ള പ്രീവിയസ് നീറ്റ് ക്വസ്റ്റ്യൻ ആണ്. കണ്ടോ, ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുള്ള ഫോർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇതൊക്കെ ഗ്രാഫ് ജസ്റ്റ് ഇതൊക്കെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ ചോദിക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഫോർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഷോൺ ഇൻ ദ ഫിഗർ ബിലോ. For the velocity time graph shown in the figure below, the distance covered by the body in the last 2 seconds of its motion is what fraction of the total distance covered by it? എന്ന് വെച്ചാൽ ഈ ഡിസ്റ്റൻസ് അല്ലേ, വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ എന്താ? ഡിസ്റ്റൻസ് ആണ്. എന്നുവെച്ചാൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ടോട്ടൽ ഡിസ്റ്റൻസിൻ്റെ എത്ര ഫ്രാക്ഷൻ ആയിട്ട് വരും? അപ്പോൾ ഞാൻ ഈ ഡിസ്റ്റൻസിൻ്റെ ഇവിടുത്തെ ഏരിയ കണ്ടുപിടിക്കുന്നു. ഈ ബേസ് എത്രയാ? 2. ഹൈറ്റ് എത്രയാ? 10. അപ്പോൾ 1/2 × 2 × 10 വെട്ടിപ്പോയി. അപ്പോൾ ഇതിൻ്റെ ഏരിയ എത്രയാ? 10. ഇതിൻ്റെ ഏരിയ എത്രയാ? വീണ്ടും 2, 10. അപ്പം 1/2 × 2 × 10. അപ്പോൾ ഇതിൻ്റെ ഏരിയ എത്രയാ? 10. അപ്പോൾ ഇത് 10, ഈ മച്ചാന് 10, ഇത് എത്രയാ? ബേസ് 2, ലെങ്ത് എത്രയാ? 10. അപ്പോൾ ഇത് 20. അപ്പോൾ ടോട്ടൽ ലെങ്ത് എത്രയാ? 10 പ്ലസ് ടോട്ടൽ ലെങ്ത് എത്രയാ? 20 + 10 + 10. ഈ ഇതിൻ്റെ ഏരിയ എത്രയാ? 10. ദാറ്റ് ഈസ് ഇക്വൽ ടു 10 divided by 20 + 10 + 10 which is 40. വെട്ടിപ്പോയി. അപ്പോൾ 1/4 is your answer, option B. ഓക്കെ, കിട്ടുന്നില്ലേ? എന്നെ കിട്ടുന്നില്ലേ? ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? സിമ്പിൾ മാത്തമാറ്റിക്സ്. ഏരിയ കണ്ടുപിടിച്ചു, ടോട്ടലിൽ നിന്ന് ഡിവൈഡ് ചെയ്തു അല്ലേ? നമ്മൾ ചോദിച്ചെന്താണ്? വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് കവർഡ് ബൈ ഇറ്റ് ഇൻ ഓൾ സെക്കൻഡ്സ് അല്ലേ? ലാസ്റ്റ് 2 സെക്കൻഡിൽ കവർ ചെയ്തത് ഈ ഡിസ്റ്റൻസ് ഈ മൊത്തത്തിൽ എത്ര? അപ്പോൾ ഈ ഡിസ്റ്റൻസ് 10 ആണ്. 10 divided by ടോട്ടൽ 10 divided by 40 ചെയ്യുമ്പോൾ 1/4. ഓക്കെ, ഇതാ എ കാർ ഇസ് മൂവിങ് ഓൺ എ സ്ട്രേറ്റ് ഹൊറിസോണ്ടൽ റോഡ് വിത്ത് എ സ്പീഡ് v. When the brakes are applied to give a constant retardation, the car is stopped in the shortest distance s. If the car was moving on the same road with speed 3v and the same retardation a, the shortest distance in which the car is stopped will be. അപ്പോൾ നമ്മുടെ എന്താ പറഞ്ഞിട്ടുള്ള? നമുക്ക് ഒരു കാർ ഉണ്ട്,
ഓക്കെ, ആ കാർ വി വെലോസിറ്റി അല്ലെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി വി ആയിരുന്നു. ഓക്കെ, ഇനീഷ്യൽ വെലോസിറ്റി വി ആയിരുന്നു. ജസ്റ്റ് വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന വെച്ചാൽ ഞാൻ വെറുതെ അതിനെ യു എന്ന് വിളിക്കുകയാണ്. ഇനീഷ്യൽ വെലോസിറ്റി യു ആയിരുന്നു. ഓക്കെ, അതൊരു എസ് ദൂരം സഞ്ചരിച്ചതിന് ശേഷം ആ കാർ നിൽക്കുകയാണ് അല്ലേ. എസ് ദൂരം സഞ്ചരിച്ച ശേഷം ആ കാർ നിൽക്കുകയാണ് വെച്ചാൽ ഫൈനൽ വെലോസിറ്റി വി എന്ന് പറഞ്ഞാൽ എന്താടാ 0 ആണ് അല്ലേ. ഇതിലെന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? ഒരു റിട്ടാർഡേഷൻ എ ആക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലെന്തുണ്ട്? എനിക്ക് വി ഉണ്ട്, യു ഉണ്ട്, എസ് ഉണ്ട്, എ ഉണ്ട്. ഇക്വേഷൻ എന്താണ്? അപ്പോൾ ഞാൻ എഴുതുന്നു വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇതിനൊക്കെ ഞാൻ എ, ഈ എന് A1 എന്ന് വിളിച്ചു, ഇതിനെ S1 എന്ന് വിളിച്ചു, ഇതിനെ U1 എന്ന് വിളിച്ചു. ഇതിവിടെ അപ്ലൈ ചെയ്യുമ്പം ഫൈനൽ വെലോസിറ്റി വി എന്താണ്? 0 ആണ്. അപ്പോൾ 0 ഈസ് ഈക്വൽ ടു U1 സ്ക്വയർ പ്ലസ് ആണോ? അല്ല, ഇത് ഇങ്ങോട്ടാണ്, ഇത് ഇങ്ങോട്ടാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പം ഇതെന്താണ്? -A1 ആണ് അല്ലേ. ഇവിടെ എന്ത് വരും? ഇവിടെ -2A1 ഇൻറ്റു S1 അല്ലേ. അല്ലെങ്കിൽ -V1 സ്ക്വയർ ഇസ് ഇക്വൽ ടു -2A1 S1 അല്ലെങ്കിൽ U1 സ്ക്വയർ ഇസ് ഇക്വൽ ടു 2A1 S1. ഇതാണ് നമുക്ക് ഫസ്റ്റ് കേസിൽ നിന്ന് കിട്ടിയ ഡാറ്റ. ഓക്കെ, ഇനി അടുത്ത സിനാരിയോ എന്താടാ? സെയിം കാർ അല്ലേ, സെയിം കാർ ഇപ്പം എന്ത് സ്പീഡിൽ പോവുകയാണ്? ഒരു 3U സ്പീഡിൽ പോകുന്നത്. നേരത്തെ U1 സ്പീഡ് ഇവിടെ എന്തായി? 3U1 ആയി. ഓക്കെ, സെയിം റിട്ടാർഡേഷൻ അല്ലേ, സെയിം A1 റിട്ടാർഡേഷനിലാണ് പോകുന്നത്. അപ്പം എത്ര ഡിസ്റ്റൻസ് S2 സഞ്ചരിച്ചാലാണ് ഈ കാർ നിൽക്കുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ സെയിം ഇക്വേഷൻ വി സ്ക്വയർ ഇസ്ക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2s ഞാൻ വീണ്ടും കൊടുക്കുകയാണ്. നിൽക്കുകയാണ് അല്ലേ. വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി 0 ആണ്. അപ്പോൾ 0 ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി എത്രയാടാ? 3U1 സ്ക്വയർ അല്ലേ, 3U1 സ്ക്വയർ മൈനസ് അല്ലേ, ഓപ്പോസിറ്റ് ആക്ഷൻ -2 ഇൻറ്റു വീണ്ടും സെയിം A1 ഇൻറ്റു S2. ഈ S2 എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഞാൻ സിമ്പിൾ മാത്തമാറ്റിക്സ് ചെയ്യുന്നതും ഇതിന് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു, സ്ക്വയർ ചെയ്യുന്നു. 9U1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 2A1 S2. ഓക്കെ, അപ്പോൾ U1 സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം എന്താടാ? ഈ ഇക്വേഷൻ U1 സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം നമുക്ക് എപ്പോഴും രണ്ട് സിനാരി തരുമ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, ഒരു സിനാരിയിൽ എന്തോ ഒരു ഡാറ്റ ഒളിച്ചെടുക്കുന്നുണ്ട്. ആ ഡാറ്റ ഞാൻ രണ്ടാമത്തെ സിനാരി കൊണ്ടിട്ടാൽ മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഡാറ്റ ഈ കേസ് എന്താണ്? ഈ ഒരു ഡാറ്റയാണ് ഞാൻ ഇവിടെ കൊണ്ടിട്ട് കൊടുക്കുന്നു. അപ്പോൾ U1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2A1 S1 എന്നാണ്. ഇതിവിടെ കൊണ്ടിട്ട് കൊടുക്കുന്നു. അപ്പോൾ 9 ഇൻറ്റു U1 സ്ക്വയർ എത്രടാ? 2A1 S1 ഈസ് ഇക്വൽ ടു 2A1 S2. 2A1 വെട്ടി. അപ്പം 9S1 ഈസ് ഇക്വൽ ടു S2. മൈ ആൻസർ ഈസ് 9S അല്ലേ. ഇവിടെ S1 വരെ S എന്നാണ് വിളിച്ചത്. യുവർ ആൻസർ ഈസ് 9S. ഇത് സിമ്പിൾ, ഇതാണ് കൺവെൻഷണൽ മെത്തേഡ്. സിമ്പിളായിട്ടൊരു ഫോർമുല ഉണ്ട്. ദ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഏതെടുത്തോ? പലർക്കും അറിയുന്നു. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്ക്വയർ ഓഫ് ദി ഇനീഷ്യൽ വെലോസിറ്റി. സ്ക്വയർ ഓഫ് ദി ഇനീഷ്യൽ വെലോസിറ്റി. ഇതിൻ്റെ ഡെറിവേഷൻ ഒന്നും കാണിച്ചാൽ നമുക്ക് നേരെയില്ല. സ്ക്വയർ ഓഫ് ദി ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു റിട്ടാർഡേഷൻ. ഓക്കെ, ഈ സാധനം സിമ്പിൾ അപ്ലൈ ചെയ്ത് നമുക്ക് ഈ ഉത്തരം കിട്ടും. ഇപ്പോൾ ഫസ്റ്റ് S ഇസ് ഇക്വൽ ടു സ്ക്വയർ ഉണ്ട്, സ്ക്വയർ U സ്ക്വയർ ബൈ എന്താണ് 2A എന്നുള്ളതാണ്. അതാണ് ഫസ്റ്റ് സിനാരിയോ. ഓക്കെ, സെക്കൻഡ് സിനാരിയോ S ഡാഷ് ഇസ് ഇക്വൽ ടു 3U ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ വീണ്ടും 2A എന്നാണ്. ഇത് രണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം സംഭവിക്കുന്നു S ഡിവൈഡഡ് ബൈ S1 is equal to എന്ത് സംഭവിക്കുന്നതാണ്? 1/9 എന്ന് വരുന്നു. അല്ലെങ്കിൽ 9 is equal to S ഡാഷ് എന്നാണ്. S ഡാഷ് അവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? 9S is equal to S ഡാഷ്. സിമ്പിൾ ഇക്വേഷൻ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ. അവിടെ ഈ ക്വസ്റ്റ്യൻ ചെയ്യണോ? ഇനി ഈ ക്വസ്റ്റ്യനൊക്കെ ചെയ്യണോ? അവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്ന ഇപ്പോൾ പറയും. ഞാൻ കുറച്ചുകൂടി എന്താ പറയുക, ഒരു ശാന്തപ്പെട്ട് പറയാം. ഇവിടെ ഇതെന്താ പ്രശ്നം അറിയോ? നമ്മൾ എന്ത് വന്നിട്ടില്ല. എനിക്ക് നിങ്ങളുടെ ലെവൽ എന്താണെന്ന് അറിയില്ല, നിങ്ങളുടെ ഓഡിയൻസ് എന്താണെന്ന് അറിയില്ല. അപ്പോൾ എനിക്ക് എൻ്റെ സ്പീഡ് എത്രത്തോളം കൂട്ടണമെന്ന് കുറയ്ക്കണം ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ നമുക്ക് സാധാ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ക്ലാസ് ആണെങ്കിൽ നമുക്ക് കുറച്ച് ഞാൻ മനസ്സിലാവും പിള്ളേരുടെ പേസ് എന്താണ്. നമുക്ക് ഇതിവിടെ എന്താണ് പ്രശ്നം, അത് മനസ്സിലാക്കുന്ന ടൈമും ഇല്ലാത്തതുള്ള ഒരു ചെറിയൊരു കൺഫ്യൂഷനാണ് വരുന്നത്. എൻ്റെ ഒരു വെപ്രാളം ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമ്മളെന്താ ചോദിച്ചത്? ഗിവൺ VT ഗ്രാഫ് ദി ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദി ബോഡി ഇൻ 5 സെക്കൻഡ്സ് അല്ലെ. VT ഗ്രാഫാണ്. VT ഗ്രാഫ് നമ്മൾ എന്താ ചോദിച്ചിട്ടുള്ളത്? ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് കൾമിനേഷൻ. എപ്പോഴും നമ്മൾ ആഡ് ചെയ്യണം, സബ്ട്രാക്ഷൻ സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ ഏരിയ എടുക്കുക, 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 എല്ലാം ആഡ് ചെയ്യുക. 1 + 2 + 3 + 4 + 5 ദിസ് ഈസ് യുവർ ഡിസ്റ്റൻസ്. മറിച്ച് ഈ ക്വസ്റ്റ്യൻ നിങ്ങളോട് എന്ത് ചോദിക്കാനടാ? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഏരിയ 1 2 3 4 5
ഓക്കെ, ഡിസ്റ്റൻസ് ചോദിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക? 1 + 2 + 3 + 4 + 5 അല്ലേ, സിംപ്ലി ആഡ് ചെയ്യുക. ഡിസ്റ്റൻസ് നമ്മൾ എന്ത് ഡയറക്ഷൻ മാനിക്കേ വേണ്ട. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് കേൾക്കുകയാണെങ്കിൽ 1 + 2 + 3 + 4 + 5. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് കേൾക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണടാ? 1 + 2 + 3 + 4 അല്ലേ. ഈ 5 എന്ന് പറയുന്ന സാധനം എന്താണ്? നെഗറ്റീവ് ആക്സിസ് ആണ്, നെഗറ്റീവ് വെലോസിറ്റി, ഓപ്പോസിറ്റ് ഡയറക്ഷൻ കൊണ്ട് സഞ്ചരിച്ചു എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ള സാധനം നമ്മൾ എന്ത് ചെയ്യണം? -5 ആയിരിക്കും അല്ലേ. ബേസിക്സ് ആണ് നിങ്ങൾക്ക് അറിയില്ലേ? ബേസിക്സ് ആണ് നിങ്ങൾക്ക് അറിയില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കുറച്ചൊന്ന് നല്ല നല്ല ക്വസ്റ്റിനോട് കാര്യങ്ങൾ പോവാം. ഓക്കെ, ഓക്കെ, ഇതാ ഈ ക്വസ്റ്റ്യൻ നമുക്ക് അവസാനം, ഈ പാഠം അവസാനിക്ക് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. നല്ലൊരു ക്വസ്റ്റ്യനാണ് ഈ ക്വസ്റ്റ്യൻ, നമുക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് സെഷൻ ടൈമായി. ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനോട് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഈ സെഷൻ എടുത്ത് അടുത്ത പാഠത്തിലോട്ട് പോകാം. ഓക്കെ, എ ബോൾ ഈസ് ഡ്രോപ്ഡ്. നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്, വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ മറ്റേത് തന്നെയാണ്, നമുക്കത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയടാ. എ സ്റ്റോൺ ഫോൾസ് ഫ്രീലി അണ്ടർ ഗ്രാവിറ്റി. ഇറ്റ് കവേഴ്സ് h1 ഡിസ്റ്റൻസ്, h2 ഡിസ്റ്റൻസ്, ദ ഫസ്റ്റ് 5 സെക്കൻഡ്സ്, നെക്സ്റ്റ് 5 സെക്കൻഡ്, നെക്സ്റ്റ് 5 സെക്കൻഡ് അല്ലേ. ഒരു ബോഡിയെ ഡ്രോപ്പ് ചെയ്യുന്നു, ഇതാണ് ഫസ്റ്റ് 5 സെക്കൻഡ്, നെക്സ്റ്റ് 5 സെക്കൻഡ്, നെക്സ്റ്റ് 5 സെക്കൻഡ്, ഇത് h1, ഇത് h2, ഇത് h3. ഇത് നമ്മൾ റിലേഷൻ എന്താവും? 1 3 5 അല്ലേ. അപ്പോൾ h1/h2 എന്ന് പറഞ്ഞാൽ 1:3 ആയിരിക്കും. അപ്പോൾ 3h1 = h2 ആയിരിക്കും അല്ലേ. 3h1 = h2 ആയിരിക്കും. അതേമാതിരി ഇവർ നമ്മൾ റിലേഷൻ എന്താ? h3 h2 നമ്മൾ വ്യത്യാസം എന്താ? h2/h3 = അല്ലെങ്കിൽ ഇവിടുത്തെ റിലേഷൻ എന്താണ്? h1/h2 = 1/3 അല്ലേ. 1/3 അല്ലെങ്കിൽ 3h1 = h2. 3h1 = h2. ഇനി അടുത്തത് h3 h2 തമ്മിലുള്ള ബന്ധം. അവിടെ എന്താ, ഇതിലെന്താ എന്തൊരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഓക്കെ, ഒന്നുമില്ല, സോറി. അപ്പോൾ ഒന്നുകൂടി ആയതാണ് h1/h2 = 1/3 അല്ലെങ്കിൽ h1 = h2/3 എന്നാണ്. ഇനി വീണ്ടും h1ഉം h3യും തമ്മിലുള്ള ബന്ധം എന്താണ്? h1/h3 = എന്താണ്? ഇത് 1 ആണെങ്കിൽ ഇത് എത്രയുടെ 5 ആണ്. അപ്പോൾ 1/5 എന്നാണ്, 1/5 എന്നാണ്. അല്ലെങ്കിൽ h1 എന്ന് പറഞ്ഞ സാധനം എന്താണ്? h3/5 ആണ്. അപ്പോൾ h1 എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ h2/3 ആണ്, അല്ലെങ്കിൽ h1 എന്ന് പറഞ്ഞാൽ h3/5 ആണ്. വാട്ട് ഇസ് മൈ ആൻസർ? ആൻസർ ഇസ് ഡി. ഓക്കെ, സിമ്പിൾ സാധനം. ഓക്കെ, സിമ്പിൾ റേഷ്യോയുടെ സാധനം. ഇനി നമുക്ക് എന്തിലോട്ട് പോവാം? ഈ ക്വസ്റ്റിനോട്ട് പോകാം. എ ബോൾ ഈസ് ഡ്രോപ്പ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് ഓഫ് 100 meter high. At the same instant, another ball is thrown upwards with a velocity of 40 meter/second from the bottom of the building. The two balls will meet after. എന്ന് വെച്ചാൽ നമുക്ക് തന്ന സിനാരിയോ എന്താടാ? നമുക്ക് ഒരു 100 meter ഹൈ ആയിട്ടുള്ള ഒരു ടവർ ഉണ്ട്. അവിടെ നിന്ന് ഞാൻ ഒരു ബോളിനെ ഡ്രോപ്പ് ചെയ്യുന്നു. അതേസമയം ഞാൻ ഒരു ബോളിനെ മുകളിലോട്ട് എറിയുന്നു 40 meter/second. അങ്ങനെയാണെങ്കിൽ ഇവർ ഒരു സ്ഥലത്ത് വെച്ച് കൂട്ടിമുട്ടും. അതിന് എടുക്കുന്ന ടൈം എത്ര എന്നുള്ളതാണ് ചോദ്യം. ആ ടൈം എത്ര എന്നുള്ള ചോദ്യം. അപ്പോൾ ഞാൻ ഈ ബോളിനെ സങ്കല്പിക്കുന്നു, ഈ ബോളിനെ ഞാൻ സൂക്ഷിച്ച് നോക്കുന്നു. ഈ ബോളിനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ അതിന് ഡ്രോപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ് അല്ലേ. രണ്ടാളും ഒരേ സമയത്താണ്. അപ്പോൾ രണ്ടാളും ഒരേ സമയത്ത് ഇടുന്നെങ്കിൽ ഒരു സമയത്ത് മുട്ടുമ്പോൾ രണ്ടാളും ഒരേ സമയം ഇവൻ ടി ദൂരം സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ഈ മച്ചാൻ എത്ര ദൂരം തന്നെയാണ് സഞ്ചരിക്കുക? ടി ടൈമിനാണ്. ടി ദൂരമല്ല, ഇവൻ ടി ടൈമാണ് സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ, മുകളിലത്തെ മച്ചാൻ ടി ടൈമാണ് സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ അടിയത്തെ മച്ചാൻ എത്ര ടൈമാണ് സഞ്ചരിക്കുക? ടി ടൈമാണ് അല്ലേ. രണ്ടാളും ഒരുമിച്ചാണ് ഇടുന്നത്. അപ്പോൾ കൂട്ടിമുട്ടും. ഇവർ 5 സെക്കൻഡ് ട്രാവൽ ചെയ്യുന്നു, ഇവർ 5 സെക്കൻഡ് ട്രാവൽ ചെയ്യുന്നു. അപ്പോഴാണ് രണ്ടാളും ഇടിക്കുന്നത്. ഓക്കെ, ഞാൻ ഫസ്റ്റ് ബോളിലോട്ട് തന്നെ വരുന്നു. ഇനീഷ്യൽ ഞാൻ ഡ്രോപ്പ് ചെയ്യുകയാണ്, 0 ആണ് അല്ലെ. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, ടൈം ടി ആണ്. ഈ ഡിസ്റ്റൻസിനെ ഞാൻ ഈ ഫസ്റ്റ് ബോൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിന് വെറുതെ രസത്തിന് എക്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് ഡിസ്റ്റൻസ് ഉണ്ട്, ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, ടൈം ഉണ്ട്, ഇവിടുത്തെ ആക്സലറേഷൻ a=g എന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കി ഏതൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും നിങ്ങൾ സൈൻ കൺവെൻഷൻ ഫോളോ ചെയ്യണം. എന്താണ് സൈൻ കൺവെൻഷൻ? നിങ്ങൾ തീരുമാനിക്കുകയാണ്. ഒരു ഡയറക്ഷൻ വരുന്നതൊക്കെ നിങ്ങൾ പോസിറ്റീവായിരിക്കും, ഒരു ഡയറക്ഷൻ വരുന്നതൊക്കെ നിങ്ങൾ നെഗറ്റീവായിട്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഡയറക്ഷനൊക്കെ നിങ്ങൾ നെഗറ്റീവായിരിക്കും. സൈൻ കൺവെൻഷൻ ടോട്ടലി നിങ്ങളെ ഫ്രീഡാണ് അല്ലേ. അല്ലെങ്കിൽ താഴത്തോട്ട് വരുന്നതൊക്കെ നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കണം, മുകളിലോട്ട് വരുന്നതൊക്കെ എപ്പോഴും നെഗറ്റീവ് എടുക്കും, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ തീരുമാനിക്കുകയാണ്, മുകളിലോട്ട് വരുന്നതൊക്കെ ഞാൻ പോസിറ്റീവായിട്ട് എടുക്കും,
അടിയിലോട്ട് എന്തൊക്കെ വന്നാലും ഞാൻ നെഗറ്റീവായിട്ട് എടുക്കുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ തിരിച്ചും തീരുമാനിക്കാം. ആൻസർ ഫൈനലി സെയിം ആയിരിക്കും. ഇതാണ് സൈൻ കൺവെൻഷൻ. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ബോളിനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ ഫസ്റ്റത്തെ ബോൾ അടിയിലോട്ടാണ് പോകുന്നത് അല്ലേ, അടിയിലോട്ടാണ് ഫസ്റ്റത്തെ ബോൾ പോകുന്നത്. അപ്പം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എങ്ങോട്ടാണ്? ഇറ്റ്സ് ഓൾവേസ് ഡയറക്റ്റ് ഫ്രം ദ ഇനീഷ്യൽ പോയിന്റ് ടു ദ ഫൈനൽ പോയിന്റ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയറക്ഷൻ ഇതാണ്, അടിയിലോട്ടാണ്. അപ്പം എസ് ഇസ് ഇക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷനാണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എഴുതുന്നു എസ്സിന് പകരം ഞാൻ സ്നേഹത്തോടെ വിളിച്ച എക്സിന് ഞാൻ എഴുതുന്നു. എക്സ് അടിയിലോട്ടായതുകൊണ്ട് ഞാൻ ഇതിനെ എന്ത് എഴുതുന്നു? മൈനസ് എക്സ് ഇസ് ഇക്വൽ ടു യു ടി, യു എന്ന സാധനം ഉണ്ടോ? ഇല്ല. അപ്പോൾ 0 പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. വീണ്ടും എ എങ്ങോട്ടാണ്? ജി എങ്ങോട്ടാണ്? അടിയിലോട്ടാണ് അല്ലേ. ആക്ഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അടിയിലോട്ടാണ്. അപ്പോൾ മൈനസ് ജി ടൈം ഇസ് സ്കേലാർ ക്വാണ്ടിറ്റി ടി സ്ക്വയർ. അപ്പോൾ മൈനസ് എക്സ് ഇസിക്കൽ ടു മൈനസ് ജി ടി സ്ക്വയർ, മൈനസ് മൈനസും പ്ലസ് ആയി, അല്ലെങ്കിൽ എക്സ് ഇസിക്കൽ ടു ഹാഫ് ഉണ്ട് കേട്ടോ, ഹാഫ് അവിടെ പോടാ, ഹാഫ് ജി ടി സ്ക്വയർ. ഓക്കെ, അപ്പോൾ എക്സ് ഇസിക്കൽ ടു ഹാഫ് ജി ടി സ്ക്വയർ ആണ് ഫസ്റ്റത്തെ ബോൾ സഞ്ചരിക്കുന്ന ദൂരം. ഇനി ഇവർ രണ്ടാളും കൂട്ടിമുട്ടുന്നു അല്ലേ, ഇവർ രണ്ടാളും കൂട്ടിമുട്ടുന്നു. ഇതിനെ ഞാൻ എക്സ് എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദൂരം, ഈ ബോൾ സഞ്ചരിക്കുന്ന ദൂരം എന്തായിരിക്കടാ? എനിക്കറിയാം ടോട്ടൽ 100 ആണ്. ഇത് എക്സ് ആണെങ്കിൽ ഈ ദൂരം എന്താടാ? 100 മൈനസ് എക്സ് ആണ് അല്ലേ. ഈ 100 മൈനസ് എക്സ് ആണ് ഈ മച്ചാൻ, ഈ ബോൾ ട്രാവലിംഗ് ദൂരം. അത് എങ്ങോട്ടാ? മുകളിലോട്ടാണ്. മുകളിലോട്ട് എന്താ പറയുക? സൈൻ കോൺസ്റ്റൻ പോസിറ്റീവ് ആണ്. അപ്പോൾ ഞാൻ എഴുതുന്നു 100 മൈനസ് എക്സ് പോസിറ്റീവ് സാധനം ഇസ് ഈക്വൽ ടു യു ടി. 40 എങ്ങോട്ടാണ്? മുകളിലോട്ടാണ്. സൈൻ കോൺസ്റ്റൻ മുകളിലോട്ട് എന്താ? പോസിറ്റീവ് ആണ്. അപ്പോൾ പ്ലസ് 40 ടൈം ടി. ആക്സഷൻ എങ്ങോട്ടാണ്? പക്ഷേ അടിയിലോട്ടാണ്. അപ്പം പ്ലസ് ഹാഫ് ഇൻറ്റു ജി എത്രയാണ്? മൈനസ് ജി. ടൈം എത്രടാ? ടൈം വീണ്ടും ടി സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഒന്ന് വൃത്തിക്ക് എഴുതുമ്പോൾ 100 മൈനസ് എക്സ് ഇസിക്കൽ ടു 40 ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ഓക്കെ, ഞാൻ സൂക്ഷിച്ച് നോക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ സാധനം ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നു. ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കൂടാ? സംഭവിക്കും 100 മൈനസ് ഹാഫ് എക്സിന് വരെ ഹാഫ് ജി ടി സ്ക്വയർ ഇസിക്കൽ ടു 40 ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ഹാഫ് ജി ടി സ്ക്വയർ പോയി, ഹാഫ് ജി ടി സ്ക്വയർ പോയി അല്ലേ. മൈനസ് സെയിം സാധനം, രണ്ടിടത്ത് മൈനസ് അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ആവും, രണ്ട് ക്യാൻസൽ ആവും. ബാക്കി എന്താ ഉള്ളത്? 100 ഇസിക്കൽ ടു 40 ടി. സോ വാട്ട് ഈസ് യുവർ ടൈം? 100 ഡിവൈഡ് ബൈ 40. 0 വെട്ടി 10 എത്ര ടൈംസ് ആ? 2.5 ടൈംസ്. യുവർ ആൻസർ ഈസ് 2.5 seconds. Is that clear? Is that clear, ladies and gentlemen? Your answer is 2.5. Is that clear? മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? എടാ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളെല്ലാവരും എഴുതിയെടുക്കുക. ഓക്കെ, ഇതാണ് പൊസിഷൻ ഓഫ് ഈ ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയെടുത്തു. നമുക്ക് അടുത്ത സെഷനിൽ സമയം ഉണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാം. ഓക്കെ, നമുക്ക് 2Dയിലോട്ട് പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അവിടെ എല്ലാ ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. അത് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കോ. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോ. ഇത് സ്ക്രീൻഷോട്ട് എടുക്കും. ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കാണുമ്പോൾ വിചാരിക്കും നമ്മൾ സിമ്പിൾ സാധനമാണെന്ന്, പക്ഷേ സിമ്പിൾ സാധനമല്ല. അടുത്ത സാധനം സ്ക്രീൻഷോട്ട് എടുത്തോ. ഒക്കെ സിമ്പിൾ സാധനമാണ്. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് സിമ്പിൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന ആൻസേഴ്സ് ആണ്. സിമ്പിളാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ചിലപ്പോൾ കിട്ടണമെന്നില്ല. കിട്ടിയ ഇറ്റ്സ് ബെറ്റർ. കുറച്ച് നല്ല ക്വസ്റ്റ്യൻ അത്. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് മനസ്സിലായിക്കോണമെന്ന്, എന്തിനാണ് അങ്ങനെ എടുത്തതെന്ന് മനസ്സിലായിക്കോണമെന്നില്ല. എന്തായാലും ഞാൻ പറഞ്ഞു തരാം. എപ്പോഴും സമയം കൊണ്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഓരോ ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിടാം. നമ്മൾ ചെയ്തു. ഇത് നല്ലൊരു ക്വസ്റ്റ്യനാണ്, സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനാണ്. ഓക്കെ, അതന്നെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ആകെ നമ്മൾ ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള ഒരു 4 ക്വസ്റ്റ്യനേ ഉള്ളൂ. ബാക്കി എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി മോഷൻ 2 ഡയമെൻഷൻ എന്നുള്ള പാഠത്തോട്ട് പോകാം. 2 മിനിറ്റ് നിങ്ങളെല്ലാവരും വെള്ളം കുടിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് 2 മിനിറ്റ്. ഓക്കെ, അവിടെ ബോറടിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങൾ. ഒന്ന് സ്ക്രീൻ ഓഫ് ആക്കുന്നുണ്ട്. അടുത്ത മെറ്റീരിയൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്.
എടാ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആവുന്നില്ലേ? ഞാൻ വീണ്ടും പാടാം, 45 മിനിറ്റ് നമുക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് പാടത്തിൻ്റെ ഒരു ഓവർവ്യൂ തരണം. ഓരോ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പേസ് എന്താണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ ചെറിയ പേസിന് തുടങ്ങണം, പിന്നെ മെല്ലെ മെല്ലെ പേസ് കൂടണം. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള സമയം നമുക്കില്ല. അതിൻ്റെ ഒരു ക്ലാഷാണ് വരുന്നത്. അപ്പം നിങ്ങൾ കഴിയുന്നതും എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസൊക്കെ സ്ക്രീൻഷോട്ട് നിങ്ങൾ സ്വയം സോൾവ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടുത്തെ ഡോപ്പ മെൻറ്റേഴ്സിനോടൊക്കെ ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത പാഠത്തിലോട്ട് പോവുകയാണ്. ഓക്കെ, ഇപ്പോൾ 2D എന്നുള്ള പാഠം ബേസിക്കലി എന്താണ്, 1D × 2 ആണ്. നമ്മൾ 2 ആക്സിൽ വണ്ടി ചെയ്യുന്നു, എക്സ് ആക്സിൽ വണ്ടി ചെയ്യും, വൈ ആക്സിൽ വണ്ടി ചെയ്യും. രണ്ടിനും റിസൾട്ടൻറ്റ് നമ്മളെങ്ങനെയാണ് വെക്ടറിൻ്റെ റിസൾട്ടൻറ്റ് എങ്ങനെയാണ് കാണുക, അതേമാതിരി ചെയ്യുക. അത്രയേ ഉള്ളൂ. എടാ, മോഷൻ 2 ഡയമെൻഷൻ എന്നുള്ള പാഠം നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലാവുന്നുണ്ടെങ്കിൽ മോഷൻ 1 ഡയമെൻഷൻ നിങ്ങൾ അത്രയും ക്വസ്റ്റ്യൻ ചെയ്തിട്ട് മാത്രമേ 2ലോട്ട് ചാടാൻ പാടുള്ളൂ കേട്ടോ. കാരണം 1 × 2 ആണ്, 1D × 2 ആണ് 2D. അത്രയേ ഉള്ളൂ. രണ്ട് വട്ടം ചെയ്യുക, അതിൻ്റെ റിസൾട്ടും കാണുക, അത്ര തന്നെ ഉള്ളൂ. രണ്ടിനൊരു ക്ലാസ് തുടങ്ങാവേ. അപ്പോൾ നമുക്ക് അടുത്ത സെഷനോട്ട് പോവാം, മോഷൻ ഇൻ എ പ്ലെയിൻ. ഓക്കെ, എടാ, മോഷൻ ഇൻ എ പ്ലെയിൻ എന്നുള്ള പാഠം ഞാൻ വീണ്ടും പറയുകയാണ്. ജസ്റ്റ് വണ്ടി നല്ലോണം ചെയ്യുക. വണ്ടി നിങ്ങൾക്ക് എപ്പോഴാണ് കോൺഫിഡൻസ് അത്രയും ക്വസ്റ്റ്യൻ ചെയ്യുക. ഓക്കെ, ആ വണ്ടീൻ്റെ ഏറ്റവും ബേസിക്കുള്ള കൺസെപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ വണ്ടി ഒരു എക്സ് ആക്സിൽ ചെയ്യും, ഒരു എക്സ് ആക്സിൽ എന്താടാ ചില നേരം നമ്മൾ വല്ലാണ്ട് നമ്മളെ ക്ഷമയെ പരീക്ഷിക്കും. അത് കൊള്ളാം. ഓക്കെ, അപ്പോൾ എന്താണ് സിംപ്ലി വണ്ടി എന്നുള്ള പാഠം എന്താടാ, 2D എന്നുള്ള പാഠം എന്താ, നമ്മൾ ആദ്യം ഒരു എക്സ് ആക്സിൽ സാധനം സോൾവ് ചെയ്യും, പിന്നെ നമ്മൾ വൈ ആക്സിൽ സാധനം സോൾവ് ചെയ്യും. ഓക്കെ, ഇവിടെ നമ്മൾ വണ്ടി റൂൾസ് മൊത്തം അപ്ലൈ ചെയ്യും, ഇവിടെ നമ്മൾ വണ്ടിയായിട്ട് മാത്രം അപ്ലൈ ചെയ്യും, പിന്നെ ഇതിൻ്റെ റിസൾട്ട് ആയിട്ട് നമ്മൾ കാണും. റിസൾട്ട് നമ്മൾ കാണാം പാരലോഗ്രാം റൂൾ അല്ലേ, √(a² + b² + 2ab cos θ എന്നുള്ള പാരഗ്രാം വെക്ടർ അഡീഷൻ ലോ നമ്മൾ അപ്ലൈ ചെയ്യും. ഓക്കെ, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മൾ തിയറിലോട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ വീണ്ടും ഈ പാഠത്തിനെ ഞാൻ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു, ഈ പാഠത്തിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് 3 കാര്യങ്ങളേ ഉള്ളൂ. ഫസ്റ്റ് വൺ വെക്ടേഴ്സ്. ഓക്കെ, വെക്ടേഴ്സിൽ സിമ്പിളായിട്ടുള്ള എന്താണ്, പാരലൽ ആവുമ്പോൾ എന്താ സംഭവിക്കുക, പെർപെൻഡിക്കുലർ ആകുമ്പോൾ എന്താ സംഭവിക്കുക, ക്രോസ് പ്രൊഡക്റ്റ് എന്ത്, ഡോട്ട് പ്രൊഡക്റ്റ് എന്ത്, പിന്നെ റിസൾട്ടൻ്റ് എന്താണ് എന്നുള്ള ബേസിക് കാര്യങ്ങൾ. ഓക്കെ, ബേസിക് മാത്സിൽ നിങ്ങൾ പഠിക്കുന്നത് സെയിം നിങ്ങൾ ഫിസിക്സിലും പഠിക്കുന്നത്. രണ്ടാമത്തെ ഈ പാഠത്തിൻ്റെ സോൾ എന്ന് നമ്മൾ വിളിക്കുന്ന പ്രൊജക്ടൈൽ മോഷൻ. പ്രൊജക്ടൈൽ മോഷൻ്റെ എല്ലാ സാധനങ്ങളും റേഞ്ച് = u² sin 2θ/g, h = u² sin² θ / 2g, ടൈം = 2u sin θ/g. ഇവർ തമ്മിലുള്ള ബന്ധം, അതെല്ലാ സാധനങ്ങളും വള്ളിപ്പുള്ളിവിടാതെ പഠിച്ചിരിക്കുക. മൂന്നാമത്തെ സാധനം എന്ന് പറയുന്നത് ഈ പാഠത്തെ കുറിച്ച് രസകരമായിട്ടുള്ള സാധനങ്ങളുണ്ട്. റെയിൻമാൻ പ്രോബ്ലം. റെയിൻമാൻ, ഒരു മനുഷ്യൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഇന്ന ആംഗിൾ മഴ പെയ്യുന്നു, അപ്പോൾ അയാൾ ഏത് ആംഗിൾ കോട ചൂടണം, അല്ലെങ്കിൽ റിവർ ക്രോസിംഗ് പ്രോബ്ലം. അതൊക്കെ റിലേറ്റീവ് വെലോസിറ്റീൻ്റെ എക്സ്ട്രാപ്പുലേഷൻ ആണ്. റിവർ ക്രോസിംഗ് പ്രോബ്ലം, ഒരാൾക്ക് ഷോർട്ടസ്റ്റ് ടൈമിൽ ഷോർട്ടസ്റ്റ് പാത്തിൽ ഒക്കെ
എന്ത് സംഭവിക്കണം, റിവർ ക്രോസ് ചെയ്യണമെങ്കിൽ ആൾക്ക് എന്ത് ചെയ്യാം, എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം ഇതാണ് ഈ പാഠത്തിലെ മെയിൻ കണ്ടൻസ്. ഓക്കെ, അപ്പോൾ ഈ പാഠമൊക്കെ കവർ ചെയ്ത് പാഠം നിങ്ങളുടെ കയ്യിലായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ ഏരിയയിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പോകും. നേരെ ക്വസ്റ്റ്യനോട് കിടക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളെ പേസ് ഏതാണ്ടൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സ്പീഡിൽ തന്നെ ഈ സാധനത്തിൽ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ നോക്കാം. ഓക്കെ, എ പാർട്ടിക്കിൾ ഹാസ് ഇനീഷ്യൽ വെലോസിറ്റി 3 i cap plus 4 j cap and has acceleration 0.4 i cap plus 0.3 j cap. Its speed after 10 seconds. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ i j കാണുമ്പോൾ ഒന്നും പേടിക്കണം. നിങ്ങളെന്ന് മനസ്സിലാക്കുക, ഇത് എക്സ് ഡയറക്ഷനിലുള്ള മച്ചാനാണ്, ഇത് വൈ ഡയറക്ഷനിലുള്ള മച്ചാനാണ്. ഇതെന്താണ് വെലോസിറ്റി. ഓക്കെ, അതേപോലെ ഇത് എക്സ് ഡയറക്ഷനിലുള്ള മച്ചാനാണ്, ഇത് എന്താണ് വൈ ഡയറക്ഷനിൽ മച്ചാനാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇതൊന്ന് വരച്ച് ചെയ്തുമ്പോൾ എക്സ് ഡയറക്ഷനിൽ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 3 ആണ് അല്ലേ. ഈ 3 i cap എന്ന് പറഞ്ഞാൽ 3 സ്പീഡ് ഐ ആക്സിൽ എന്ന് വെച്ചാൽ എക്സ് ആക്സിലുണ്ട്. അപ്പോൾ എക്സ് ആക്സിൽ എന്താണ് സംഭവിക്കുന്നത്, u = 3 ആണ്. ആക്സലേഷൻ എന്താണ്, ആക്സലേഷൻ = 0.4 ആണ്. ഇനി വൈ ഡയറക്ഷൻ എന്താ സംഭവിക്കുന്നത്, വൈ ഡയറക്ഷൻ 4 ആണ്. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 4 ആണ്. ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ എത്രടാ, 0.3 ആണ്. നമ്മൾ ചോദിച്ചത് എന്താണ്, ടി ടൈം 10 സെക്കൻഡ് ടൈം കഴിഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി എന്ത് എന്നാണ് ടൈം. അപ്പോൾ നമ്മൾ ചെയ്യാം, ഇവിടെ 1D സാധനം അപ്ലൈ ചെയ്യുക, ഇവിടെ 1D സാധനം അപ്ലൈ ചെയ്യുക, നമ്മൾ റിസൾട്ടൻ ചെയ്യാം അല്ലേ. അപ്പോൾ ഇവിടെ 1D സാധനം ടൈം ഇസിക്വൽ എനിക്ക് എന്ത് തന്നിട്ടുണ്ട്, 10 സെക്കൻഡ്സ്. ഇവിടെ ടൈം ഇസിക്വൽ ടു 10 സെക്കൻഡ് തന്നിട്ടുണ്ട്. ടൈം ഇസിക്വൽ 10 സെക്കൻഡ്. യു ഉണ്ട്, എ ഉണ്ട്, ടി ഉണ്ട്. കണ്ടുപിടിക്കുന്നത് ഫൈനൽ വെലോസിറ്റി ആണ്. ഇക്വേഷൻ എന്താണ്, സിമ്പിൾ ഇക്വേഷൻ, v = u plus at. അപ്പോൾ v = u which is 3 plus 0.4 into 10 which is u = 3 plus 4 that is = 7. So ഈ ആക്സിസിൽ 7, v = 7. ഇനി ഇവിടെ വരുമ്പോൾ വീണ്ടും v = u plus at, വീണ്ടും v = u എന്ന് പറഞ്ഞാൽ എന്താണ്, 4 plus a 0.3 into t which is 10. അപ്പോൾ 4 plus 3 വീണ്ടും v എന്താടാ 7. അപ്പോൾ ഈ ആക്സിസിൽ എന്താണ്, ഈ ആക്സിസ് 7, ഈ ആക്സിസ് 7, ഈ ആക്സിസ് 7. ഇതെന്താണ്, വൈ ആക്സിസ്, ഇത് എക്സ് ആക്സിസ്. വൈ ആക്സിസും എക്സ് ആക്സിസ് നമ്മൾ ആംഗിൾ എന്താണ്, 90 ഡിഗ്രി അല്ലേ, 90 ഡിഗ്രി. അപ്പോൾ ഞാൻ ബേസിക് ആയിട്ട് my resultant is equal to root of a square 7 square plus b square വീണ്ടും 7 square plus 2a into b അല്ലേ. x7 into 7 എന്താണ്, ആംഗിൾ ആണ് cos 90. cos 90 എന്താടാ, cos 90 0. അപ്പോൾ ഈ ടേം മൊത്തത്തിൽ പോയി. അപ്പോൾ റിസൾട്ടന്റ് is equal to root of x square plus x square എന്താണ്, 7√2. your answer is option B. Is that clear? Is that clear, ladies and gentlemen? ഓക്കെ ഓക്കെ, സിമ്പിൾ മാത്തമാറ്റിക്സ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെഷനിലോട്ട് പോകാം, അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. വീണ്ടുമല്ല. ഓക്കെ, ഇഫ് ദ വെക്ടർ a 2 i cap plus 4 j cap and b 5 i cap minus p j cap are parallel to each other, the magnitude is അല്ലേ, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഈസ്. അപ്പോൾ നമ്മോട് ബീൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ചോദിച്ചത്. ബീൻ്റെ മാഗ്നിറ്റ്യൂഡ് അറിഞ്ഞെങ്കിൽ നമുക്കതിൻ്റെ എന്തരണം, ഈച്ച് ആൻഡ് എവറി കമ്പോണുള്ള മാഗ്നിറ്റ്യൂഡ് കാരണം. ഇവിടെ 5 ആണ്. ഈ പി എന്താ നമ്മൾ ആദ്യം മനസ്സിലാക്കണം, എന്നാൽ മാത്രം നമുക്ക് എന്തോ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് എന്ന് മനസ്സിലാക്കും. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ, മാഗ്നിറ്റ്യൂഡ് എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ നമുക്ക് പി എന്താണെന്ന് അറിയാം. പക്ഷേ നമ്മുടെ എന്ത് പറഞ്ഞിട്ട് എയും ബിയും പാരലൽ ആണ്. ഇഫ് ദേ ആർ പാരലൽ, എന്ത് പാരലൽ എന്താണ്, പാരലൽ ആണെങ്കിൽ എ ക്രോസ് ബി വിൽ ബി ഈക്വൽ ടു 0 അല്ലേ. നമുക്കറിയാം എ ക്രോസ് ബി എന്ന് പറയുന്നത് എ ബി സൈൻ തീറ്റയാണ്, എ ബി സൈൻ തീറ്റയാണ്. ഇവിടെ പാരലൽ സൈൻ തീറ്റ സൈൻ 0, സൈൻ 0 എന്താണ്, 0 ആണ് അല്ലേ, 0 ആണ്. അപ്പോൾ എ ക്രോസ് ബി എനിക്ക് 0 കിട്ടും. അപ്പോൾ പിൻ്റെ വാല്യൂ എന്ത് എന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഐ ക്യാപ്പ് എന്ന ക്രോസ് പ്രോഡക്റ്റ് നമ്മൾ എങ്ങനെ ചെയ്യടാ അല്ലേ, ക്രോസ് പ്രോഡക്റ്റ് നമ്മൾ എങ്ങനെ ചെയ്യുക, 5 മൈനസ് പി അല്ലേ, ക്രോസ്. അപ്പം -2p plus 20 is equal to 0. -2p is equal to -20. p is equal to what? p is equal to 10. ചാടിക്കറി p10 എന്ന് കുത്തി. ശരിയോ തെറ്റോ? തെറ്റ്. എന്തുകൊണ്ട് തെറ്റ്? എന്നോട് ചോദിച്ചു പീൻ്റെ വാല്യൂ അല്ല, എന്നോട് എന്താ ചോദിച്ചു, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. എനിക്ക് കിട്ടിയ 10 എന്ന് പറഞ്ഞ ഉത്തരം എന്താടാ, 10 എന്ന് പറഞ്ഞ ഉത്തരം p ആണ്. ഇവിടെ 10 ആണ്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ ഞാൻ കണ്ടുപിടിക്കാം, മാഗ്നിറ്റ്യൂഡ് ഓഫ് സാധനം എങ്ങനെ കണ്ടുപിടിക്കുക, എക്സ് ആക്സിൽ 5 ഉണ്ട്, വൈ ആക്സിസിൽ 10 ഉണ്ട്, മൈനസ് വൈ ആക്സിൽ 10 ഉണ്ട്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്, വീണ്ടും 10 സ്ക്വയർ അല്ലേ, റൂട്ട് ഓഫ് 10 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ വെച്ചാൽ 100 പ്ലസ്
25 എന്ന് വെച്ചാൽ 125, അല്ലെങ്കിൽ ഞാൻ സ്നേഹത്തോടെ 25 × 5, സ്നേഹത്തോടെ 5√5. മൈ ആൻസർ ഈസ് ഓപ്ഷൻ എ 5√5. കണ്ടാ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് 10 എന്നുള്ള ഉത്തരം കാണുന്നു. ഓപ്ഷൻസിനും 10 ഉണ്ട്. ചാടി കയറി 10 എന്ന് കുത്തരുത്. നമ്മുടെ എന്താ പറഞ്ഞിട്ടുള്ളത്, ബീൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ആദ്യം പീൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. എങ്ങനെ പീൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് A.P. അപ്പോൾ പീൻ്റെ വാല്യൂ എനിക്ക് എന്ത് കിട്ടി, 10 എന്ന് കിട്ടി. എന്ന് വെച്ചാൽ -P ആണ്. അപ്പം -y ആക്സിസിൽ 10 ഉണ്ട്, x ആക്സിൽ 5 ഉണ്ട്. ഇവരുടെ മാഗ്നിറ്റ്യൂഡ് എന്താ, വീണ്ടും റിസൾട്ടൻ്റ് എന്താണ്, √A² + B² + 2ab cos θ. What is theta here? It is 90. It is simply √A² + B² √10² + 5², and your answer is 5√5. Is that clear, ladies and gentlemen? മനസ്സിലാവുന്നുണ്ടോ? ബോറാവുന്നുണ്ടോ? ബോറാണെന്നാണ് ചെറിയ കാര്യം പറഞ്ഞുതരാം. ബോറടിക്കുന്നുണ്ടോ? അല്ല, ഞാൻ വലിയ കാര്യം പറഞ്ഞുതരാം. എന്താണ് എടാ, നമുക്കിപ്പോൾ ശരിക്കും ഒരു ഓഫ്ലൈൻ ക്ലാസ്സാണ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. എനിക്ക് ശരിക്കും നമുക്ക് നിങ്ങളെ മുഖത്തിലെ എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇയാൾ എന്ത് തേങ്ങയാണ് ഈ പറയുന്നത്, ഇയാൾ എന്ത് അറബിയാണ് പറയുന്നത് എന്നൊക്കെ നമുക്ക് കറക്റ്റ് നിങ്ങളുടെ മുഖത്തെ എക്സ്പ്രഷൻ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ എൻ്റെ മുമ്പിൽ എന്താണ് കാണുന്നത് വെച്ചാൽ, എനിക്കൊരു ക്യാമറ ഉണ്ട്. ക്യാമറയുടെ ബാക്കിൽ ചെറിയൊരു സ്ക്രീൻ ഉണ്ട്. എനിക്ക് ഈ ബോർഡ് ഞാൻ എഴുതുന്നത് ശരിയില്ല എന്ന് പറയുമ്പോൾ ഒരു സ്ക്രീൻ ഉണ്ട്. ഇതല്ലാണ്ട് ഞാനൊരു മതിലിനോട് സംസാരിക്കുന്ന ഫീലിംഗ് ആണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻ നമുക്കുണ്ട്. ഇപ്പം സൂമിനാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ക്ലിയർ ആയി കേൾക്കും. പക്ഷേ സൂമൊക്കെ നമുക്ക് എന്താണ്, നമ്മളെ എന്താ പറയുക, ക്യാപ്സൂൾ കുട്ടികൾക്ക്, നമ്മളെ നീറ്റ്, നമ്മളെ ഡോപ്പ കുട്ടികൾ കൊടുക്കാൻ വേണ്ടുന്ന സർവീസാണ് അല്ലേ. നമുക്കും വേണ്ട, ജീവിച്ച് പോകണ്ടേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഇതിലും ഒരുപാട് ട്രിക്സ്, എല്ലാ ട്രിക്സ് ഇതിൽ പറഞ്ഞാൽ നമുക്ക് നടക്കില്ല, നിങ്ങൾ ക്യാപ്സൂൾ നടക്കില്ല. അപ്പം നമ്മൾ ഇതിലും കുറേ വലിയ മാരക സാധനങ്ങൾ, ഇതിനെക്കാട്ടിയും വലിയ ടെക്നിക്കും കുറേ നുറുക്കും ഇതിലൊക്കെ നമ്മൾ പറഞ്ഞത് ക്യാപ്സൂളായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരിക്കലും നമ്മൾ ക്യാപ്സൂൾ നിരാശപ്പെടേണ്ട ആവശ്യം വരില്ല. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം റിസൾട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ റിസൾട്ടാണ് അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയ റാങ്കൊക്കെ ഞങ്ങൾ ചെയ്യുന്ന ഹാർഡ് വർക്ക്, ഞങ്ങൾ എത്രത്തോളം ജെന്യുവനായിട്ടാണ് ഞങ്ങളെ കുട്ടികളെ നോക്കുന്നത് എന്നുള്ള ഒരു സാധനത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു റെപ്രസെൻറ്റേഷനാണ്. അപ്പം നിങ്ങളൊക്കെ പറ്റുകയാണെങ്കിൽ ക്യാപ്സൂൾ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇതാ, അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഞാൻ പറഞ്ഞു വെക്ടർ ഉണ്ട്, പ്രൊജക്റ്റൈൽ മോഷൻ ഉണ്ട്, പിന്നെ അവസാനം നമുക്ക് എന്തുണ്ട്, റിവർ മാൻ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ നമ്മൾ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇനി വെക്ടർ ഉണ്ടോ, ഇനി വെക്ടർ ഇല്ല. ഓക്കെ, ഇതാ 2 vectors A1 and A2 each of magnitude A are inclined to each other such that their resultant is equal to √3a. Then the resultant of A1 and -A2 is, ഇത് നമുക്ക് കൺവെൻഷണൽ മെത്തേഡ് വഴി ചെയ്യാം, ഷോർട്ട് കട്ട് മെത്തേഡ് വഴി ചെയ്യാം, പല സാധനങ്ങളും ചെയ്യാം. ഓക്കെ, അപ്പോൾ കൺവെൻഷണൽ മെത്തേഡ് ഇതിനെങ്ങനെ ചെയ്യും, നമ്മൾ പറഞ്ഞു നമുക്കൊരു A1 A2 ഉണ്ട്, ഒരു A1 ഉണ്ട്, ഒരു A2 ഉണ്ട്. ഓക്കെ, ഒരു ഇംഗ്ലൈൻ, ഒരു തീറ്റ ആംഗിൾ ഇംഗ്ലൈൻ ചെയ്യുകയാണെങ്കിൽ റിസൾട്ടൻറ്റ് R എന്ന് പറയുന്ന മച്ചാൻ എത്രടാ, √3a ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്ന് തിരിച്ചാൽ, ഈ മച്ചുവിനെ ഒന്ന് തിരിച്ചാൽ A1, അയ്യോ A1 ഇങ്ങനെ, A2 ഇങ്ങോട്ട് വരിക, A2 ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് എന്ത് എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ എന്താണെന്ന് ചോദ്യം. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് തീറ്റ എന്താണെന്ന് കണ്ടുപിടിക്കുന്നു, അതിവിടെ കൊണ്ടെടുക്കുന്നു, അത്രയേ ഉള്ളൂ സാധനം. രണ്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. A1ൻ്റെയും മാഗ്നിറ്റ്യൂഡ് A1 = A2 = A എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ തന്ന ഡാറ്റ അല്ലെ, ഞാൻ പറഞ്ഞ 2 സിനാരിയോ തന്നിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഫസ്റ്റ് സിനാരിയോ ഡാറ്റ നമ്മൾ കണ്ടുപിടിച്ച് സെക്കൻഡ് സിനാരിയോ കൊണ്ടിട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ആ ഡാറ്റ എന്താണ്, ആംഗിൾ തീറ്റയാണ് അല്ലേ. ഞാൻ എഴുതുന്നു വീണ്ടും, ഫസ്റ്റ് കേസ് ഞാൻ എഴുതുന്നു റിസൾട്ടൻ = √A1² + A2² plus A1 2A1 A2 cos θ. ശരിയോ തെറ്റോ? ശരി. നിങ്ങളുടെ എന്ത് തെറ്റുക? അപ്പോൾ R = A1 A2 ഒക്കെ നമുക്ക് സ്നേഹത്തോടെ എന്ത് വിളിക്കാം, ക്വസ്റ്റ്യനിൽ A രണ്ടും സെയിം ആണ്. അപ്പോൾ A എന്ന് വിളിക്കുകയാണ്. അപ്പം A² + A² + 2A² cos θ. ഈ R ക്വസ്റ്റ്യൻ എന്ത് തന്നിട്ടുണ്ട്, √3a എന്ന് തന്നിട്ടുണ്ട്. ഞാൻ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും, √3a² 3a² എന്നാവുന്നു. ഇതിലെന്ത് ശ്രമിക്കുന്നു, 2a² plus 2a² cos θ, അല്ലെങ്കിൽ ഈ 2a² ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ A² = 2a² cos θ. A² വെട്ടിപ്പോകുന്നു. അപ്പോൾ 1/2 = cos θ. So what is θ? Cos inverse of 1/2. Cos θ = 60 degree. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, A1 ഉം A2 തമ്മിലുള്ള ബന്ധം എന്ത്? അപ്പം റിസൾട്ടൻറ്റ് R' = √A1² + A2² - 2A1 A2 അല്ലേ. അതാണ് വ്യത്യാസം, -2A1 A2 അല്ലേ. A1 ഉം -A2 തമ്മിലുള്ള ബന്ധമാണ് ഇതാണ്. അപ്പം
ഞാൻ വീണ്ടും A1 A2 വരെ എന്ത് ചെയ്തു ഇവിടെ A square എന്ന് എഴുതും. അപ്പോൾ R dash is equal to root of A square plus A square minus 2A square. ഓക്കെ, കോസ് തീറ്റ എന്ന് പറഞ്ഞ സാധനം എന്താണ്? 1/2 എന്നാണ്. കോസ് 60 ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും 1/2 എന്ന് അപ്ലൈ ചെയ്യുന്നു. വെട്ടിപ്പോയി. അപ്പോൾ എന്താ ഉള്ളത്? ഒരു മൈനസ് A square ഒരു പ്ലസ് A square വെട്ടിപ്പോകുന്നു. അപ്പോൾ R dash is equal to root of A square അല്ലെങ്കിൽ R is equal to A. This is your answer. Is equal to A. Okay. ഓക്കെ, ഇനി ഇതേ സെയിം സാധനം നിങ്ങൾക്ക് ചെറിയൊരു ഷോർട്ട് കട്ട്. ഓക്കെ, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പാടില്ലാത്തതാണ്, പക്ഷേ നിങ്ങൾ രാത്രി ഇത്രയും കഷ്ടപ്പെട്ട് ഫുഡൊക്കെ ഒഴിവാക്കി ഇരിക്കുന്നല്ലേ വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ രണ്ട് സാധനങ്ങളുണ്ട്. ഓക്കെ, ഇപ്പോൾ രണ്ട് ഈക്വൽ മാഗ്നിറ്റ്യൂഡുള്ള രണ്ട് എൻറ്റിറ്റി. ഓക്കെ, AB. ഓക്കെ, ഇവർ തമ്മിലുള്ള ആംഗിൾ എന്തോ തീറ്റ ആയിക്കോട്ടെ, ഈക്വൽ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, എയും ബിയും തമ്മിൽ ഈക്വൽ മാഗ്നിറ്റ്യൂഡാണ്. ഈക്വൽ മാഗ്നിറ്റ്യൂഡുള്ള രണ്ട് എൻറ്റിറ്റിയുടെ റിസൾട്ടൻറ്റ് A+B എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ്. ഇപ്പോൾ ഇവിടുത്തെ മാഗ്നിറ്റ്യൂഡ് ജസ്റ്റ് ഒരു A ആണെന്ന് വിചാരിക്കുക. 2 ദാറ്റ് മാഗ്നിറ്റ്യൂഡ് 2A ഇൻറ്റു സൈൻ θ/2 എന്നായിരിക്കും. സൈൻ θ/2 എന്നായിരിക്കും. ഇനി A മൈനസ് B എന്ന് പറയുന്നത് 2A cos θ/2 ആയിരിക്കും. ഓക്കെ, ഇത് എവിടെയെങ്കിലൊക്കെ എഴുതി വെക്കുക. ഓക്കെ, വളരെയായിട്ട് യൂസ്ഫുൾ പെടുന്ന ഒരു സാധനമായിരിക്കും. ഓക്കെ, ഇനി ഇത് ഈ സെയിം സാധനങ്ങൾ ചടപടേ നമുക്ക് സാധനം കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഷോർട്ട് കട്ട് വഴി നമുക്ക് സമയം ചെയ്യാം. ഓക്കെ, അടുത്ത റിവർമാൻ കോസ്റ്റ് നമുക്ക് അവസാനം ചെയ്യാം. ഓക്കെ, അതാ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തതിന് മക്കളും, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്താൽ നിങ്ങൾക്ക് 10 സെക്കൻഡ് സമയം തരാം. കുറച്ച് ചിന്തിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ കാർ ഇഫ് എ കാർ ട്രാവൽസ് 4 കിലോമീറ്റർ നോർത്ത്. ആദ്യം എന്ത് ചെയ്യുന്നു? നോർത്തിലോട്ട് പോയി, 4 കിലോമീറ്റർ നോർത്തിലോട്ട് പോയി. ഓക്കെ, അറ്റ് ആൻ ആംഗിൾ 45 ഡിഗ്രി ടു ദി ഈസ്റ്റ്. അപ്പോൾ ഈസ്റ്റ് ഇങ്ങനെയാണെങ്കിൽ 45 ഡിഗ്രി ടു ദി ഈസ്റ്റിലാണ് നോർത്ത് പോകുന്നത്. വെറുതെ നോർത്തിലല്ല പോയതല്ലേ, ഈസ്റ്റിൻ്റെ അല്ലേ നോർത്ത്. അതിങ്ങനെ നോർത്ത് വെസ്റ്റ് അതിങ്ങനെ അറിയടാ, എപ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്ന സാധനമാണ് നോർത്ത് വെസ്റ്റ് എപ്പോഴാണ്. അപ്പോൾ അതിനുള്ള ഞാൻ ഓർക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യാം? ഇന്ത്യയെ പറ്റി ആലോചിക്കാം. ഓക്കെ, ഇത് ഇന്ത്യ എന്ന് വിചാരിക്കാം. ഇന്ത്യയിൽ വെസ്റ്റ് ബംഗാൾ കിടക്കുന്നത് ഇവിടെയാണ്, പക്ഷേ വെസ്റ്റ് ബംഗാൾ ശരിക്കും കിടക്കുന്നത് ഈസ്റ്റിലാണ്. ഇന്ത്യയുടെ ഈസ്റ്റിലാണ് വെസ്റ്റ് ബംഗാൾ കിടക്കുന്നത്. ഓക്കെ, ഇതാണ് ഈസ്റ്റ്, ഇതാണ് വെസ്റ്റ്. ഓക്കെ, പക്ഷേ ഈ ബംഗാൾ ഇവിടെയാണ്. അപ്പോൾ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് വെസ്റ്റ്, പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഈസ്റ്റ്. ഒന്ന് കൺഫ്യൂഷൻ ആവേണ്ട. അപ്പോൾ ആലോചിക്കുക, വെസ്റ്റ് ബംഗാൾ എന്ന് കിടക്കുന്നത് നമുക്ക് ബേസിക് ജിയോഗ്രഫി വെസ്റ്റ് ബംഗാൾ കിടക്കുന്നത് ഈസ്റ്റിലാണ് എന്ന് ആലോചിക്കുക. അപ്പം ഇതാണ് സാധനം. ഓക്കെ, അപ്പോൾ നമ്മളിത് പറഞ്ഞിട്ടുള്ളത് ആദ്യം കാറ് പോകുന്നത് 4 കിലോമീറ്റർ ടുവേർഡ്സ് നോർത്ത് അറ്റ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി ടു ദി ഈസ്റ്റ്. അപ്പോൾ ആദ്യം നമ്മൾ കാർബ്രോ എങ്ങനെയാണ് പോകുന്നത്? ഇങ്ങനെ അല്ലേ, ഇങ്ങനെയാണ് പോകുന്നത് 45 ഡിഗ്രി ടു ദി ഈസ്റ്റ് അല്ലേ, 45 ഡിഗ്രി ടു ദി ഈസ്റ്റ് 4 കിലോമീറ്റർ പോകുന്നു ടു ദി ഈസ്റ്റ് ആൻഡ് ദെൻ ട്രാവൽസ് എ ഡിസ്റ്റൻസ് ഓഫ് അല്ലേ, ആദ്യം ഇങ്ങനെ പോയി 4 കിലോമീറ്റർ. Then travels a distance of 2 kilometers towards the north at an angle of 135 degree to the east. 135 degree എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ. അപ്പോൾ പിന്നെ അവൻ എങ്ങനെ പോയി? ഇങ്ങനെ പോയി. അങ്ങനെ ഇത് 2 കിലോമീറ്റർ പോയി. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് എന്ത് അല്ലെങ്കിൽ ഇത് എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം എന്താ? പറഞ്ഞേ, ഒന്ന് ആലോചിച്ച് പറഞ്ഞേ, ഒന്ന് ആലോചിച്ച് പറഞ്ഞേടാ മക്കളെ. ഞാൻ നിങ്ങൾക്ക് ഒരു 5 സെക്കൻഡ് സമയം തരാം. വളരെ കോംപ്ലക്സ് കാൽക്കുലസ് സാധനമാണ്. ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. യെസ്, ഐഷന കറക്റ്റ്, ഗുഡ്. എടാ, ക്വസ്റ്റ്യനിൽ വെറുതെ ഈ 45, 65 എന്നൊക്കെ തന്നത് നിങ്ങളെ പൊട്ടന്മാരാക്കാനാണെന്ന് ഞാൻ പറയാം. എന്താ നിങ്ങളെ പൊട്ടന്മാരാക്കണത്? കാരണം 2 അക്ക അക്ഷരത്തിൽ ചോദിച്ചത് എന്താടാ? ഡിസ്റ്റൻസ് എന്നുള്ളതാണ്. ഡിസ്റ്റൻസ് എന്തിനെ മാറ്റർ ചെയ്യുന്നില്ല? ഡയറക്ഷൻ മാറ്റർ ചെയ്യുന്നില്ല. നിങ്ങൾ 45 135 200 ഡിഗ്രി എന്ത് ഡയറക്ഷനിൽ നിങ്ങൾ പോയാലും നിങ്ങൾ ഡിസ്റ്റൻസ് ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമ്പോൾ തന്ന സാധനമൊക്കെ കണ്ണും പൂട്ടി ആഡ് ചെയ്യുക. അപ്പോൾ 4 + 2 യുവർ ആൻസർ ഇസ് 6 കിലോമീറ്റർ. മനസ്സിലായോ? 4 കിലോമീറ്റർ സംബന്ധിച്ച് 2 കിലോമീറ്റർ മൊത്തം എത്ര? 4 + 2 അതാണ് മൊത്തം ഡിസ്റ്റൻസ്. വെറുതെ 45 ഡിഗ്രി 135 ഡിഗ്രി നോർത്ത് ഓഫ് ഈസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂസ് ആവേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, ഇനിതാ. ഓക്കെ, എ കാർ ട്രാവൽസ്. നിങ്ങൾക്ക്
ഇതൊക്കെ ക്യാപ്സ്യൂൾ കുട്ടികൾക്ക് മാത്രം പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അവസാനം വേണം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മാത്തമാറ്റിക്സ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഓക്കെ, നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ കുറച്ച് ഡിഫറൻസിയേഷൻ, കുറച്ച് ഇൻറ്റഗ്രേഷൻ ഒക്കെ ആണ്. അപ്പം അതിൽ പെട്ട സാധനം ബേസിക് ട്രയാങ്കിൾ. ഓക്കെ, ഇതഞ്ഞ് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ, ഒരു ബേസിക് ട്രയാങ്കിൾ നിങ്ങൾക്ക് അറിയണം. എപ്പോഴും ഈ ബേസിക് ട്രയാങ്കിൾ നിങ്ങൾക്ക് അറിയാം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഹൈപ്പോട്ടന്യൂസ് 5 ആണ്, ഒരു സൈഡ് 4 ആണ്, ഒരു സൈഡ് 3 ആണ്. ഇതൊരു ബേസിക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഓക്കെ, ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് വരും. ഒരു ബേസിക് ട്രയാങ്കിൾ ആണ് 5, 3, 4. ഓക്കെ, 5, 3, 4. ഈ 5ഉം 3ഉം നമ്മൾ ആംഗിൾ എപ്പോഴും ആലോചിക്കുക. 5ഉം 3ഉം നമ്മൾ ആംഗിൾ 53 ആയിരിക്കും. ഓക്കെ, ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഇത് 90 ഡിഗ്രിയാണ്. ഓൾവേസ് സം ഓഫ് എ ട്രയാങ്കിൾ ഇസ് ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ ഇസ് 180 ഡിഗ്രി. അപ്പോൾ മാത്തമാറ്റിക്സ് എടുക്കുമ്പോൾ ഇത് 37 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ 37 എന്നൊക്കെ ആലോചിക്കാൻ പാടാണ്. 5ഉം 3ഉം നമ്മൾ ആംഗിൾ 53 ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് എക്സാം ഷോ ഒന്ന് കൂട്ടിയും കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ആംഗിൾ 5ഉം 4ഉം നമ്മൾ ആംഗിൾ 37. ഇത് എന്തിനാണ് സാർ ഇപ്പോൾ പറയുന്നത് എന്നാണെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷൻ, വണ്ടിയിൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്, അല്ല ടൂളിൽ ഒരുപാട് ആപ്ലിക്കേഷൻ. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. നോക്കാം, എടാ ഈ 4, 5 ഒന്നും കറക്റ്റാണ്, അതിൻ്റെ മൾട്ടിപ്പിൾ ആവാം. അപ്പോൾ 50, 40, 30 ആവാം. അല്ലെങ്കിൽ ഇൻറ്റു 2 10, 8, 6 ആവാം. അല്ലെങ്കിൽ ഇൻറ്റു 4 20, ഇൻറ്റു 4 എത്ര 16, 4 12 ഇതാവാം. മനസ്സിലായോ? അപ്പം 5, 4 എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള സാധനത്തിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എന്ത് വന്നാലും ആ ആംഗിൾ എപ്പോഴും അങ്ങനെ തന്നെ 5, 4, 3. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കേസിലൂടെ വരുന്നു. എ കാർ ട്രാവൽസ് ഡ്യൂ ഈസ്റ്റ് ഓൺ എ ലെവൽ റോഡ് ഫോർ 30 കിലോമീറ്റർ. അപ്പം ഈസ്റ്റിലോട്ട് പോകുന്നു അല്ലേ, ഈസ്റ്റിലോട്ട് പോകുന്നു 30 കിലോമീറ്ററിൽ. ഇറ്റ് ദെൻ ടേൺസ് ഡ്യൂ നോർത്ത് അറ്റ് ആൻ ഇൻ്റർസെക്ഷൻ ആൻഡ് ട്രാവൽസ് 40 കിലോമീറ്റർ. അപ്പോൾ 40 കിലോമീറ്റർ നോർത്ത് പോകുന്നു ബിഫോർ സ്റ്റോപ്പ്. ദ റിസൾട്ടൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി കാർ ഈസ്. അപ്പോൾ ഇതാണ് ഇനീഷ്യൽ പോയിന്റ്, ഇതാണ് ഫൈനൽ പോയിന്റ്. ഇതെന്ത് എന്നുള്ളതാണ് ചോദ്യം അല്ലേ. അപ്പം ഈ ട്രയാങ്കിൾ എങ്ങനെയാടാ, ട്രയാങ്കിൾ എങ്ങനെയാണ്? ഇത് 30, ഇത് 40, ഇതെന്ത് എന്നുള്ളതാണ് ചോദ്യം. ഇത് 30, ഇത് 40 ആണ്. ഇത് ബേസിക്, ഇത് എന്താണ് 50 കിലോമീറ്റർ, പൈത്തഗോറസ് തിയറം. ഓക്കെ, ഇനി നമുക്ക് ഇതറിയണം, ഇതെന്താണെന്ന് അറിയണം അല്ലേ. അപ്പോൾ എനിക്കറിയാം ഇത് 30, ഇത് 40, ഇത് 30. അപ്പോൾ ഈ ആംഗിൾ എന്താടാ, ഇത് ആംഗിളാണ് 53 ആംഗിൾ അല്ലേ. അപ്പോൾ ഞാൻ ഇത് നോർത്ത് സൗത്ത് ഇവിടെ വരയ്ക്കുമ്പോൾ, നോർത്ത് സൗത്ത് എന്നുള്ള സാധനമൊക്കെ ഇവിടെ വരയ്ക്കുമ്പോൾ, നോർത്ത് സൗത്ത് എന്നുള്ള സാധനമൊക്കെ ഞാൻ ഇവിടെ വരയ്ക്കുമ്പോൾ ഇത് നോർത്ത്, ഇത് ഈസ്റ്റ്. അപ്പോൾ ഞാൻ എന്താ ഇതിൻ്റെ ആൻസർ എന്താണ്? ഇറ്റ് ഇസ് 50 കിലോമീറ്റർ 53 ഡിഗ്രി നോർത്ത് ഓഫ് ഈസ്റ്റ് അല്ലേ. ഈസ്റ്റിൻ്റെ 53 ഡിഗ്രി നോർത്ത് അല്ലേ. ആൻസർ ഈസ് എ. ഒന്ന് പറയാം, ഇറ്റ് ഈസ് 50 കിലോമീറ്റർ, ഇറ്റ് ഈസ് 50 കിലോമീറ്റർ. ഓക്കെ, ഡയറക്ഷൻ എന്താണ് 53 ഡിഗ്രി ഈസ്റ്റിൽ നിന്ന് നോർത്തിലേക്ക്, നോർത്ത് ഓഫ് ഈസ്റ്റ് അല്ലേ. ഈസ്റ്റിൻ്റെ നോർത്ത് 50 ഡിഗ്രി നോർത്ത് ഓഫ് ഈസ്റ്റ് അല്ലേ. ഈസ്റ്റ് ഓഫ് നോർത്ത് അല്ല, ഈസ്റ്റ് ഓഫ് നോർത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഇതാണ് ആംഗിൾ വരിക. നോർത്ത് ഈസ്റ്റ് ഓഫ് നോർത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ്, അതല്ല, മറിച്ച് ഇതാണ് ആംഗിൾ അല്ലേ. അപ്പോൾ 53 ഡിഗ്രി നോർത്ത് ഓഫ് ഈസ്റ്റ്. ഇസ് ദാറ്റ് ക്ലിയർ? ഇസ് ദാറ്റ് ക്ലിയർ? മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായിട്ടുണ്ടോ മക്കളെ? നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടെങ്കിൽ ചെറിയൊരു കഥ പറഞ്ഞുതരാം. പക്ഷേ ഈ കഥ ഒക്കെ പറഞ്ഞാൽ അതിൻ്റെ 45 മിനിറ്റ് എന്നുള്ള സാധനം നിങ്ങൾ കുറച്ചൊക്കെ ഇടുന്ന് ഉറങ്ങും, ആകെ ഡെസ്പസീത്തോ. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. Okay, Amburaj, I will try to tell things in English also. The thing is that we are just having a time of 45 minutes. In that 45 minutes, I have to make things into the depth of you. With that short period of time, I have to get in the depths of your heart or depths of your your intelligence. So so I feel like like our mother tongue is actually the way, but there is a my method is actually wrong, because I am having an audience where there are where the people who don't understand Malayalam also. So I should be actually speaking in what English. But the thing is that the majority here is what Malayalam. That's why I'm trying to speak in Malayalam. But since you are here, I will try to tell the same thing in English also. And for your concern, our entire DOPA classes, entire capture classes are in English. So those Malayalam people can also hear it 1 or 2 times and they will be able to understand. So since this being a live session of 45 minutes, I will be using Malayalam mostly, but at the same time, I will tell the same thing in English also. Okay, I hope it's clear.
Next question. Okay, 2 cars. Okay, very important concept. Okay, ini പറയാൻ പോകുന്നത് ഭയങ്കര important ആയിട്ടുള്ള concept ആണ് for Amburaj especially. I'm saying this particular question is having a very good, a very big technique how to do such type of questions. Look, 2 cars A and B starting from same point with same velocity 5 km/minute. Okay, we are having 2 cars. Okay, A B എന്ന് പറഞ്ഞ 2 കാർ ഉണ്ട്. ഒരാളുടെ സ്പീഡ് 5 km/h, രണ്ടാളുടെ സെയിം പോയിന്റ് ആണ് തുടങ്ങുന്നത്. Car A moves towards north and car B is moving towards the east. So I will draw it for you. Car A is moving north with 5 km/minute. Now car B is moving east. Car B is moving east. This is A. Okay, now B is moving east and this is 5 kilometers, 3 km/minute. Okay, 3 km/minute in the east direction. What is the relative velocity of B with respect to A? So relative velocity of B with respect to A. Relative velocity of B with respect to A. This is how I will write. Relative velocity of B with respect to A. B velocity of B with respect to A. A നെ സംബന്ധിച്ചിടത്തോളം B യുടെ വെലോസിറ്റി എന്ത്? നമ്മൾ ഇങ്ങനെ എഴുതാം. VBA is equal to vector B minus vector A. Okay, vector B minus vector A. This is the relative velocity. This is how you will represent relative velocity. നമ്മൾ ഇങ്ങനെ എഴുതാം. VBA is equal to VB minus VA. So VB V ഇതൊക്കെ എന്താണ് മക്കളെ? വെക്ടേഴ്സ് ആണ്. വെക്ടർ വെറുതെ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും നമ്മൾ എന്ത് ഫോളോ ചെയ്യണടാ? എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? റിസൾട്ടൻ്റ് എപ്പോഴും നമ്മൾ എന്താണ്? പാരലോഗ്രാം ലോ ഫോളോ ചെയ്യണം. അപ്പോൾ VB മൈനസ് VA ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ ഞാൻ എന്ത് ചെയ്യണം മക്കളെ? മാറ്റി വരയ്ക്കണം. ഇതാണ് VB, റൈറ്റ്? VB is this is 3 km/minute. This is minus VA, അല്ലേ? VB plus minus VA. This is what it actually means. It is minus VA, which is 5 kilometer. This is also, sorry, not 3. I'm sorry for that. Again 5. I don't know where this 3 is coming from. Okay, it's again 5 km/minute. Again 5 km/minute. Okay, so this is A. So what is the resultant? What is the resultant? This is your resultant. Okay, what is the resultant? Again it is 5 square plus 5 square, right? Angle is 90 degree. North is angle is 90 degree, so AB cos theta gets cancelled off. 5 square plus 5 square. What is the answer? 5√2. 5√2. It's 5√2. Now your answer is 5√2. Everything saying 5√2. എല്ലാ ആൻസർ 5√2 ഉണ്ട്. പക്ഷേ ഡയറക്ഷൻ ആണ് നോക്കേണ്ടത്. ഇതെന്താടാ? ഇത് സൗത്ത് ആണ്. ഇതെന്താടാ? ഈസ്റ്റ് ആണ്. അപ്പോൾ ഡയറക്ഷൻ എന്താണ്? ഇറ്റ് ഈസ് സൗത്ത് ഈസ്റ്റ്. A. Is that clear, ladies and gentlemen? Is that clear? അവിടെ ഡോപ്പ ക്യാപ്സൂളൊക്കെ നമ്മൾ മംഗ്ലീഷാണ് എടുക്കുന്നത്, മനസ്സിലായോ? നമ്മൾ ഇംഗ്ലീഷും എന്താ പറയുക മലയാളം ഒക്കെ മിക്സ് ചെയ്തിട്ട് മാക്സിമം എല്ലാവർക്കും എത്തിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഇഷ്ടപ്പെടാന്നുള്ള ഇംഗ്ലീഷൊന്നും പറയില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നുള്ളൂ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഈസ് ദിസ് കൺസെപ്റ്റ് ക്ലിയർ? സോ വെന്നെവർ നിങ്ങൾക്ക് നിങ്ങളുടെ എപ്പോഴും റിലേറ്റീവ് വെലോസിറ്റി എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? രണ്ടാമത്തെ സാധനം ജസ്റ്റ് തിരിച്ചിടുക. ഓക്കെ, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ തിരിച്ചിട നിങ്ങൾ മറന്നു പോകണം. നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും? ഇങ്ങനെയൊക്കെ നിങ്ങൾ ആൻസർ യുവർ ആൻസർ വിൽ ബി 5√2 ഇൻ വാട്ട്? നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. യു മേ ബി റൈറ്റിംഗ് ഓപ്ഷൻ ഡി എസ് ആൻസർ, ബട്ട് ദാറ്റ് ഈസ് റോങ്. ഇറ്റ് ഈസ് യു ഹാവ് ടു റിവേഴ്സ് എ. ബിക്കോസ് റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ VB മൈനസ് V ആണ്. യു ഹാവ് ടു റിവേഴ്സ് എ. സോ ഇറ്റ് ഈസ് മൈനസ് ഓഫ് ദാറ്റ്. ഓക്കെ, now moving on to the next question. It's basic theory questions. 2 projectiles of same mass and with the same velocity are thrown at an angle 60 degree and 30 degree with the horizontal, then which will remain the same? What is the answer? What is the answer? All of them, right? All of them. All of them. All of them. No, answer is range of projectile. Basic theory ആണ്. If an what the ranges are equal for an angle of projection theta and 90 minus theta, just the ranges. ഇപ്പോൾ ഒന്ന് 30 ഒന്ന് 60, ഒന്ന് സപ്പോസ് 120 അതർ 70, ഒന്ന് 10 അടുത്തത് 80,
ഒന്ന് സം 5 മറ്റേത് ഒരു 85. So if one is theta and other is 90 minus theta, both will be having what? The same range of projectile. Range എന്ന് പറഞ്ഞ സാധനം എന്താ? This is the range. This is the range. So range of the projectile is equal for theta and 90 minus 3. Just the range, not your time, not your maximum height, nothing. Okay, simple mathematics ആണ്. Okay. Now moving on to the next particle. Okay, next question. For this particular question, ഈ question ഞാൻ നിങ്ങൾക്ക് 1 മിനിറ്റ് സമയം തരും. Okay, 1 മിനിറ്റ് നിങ്ങൾ ആലോചിച്ച് ഉത്തരം പറയണം. A particle is dropped from a height and another particle breathes projectile in the horizontal direction with speed 5 meters per second from the same height. The correct statement is. എന്താ scenario എന്താ? What is the scenario given? We are having a particle A. Okay, the particle A is dropped. Particle A is dropped. Now what happens? Particle B from the same point, the particle is thrown. Particle is thrown with a horizontal velocity. It is thrown. So what will it observe? It will be a vertical project like this. Okay. So particle B will be here. Particle A will be here. Okay. Now what is the options given? Particle A will reach at the ground first with respect to particle B. Particle B will reach at the ground first with respect to A. Both particles will reach at the ground simultaneously. Both particles will reach at the ground with the same speed. So what is the answer? Just logic ഉപയോഗിക്കുക. ഒന്ന് നമ്മൾ ഇടുന്നുള്ളൂ, ഒന്ന് നമ്മൾ എറിയാണ്. വീണ്ടും വരാം, ഒന്ന് നമ്മൾ ഇടുന്നുള്ളൂ, ഒന്ന് നമ്മൾ എറിയാണ്. One I'm just dropping, other I'm throwing. Okay. So which will reach first? Common logic. Which will reach first? Which will reach first? എടാ നാളെ 7 മണി മുതൽ 7 വരെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഡോപ്പയുടെ ഇൻസ്റ്റാഗ്രാം ലൈവ് പേജിൽ നമ്മുടെ ഡോക്ടർ ആഷിഖ് സൈനുദ്ദീൻ നിങ്ങൾക്കൊരു ലൈവ് സെഷൻ, ജസ്റ്റ് ഒരു അരമണിക്കൂർ ലൈവ് സെഷൻ, എങ്ങനെയാണ് നിങ്ങൾ +2 ബോർഡ് എക്സാം നീറ്റ് എക്സാം ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുക. അപ്പം നമ്മളെ ക്ലാസ് തുടങ്ങുമ്പോൾ കുറച്ച് പേര് പറയണ്ടായി, സാർ ഞങ്ങൾക്ക് ഇനി +2 ബോർഡ് എക്സാം ആണ് എന്നൊക്കെ. അപ്പോൾ നമുക്ക് +2 ബോർഡ് എക്സാം ഒക്കെ ഒരേ തിയറി, ഒക്കെ ഒരേ ബുക്ക് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ യുവർ +2 ബോർഡ് എക്സാംസ് ആൻഡ് യുവർ നീറ്റ് എക്സാം രണ്ടും ഒരേ സാധനമാണ്. അപ്പോൾ രണ്ടും ഒരുമിച്ച് ഇങ്ങനെ കൊണ്ടുപോകാം എന്നുള്ള കുറച്ച് ടിപ്സും എങ്ങനെ നിങ്ങൾ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം എന്നുള്ളതിനെ പറ്റി നാളെ ആഷിഖ് സൈനുദ്ദീൻ നിങ്ങൾക്ക് എന്തെടുക്കുന്നതായിരിക്കും. ആഷിഖ് നിങ്ങൾക്ക് ഒരു ലൈവ് സെഷൻ ഇൻസ്റ്റാഗ്രാം ലൈവ് ഫ്രം 7 PM രാത്രി 7 മണിക്ക്. ഓക്കെ, സോ വാട്ട് ഇസ് ആൻസർ? ആൻസർ ഈസ് കോമൺ ലോജിക് അല്ലേ, ബി അല്ലേ. ഒന്ന് ഞാൻ ഇടുന്നുള്ളൂ, ഒന്ന് ഞാൻ എറിയാണ്. അപ്പോൾ ബേസിക്കലി എന്താ, ഞാൻ എറിയുന്നല്ല ഫസ്റ്റ് ആയിട്ട് എത്തുക. എല്ലാ തെറ്റ് എന്നോട് ചോദിച്ചത് എന്താടാ, ഗ്രൗണ്ടിലെത്തുക അല്ലേ. ഞാൻ എ എന്ന ബോഡീന് ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ് കൊടുത്തത് അല്ലേ, ബോഡി ഡ്രോപ്പ് ചെയ്യാണ്. പക്ഷെ ബി എന്ന ബോഡിന് ഞാൻ കൊടുത്ത വെലോസിറ്റി എന്ത് മാത്രമാണ്? ഹൊറിസോണ്ടൽ വെലോസിറ്റി മാത്രമാണ്. ഒൺലി ഇൻ ദി എക്സ് ഡയറക്ഷൻ മാത്രം. ഈ എക്സ് ഡയറക്ഷൻ വെലോസിറ്റി ഈ ബോഡിനെ എന്തിനു മാത്രമേ സഹായിക്കുള്ളൂ? ഇങ്ങനെ പോകാൻ വേണ്ടി മാത്രമേ സഹായിക്കുള്ളൂ. മറിച്ച് ഇൻ ദിസ് വൈ ഡയറക്ഷൻ ദി ഇനീഷ്യൽ വെലോസിറ്റി ഈസ് വാട്ട്? ഇനീഷ്യൽ വെലോസിറ്റി ഈസ് 0. In the y direction initial velocity 0. So if I'm just cutting off this x-axis ഞാൻ മൈൻഡ് ആക്കുന്നത് ബോത്ത് ആർ ആക്ച്വലി രണ്ടും ഞാൻ എന്താ ഡ്രോപ്പ് ചെയ്യുന്ന സെയിം സിനാരിയോ ആണ് അല്ലേ. അപ്പോൾ അടിയിലോട്ട് എത്താൻ അല്ലേ, ഈ ഡയറക്ഷൻ എന്താണ്? വൈ ഡയറക്ഷൻ ആണ്. വൈ ഡയറക്ഷനിലെ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ എനിക്ക് വൈ ഡയറക്ഷൻ വെലോസിറ്റിയാണ് ഉപയോഗിക്കുക അല്ലേ. വൈ ഡയറക്ഷനിലെ ഡിസ്റ്റൻസ് സഞ്ചരിക്കാൻ വൈ ഡയറക്ഷൻ വെലോസിറ്റിയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ രണ്ടാളും ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. അപ്പോൾ രണ്ടാളും സൈമിൾട്ടേനിയസ്ലി എത്തുള്ളൂ. മനസ്സിലായോ? പക്ഷേ എക്സ് ആക്സിൽ നോക്കിക്കേ, ഈ ബോഡിന് എക്സ് ആക്സിൽ വെലോസിറ്റി, അപ്പോൾ ബോഡി ഇവിടെയാണ് നിൽക്കുക. പക്ഷേ ഈ ബോഡിന് എന്തുണ്ട്? എക്സ് ആക്സിൽ വെലോസിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് അതൊരു എക്സ് ഡിസ്റ്റൻസ് സഞ്ചരിച്ചത്. മനസ്സിലായോ? സോ യുവർ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, now next, the maximum range of a shotgun of horizontal terrain is 16 km. If g is 10 meter per second square, the muzzle velocity of the shell must be. Okay, so maximum range, whenever you are here അല്ലെ, നിങ്ങൾ എപ്പോഴൊക്കെ whenever you hear the term maximum range, നിങ്ങൾ എപ്പോഴൊക്കെ ഒരു maximum range എന്നുള്ള ടേം കേട്ടാലും അപ്പോൾ നിങ്ങൾ മനസ്സിൽ വരുന്ന ആംഗിൾ എന്താണ്? ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു 45. ആ ആംഗിൾ തീറ്റ 45 ആയിരിക്കും. മാക്സിമം റേഞ്ച് എന്ന് കേൾക്കുകയാണെങ്കിൽ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തീറ്റ എന്തായിരിക്കും? 45 ആയിരിക്കും. ദിസ് ആംഗിൾ ഈസ് സിംപ്ലി 45. അപ്പം റേഞ്ച് ഈസ് ഈക്വൽ ടു u² sin 2θ/g എന്നാണ്. u² sin 2θ/g എന്നാണ്. അപ്പോൾ റേഞ്ച് r ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് u ഡാ? u എത്രയാ? u ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ.
R is given the question, right? R is 16 kilometer. So 16 into 10 raised to 3, 16 kilometer. R is equal to U square. What is sine 2 of, yeah, theta is 45. So sine 2 into 45 is sine 90 divided by G, 10. So it is 16 into 10 raised to 4 is equal to U square. So what is U da? 4 into 10 raised to 2. I'm taking root. So your answer is 400 meter per second. Your answer is simple mathematics, 400 meter per second. Okay. അല്ലേ നമുക്ക് റിവർ മാൻ പ്രോബ്ലം ചെയ്തിട്ട് നമുക്ക് ഈ പാഠത്തിനോട് ടാറ്റ ബൈ ബൈ പറയാം. കാരണം സമയം അതിക്രമിച്ചിരിക്കുന്നു. നമുക്കൊരു പാഠം തീർക്കാണ്ട്. നിങ്ങളെല്ലാവരും ഇപ്പം തന്നെ ഉറങ്ങി ആകെ നോക്കാം. ഓക്കെ, സ്പീഡ് ഓഫ് ദി ബോട്ട്. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള സമയം തരാം. ഓക്കെ, ദ സ്പീഡ് ഓഫ് ദി ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ഈസ് what 5 km/h. It crosses a river of width 1 kilometer along the shortest possible path. In 50 minutes. The velocity of the river water is, okay, shortest possible path. അത് മാത്രം ഞാൻ എഴുതാം. ഷോർട്ടസ്റ്റ് പോസിബിൾ ടൈം എന്നുള്ള വേറെ സാധനം ഉണ്ട്. സോ നിങ്ങളിത് എത്ര ജസ്റ്റ് ഒക്കെ ഷോർട്ടസ്റ്റ് പോസിബിൾ പാത്താണ്. ഷോർട്ടസ്റ്റ് ഇപ്പം ഇതാണ് ഒരു റിവർ. ഓക്കെ, ഇത് റിവർ. ഓക്കെ, ഒരു മച്ചാന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്യണം, അപ്പുറത്തെ കരയിൽ എത്തണം. അപ്പോൾ ഷോർട്ടസ്റ്റ് പോസിബിൾ പാത്ത് ഇതാണോ മോനെ അതോ ഇതാണോ? ഷോർട്ടസ്റ്റ് പോസിബിൾ പാത്ത് ഇതാണ്. ഓക്കെ, എക്സാക്ട്ലി ഓപ്പോസിറ്റ് സൈഡിലെത്തുമ്പോഴാണ് ഷോർട്ടസ്റ്റ് പോസിബിൾ പാത്ത് ആവുക. സോ ദിസ് ഈസ് ദ ഷോർട്ടസ്റ്റ് പോസിബിൾ പാത്ത് പോസിബിൾ. ഓക്കെ, അപ്പം ഇതൊരു പുഴയാണ് അല്ലേ, റിവറാണ്. ഇതിങ്ങനെ ഒഴുകിക്കൊടുക്കും. ദിസ് റിവർ ഇസ് ഹാവിങ് വെലോസിറ്റി. ഓക്കെ, ലെറ്റ്സ് കൺസിഡർ വെലോസിറ്റി ദിസ് ഡയറക്ഷൻ. ഓക്കെ, എപ്പോഴും ഈ പുഴ ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുക. അപ്പം ഞാനെന്ന് പറഞ്ഞ വ്യക്തി ഇവിടുന്ന് നീന്താൻ വേണ്ടി ഇങ്ങോട്ട് നോക്കുകയാണ്. എനിക്കൊരു ബോട്ടുണ്ട്. ഈ ബോട്ട് ഞാൻ ഇങ്ങോട്ട് പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? എൻ്റെ ഇങ്ങോട്ടുള്ള വെലോസിറ്റിയും ഈ റിവറിൻ്റെ വെലോസിറ്റി ഇങ്ങോട്ടുള്ള എൻ്റെ നെറ്റ് വെലോസിറ്റി ഇങ്ങോട്ടായിട്ട് ഞാൻ ഇവിടെയാണ് എത്തുക. അപ്പോൾ ഷോർട്ടസ്റ്റ് പോസിബിൾ പാത്താവോ? ഇല്ല. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യണം? നേരെ അപ്പുറത്താണ്. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഇങ്ങനെ നീന്തും അല്ലേ, വെലോസിറ്റി മീ ഞാൻ ഇങ്ങനെ നീന്തും. അപ്പോൾ എന്ത് സംഭവിക്കും? ഇത് ഞാൻ ഇതിന് ഞാൻ ഒന്ന് എന്ത് ചെയ്യുക? റിസോൾവ് ചെയ്യാണ്. ഒരു കമ്പോണൻറ്റ് ഇങ്ങനെ വരും. ഇത് ഞാൻ തീറ്റ എന്ന് വിളിക്കുകയാണെങ്കിൽ ഇത് VM cos തീറ്റയായി. അടുത്ത കമ്പോണൻറ്റ് എങ്ങനെ ഇടാം? അടുത്ത കമ്പോണൻറ്റ് ഇങ്ങനെ വരും, VM sin തീറ്റയായി. ഓക്കെ, ഈ VM sin തീറ്റൻ്റെ എനിക്കെന്താണ്? ഇത് മാത്രം ഇവിടെയാണ് എത്തേണ്ടത്. എന്ന് വെച്ചാൽ ഈ വെലോസിറ്റി മാത്രമേ ആക്ട് ചെയ്യാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ ഈ VR വെലോസിറ്റി വരാൻ പാടില്ല. എന്ന് വെച്ചാൽ ഈ VM sin തീറ്റൻ്റെ പണി എന്താടാ? VRനെ കുറയ്ക്കുകയാണ് അല്ലേ. VM sin തീറ്റ ഇങ്ങോട്ട്, VR ഇങ്ങോട്ട് അല്ലേ. അപ്പം VR-നെ കംപ്ലീറ്റ്ലി വെലോസിറ്റി ഓഫ് റിവറിനെ കംപ്ലീറ്റ് ആര് തിന്നു പോകണം? VM sin തീറ്റ തിന്നണം. സോ ഫോർ കംപ്ലീറ്റിംഗ് ദ ഷോർട്ടസ്റ്റ് പോസിബിൾ പാത്ത് my VM sin theta should be equal to VR, or sin theta is equal to velocity of the river divided by velocity of the man or velocity of me. Now look, ഈ ഒരു ആക്സ് മാത്രം നോക്കുകയാണ്. ഓക്കെ, ഈ ആക്സ് മാത്രം നോക്കുകയാണെങ്കിൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഓക്കെ, I'm just applying ഈ സാധനം ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ വെലോസിറ്റി, വാട്ട് ഇസ് വെലോസിറ്റി? ഈ ആക്സ് വെലോസിറ്റി എന്താണ്? VM cos തീറ്റ. അപ്പോൾ VM cos തീറ്റ ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. ലെറ്റ് മീ കോൾ ദിസ് ഡിസ്പ്ലേസ്മെൻറ്റ് ടു ബി സം x ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ x ഡിവൈഡ് ബൈ ടൈം t, or time taken, time t is equal to x divided by VM cos theta. ഓക്കെ, cos theta എന്ന് പറഞ്ഞ സാധനം ശരിക്കും എന്താണ് അല്ലേ? എനിക്കറിയാം cos square theta, സിമ്പിൾ മാത്സ് ആണ്. sin square theta is equal to 1, or cos square theta is equal to 1 minus sin square theta, അല്ലെങ്കിൽ cos theta is equal to root of 1 minus sin square theta. ഇതിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ t is equal to x divided by VM into, instead of cos theta I'm writing root of 1 minus sin square theta. Okay, what is sin theta? VRM. I'm substituting it here. T is equal to x divided by VM into root of 1 minus, what is sin theta? VR divided by VM whole square theta. Okay, also not theta. Okay, so what എന്താടാവുക? സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ് ചെയ്യുന്നത്. തിയറി സാധനം പറഞ്ഞു തരാണ്, കാരണം ഡയറക്റ്റ് അപ്ലിക്കേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. VM into
ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കടാ വി എം സ്ക്വയർ മൈനസ് വി ആർ സ്ക്വയർ, ഇവിടെ റൂട്ട് ഉണ്ട്, ഇവിടെയൊക്കെ റൂട്ട് ഉണ്ട്, റൂട്ട് ഡിവൈഡ് ബൈ വി എം അല്ലേ, വി എം സ്ക്വയറിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ വി എം ആണ്. ഓക്കെ, ഈ വി എം വെട്ടിപ്പോയി, അല്ലെങ്കിൽ ടി ഇസിക്കൽ ടു എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് വി മാൻ സ്ക്വയർ മൈനസ് വി ആർ സ്ക്വയർ. സോ യു വിൽ ഗെറ്റ് 3 ഇക്വേഷൻ. ഇത് ഓരോ സിനാരിയോ ആണ്, ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമുക്ക് സമയമില്ല. ഈ ഇക്വേഷൻസ് ഒക്കെ എഴുതി വെക്കുക. ഏത് ഇക്വേഷൻസ് ഒക്കെ എഴുതി വെക്കുക? ഈ ഇക്വേഷൻ, ഇക്വേഷൻസ് ഒക്കെ എഴുതി വെക്കുക. ഈ സാധനം ഇതൊക്കെ എഴുതി വെക്കുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ് സാധനം. ഇതാണ് ഷോർട്ടസ്റ്റ് പോസിബിൾ പാത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിൽ വരേണ്ട സാധനങ്ങൾ. അപ്പം ഈ ക്വസ്റ്റ്യനോട്ട് വരുമ്പോൾ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? വെലോസിറ്റി ഓഫ് ദി ബോർഡ്, വെലോസിറ്റി ഓഫ് ദി മാൻ ഈസ് ഈക്വൽ ടു 5 km/h. Width of the river x is equal to 1 kilometer. The shortest possible path ആണ് നമ്മുടെ ഈ സിനാരിയോ ആണ്. ടൈം is equal to 50 minutes, ഹവറിലാണ്. അപ്പോൾ 50 minutes is how much hours? 15/60 minutes, that is equal to 1/4 hours. The velocity of the river is, so Vm, x and t. I have to find Vr. What is the equation that I should apply? ഏത് equation ആണ് ഞാൻ apply ചെയ്യേണ്ടത്? Equation, right? So time is equal to what? As per the question, time is equal to what? 1/4 is equal to x etraya 1 divided by root of what is Vm? Vm is 5 square minus Vr square. So രണ്ട് സൈഡ് മൾട്ടിപ്ലൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ല, സ്ക്വയർ ചെയ്യുന്നു. 1/16 is equal to 1/25 minus Vr square, or 16 is equal to 25 minus Vr square, or Vr square is equal to 25 minus 16, or Vr is equal to root of 9, that is equal to 3 km/h. The answer is 3 km/h. Is that clear? അടാ PDF ആയിട്ട് ഡോപ്പേൻ്റെ ഗ്രൂപ്പിലൊക്കെ ഇട്ടുതരാം കേട്ടോ, എല്ലാ ക്വസ്റ്റ്യനും ഇട്ടുതരാം. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഒരുപാട് ലേറ്റ് ആവുന്നില്ല നമ്മൾ. സോ ഇറ്റ്സ് ക്ലിയർ. കാരണം 45 മിനിറ്റ് കൊണ്ടൊക്കെ ഒരു പാടിൽ 10 ക്വസ്റ്റ്യനൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാണ്ടല്ലോ, നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര പാടാണ്. അപ്പം വിൽ ജസ്റ്റ് ഷോ ദ ക്വസ്റ്റ്യൻ. ജസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻ എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഒട്ടുമിക്കതും പ്രീവിയസ്ലി ആസ്റ്റാണ്. അപ്പോൾ എൻ്റെ സൊല്യൂഷൻസൊക്കെ എന്തുണ്ടാവും? നെറ്റിലുണ്ടാവും. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്തോ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആട്ടോ. ക്വസ്റ്റ്യനൊക്കെ ഭയങ്കര പാകപ്പ് ചെയ്തു, പക്ഷേ സിമ്പിൾ സാധനങ്ങൾ എല്ലതും. എടുത്തോ. കഴിയും. ഓക്കെ, 15ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പാഠത്തിലോട്ട് പോകാം. ലോസ് ഓഫ് മോഷൻ എന്ന പാഠം പോയിട്ട് നമുക്ക് യാ അല്ലാ ഓക്കെ ഗുഡ് നൈറ്റ് പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പം അടുത്ത സ്ലൈഡായിട്ട് വരാം. ജസ്റ്റ് 2 minutes എല്ലാം ഒന്ന് ഫ്രഷ് ആയിട്ട് പോവാം. അവിടെ ഇപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻ്റെ അവിടെ ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം കേട്ടോ. ഒറ്റ മിനിറ്റ് ഇപ്പോൾ കാണിച്ചു തരാം. ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഷോർട്ടസ്റ്റ് പോസിബിൾ പാത്താണ്. ഷോർട്ടസ്റ്റ് പോസിബിൾ പാത്ത് sin theta is equal to velocity of the river divided by velocity of the man. Time is equal to time taken for covering time is equal to width of the river x divided by v man cos theta, vm cos theta. T is equal to x divided by vm cos theta. ഈ കോസ്റ്റിനൊക്കെ നമ്മൾ വേറെ സാധനങ്ങൾ കൊടുക്കുമ്പോൾ t is equal to what? T is equal to x divided by root of vm square minus vr square.
അവിടെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്ന സമയം ഒരുപാട് ലേറ്റായി പോയി. സോറി ഫോർ നാളെ നമുക്ക് നേരത്തെ തീർക്കാൻ നോക്കാം. ഓക്കെ, നാളെ സ്പീഡിൽ നമുക്ക് കാര്യങ്ങൾ തീർക്കാം. ഓക്കെ, പിന്നെ നിങ്ങൾ വീണ്ടും മനസ്സിലാക്കുക, നമ്മളെന്താ പറയുക, നിങ്ങളിപ്പം എത്ര 10-12 ലക്ഷം ആൾക്കാർ ഇരുന്നൊരു എക്സാമാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഓരോ മിനിറ്റും നിങ്ങളിപ്പോൾ വെറുതെ ഇരിക്കുമ്പം അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ആകാശത്തൊക്കെ നോക്കിയിരിക്കുമ്പം തൊട്ടടുത്തുള്ള നിങ്ങളെ കൂടെ എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരോട് പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഓരോ സെക്കൻഡും കോമ്പറ്റീഷൻ എന്നുള്ള സാധനമുണ്ട്. നിങ്ങൾ വെറുതെ തിരിഞ്ഞ് കളിക്കാണ്ട്, ഞാൻ കംപ്ലീറ്റ് 24 മണിക്കൂറും പഠിക്കുക എന്നല്ല പറയാം. നിങ്ങൾ വേണ്ട കളിക്കണം, മര്യാദയ്ക്ക് ഫുഡ് കഴിക്കണം, ഒരു റിലാക്സേഷൻ എടുക്കുക, പാട്ട് കേൾക്കണം, സിനിമ കാണണം, കുടുംബക്കാരൊക്കെ ഒന്ന് സംസാരിക്കണം, അങ്ങനെ സാധനങ്ങളൊക്കെ വേണം. ഇത് ഞാൻ പറഞ്ഞില്ല, ജീവിതത്തിലെ ഫസ്റ്റ് ഒരു ടേണിംഗ് പോയിൻറ്റ് മാത്രമാണ്. ഇത് എടുത്തില്ല എന്ന് വെച്ചൊരു സീനൊന്നുമില്ല, പക്ഷേ എടുത്താൽ വളരെ നന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കി, അതിൻ്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, ഓരോ സെക്കൻഡ് വിലപ്പെട്ടതെന്ന് മനസ്സിലാക്കിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ചിലപ്പം ഒരു 1.5 മാസം 2 മാസം നല്ലവണ്ണം കഷ്ടപ്പെട്ട ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം തന്നെ ഉള്ളൂ നീറ്റ്. ഇതെന്തോ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുള്ളൊരു പ്രശ്നം മാത്രമാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ സിമ്പിളായിട്ട് കാര്യങ്ങൾ നോക്കി കാണുക, സിമ്പിൾ എന്നെക്കൊണ്ട് പറ്റും എന്നുള്ള സാധനത്തിൽ വിശ്വസിക്കുക, ചെറിയ ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങുക. അങ്ങനെ ചെറിയ ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ക്ലാസ്സിലിരിക്കുന്ന ആൾക്കാരോട് കുട്ടികളോട് പറയുന്നൊരു കാര്യമാണ്, ദിനേശ് ഉണ്ടായിരുന്നു പണ്ടൊരു ദിനേശ് ഗൈഡ്, ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ദിനേശ് എന്ന് പറഞ്ഞൊരു ഗൈഡ് ഉണ്ട്. ആ ഗൈഡിൽ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ഏറ്റവും ബേസിക്കായിട്ട് ഫസ്റ്റ് ഏറ്റവും ബേസിക് ഡിസ്റ്റൻസ് എന്ത്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ത് എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും ബേസിക്കായിട്ട് നമുക്ക് എന്തും ക്വസ്റ്റ്യൻ തരും. അപ്പോൾ അതിൽ നമുക്ക് എന്ത് കിട്ടും, ലെവൽ 1ത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് കിട്ടും, എനിക്ക് എന്തൊക്കെ അറിയാം, ഞാനൊരു പൊട്ടനല്ല എന്ന് എനിക്ക് തോന്നും. ലെവൽ 2 ചെയ്യുമ്പോൾ കുറച്ചുകൂടും, ആ ഒരു ഗ്രാജുവൽ ഗ്രഡേഷൻ സാധനമായിരിക്കും. അപ്പോൾ അങ്ങനെ മെല്ലെ മെല്ലെ നമ്മൾ കാര്യങ്ങൾ നോക്കി കാണും. അപ്പോൾ നിങ്ങൾ ഏറ്റവും ചെറിയ ക്വസ്റ്റ്യൻ പാഠം ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ വലിയ സാധനങ്ങളോട്ടല്ല പോകണം, മറിച്ച് നിങ്ങൾക്ക് അറിയാം എന്തായാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ആ സാധനം എടുത്ത് ചെയ്ത് തുടങ്ങും. അപ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ സമയം എന്ത് ചെയ്യുക, ഞാൻ വീണ്ടും പറയാം, ഇപ്പോൾ ബയോളജി എന്നൊക്കെ പറഞ്ഞ സാധനമല്ലേ, നിങ്ങൾ NCERT മാത്രം വായിക്കുക, ഒരു അക്ഷരം പുറത്ത് വായിക്കേണ്ട, ഒരു അക്ഷരം എന്ന് പറഞ്ഞാൽ ഒരു അക്ഷരം പുറത്ത് വായിക്കേണ്ട, NCERT മാത്രം വായിച്ചുകൊണ്ടേ ഇരിക്കുക. NCERT മാത്രം വായിക്കുക. ഇപ്പോൾ കെമിസ്ട്രി ആയാലും ഒരുപാട് ഗൈഡ്സൊന്നും റെഫർ ചെയ്യണമെന്നില്ല, നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടുന്ന് തരുന്ന നോട്ട്സും കാര്യങ്ങളും മാത്രം റെഫർ ചെയ്യുക. ഓക്കെ, ബാക്കി മൊത്തം എന്ത് ചെയ്യുക, നിങ്ങൾ ഫിസിക്സിനായിട്ട് സമയം കൊടുക്കുക. ഈ ലോസ് ഓഫ് മോഷൻ എന്ന പാഠം കുറച്ച് വലിയ ചാപ്റ്ററാണ്, കുറച്ച് ട്രിക്കി ചാപ്റ്ററാണ്, അല്ലാണ്ട് കയറാൻ പറ്റാത്ത മലമൊന്നുമല്ല, എല്ലാവർക്കും പേടിയുള്ള ചാപ്റ്ററാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് പേടി വരുന്നത്, 1D 2D നല്ലവണ്ണം മനസ്സിലാക്കിയാൽ മാത്രമേ ഈ പാഠത്തിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതിൽ കുറേ അടിപൊളി കൺസെപ്റ്റ്സ് ഉണ്ട്, വേറെ ഒരു ക്ലാസ്സിലും കേൾക്കാത്ത കുറച്ച് അടിപൊളി കൺസെപ്റ്റ്സ് ഉണ്ട്, അതൊക്കെ ഞാൻ ഇന്ന് പറഞ്ഞുതരാം. ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഞാൻ റിപ്പീറ്റേഴ്സിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു മൊഡ്യൂളായിരുന്നു. അപ്പോൾ എന്നാലും നമുക്കിത് ചെയ്യാം അവിടെ. ഓക്കെ, അപ്പം നോക്കാം എല്ലാവരും വാ. ഓക്കെ, ലോസ് ഓഫ് മോഷൻ എന്നുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. വീണ്ടും പറയാം, നമുക്ക് 45 മിനിറ്റ് ഒന്നും പറയാൻ പറ്റില്ല, പക്ഷേ നിങ്ങൾക്കൊരു അടിപൊളി കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എന്തായാലും നിങ്ങളിപ്പോൾ ഈ രാത്രി എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഇരിക്കുന്ന എന്തായാലും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു സാധനം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടേ പോകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ലോസ് ഓഫ് മോഷൻ എന്നുള്ള പാഠം നമ്മൾ നോക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് സ്ക്രീനൊക്കെ കാണുന്നില്ലേ, എല്ലാം ഓക്കെ അല്ലേ? ഇപ്പോൾ നമ്മൾ ലോസ് ഓഫ് മോഷൻ എന്നുള്ള പാഠം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠമാണ്. നമ്മൾ അതിനെ വലുതാക്കി കാണേണ്ട ആവശ്യമില്ല, എന്നിട്ട് ചെറുതാക്കി കാണേണ്ട ആവശ്യമില്ല, മറിച്ച് ഭയങ്കര എന്താ പറയുക, കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ. നിങ്ങൾക്ക് അതിൽ ആകെ അറിയേണ്ട കാര്യം എന്താ അറിയോ, നിങ്ങൾക്ക് ഈ പാഠം ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടാക്കുന്ന ഒരു എൻറ്റിറ്റിയാണ് ഈ സാധനം. നിങ്ങൾക്ക് അറിയാത്തതാണ് ഫ്രീ ബോഡി ഡയഗ്രാം. ഒരു ബോഡിയിൽ വരുന്ന എല്ലാ ഫോഴ്സസുകളും വരയ്ക്കാൻ അറിയണം. ഒരു മേശപ്പുറത്ത് ഒരു ബോഡി വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിലോട്ടൊരു mg ഫോഴ്സ് മാത്രമല്ല, മറിച്ച് എന്താണ് ഈ ടേബിൾ ഇതിന് തിരിച്ചു കൊടുക്കുന്ന എന്തുണ്ട്, ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ട് എന്നും കൂടി വരയ്ക്കാനൊരു ബോധം വരണം. ഒരു ഫ്രിക്ഷണൽ സർഫസിൻ്റെ ഒരു ഇൻക്ലൈൻ പ്ലെയിൻ ബോഡി ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇതാണ് mg, മറിച്ച് ഇതല്ല mg എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കൺസെപ്റ്റ് വേണം. അതെന്തുകൊണ്ടാണ് ഞാനൊരു സംശയം ചോദിക്കട്ടെ നിങ്ങളോട്. ഇപ്പോൾ നോക്കുക, ഈ ബോഡി ഈ ഒരു ബോഡി ടേബിളിൽ നിൽക്കുകയാണ്. ഓക്കെ, ഈ ബോഡി ടേബിളിൽ നിൽക്കുകയാണ്. അപ്പം ആ സർഫസിനോട് പെർപെൻഡിക്കുലറായിട്ട് mg ആക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഇൻക്ലൈൻ പ്ലെയിനിൽ വെക്കുമ്പോൾ ഇതല്ല ഇവർ തമ്മിലുള്ള
ഒരു പെർപെൻഡിക്കുലർ. അപ്പോൾ ഇങ്ങനെയല്ലേ ശരിക്കും എം ജി വരണ്ടേ അല്ലേ? ഇങ്ങനെയല്ലേ ശരിക്കും എം ജി വരണ്ടേ? പക്ഷേ ഇങ്ങനെയല്ലല്ലോ എം ജി. എന്തുകൊണ്ട് ഇങ്ങനെയല്ല എം ജി? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എം ജി ഓൾവേസ് ആക്ട്സ് ടുവേർഡ്സ് ദ ഗ്രൗണ്ട് ആണ്, നോട്ട് ദ സർഫസ്. ഇറ്റ് ഓൾവേസ് ആക്ട്സ് ടുവേർഡ്സ് ദ ഗ്രൗണ്ട്. സോ വിത്ത് റെസ്പെക്ട് ടു ദി ഗ്രൗണ്ട് the mg acting, this is mg. If this is theta, this also is theta അല്ലേ? ഈ ലൈനും തീറ്റ ആണെങ്കിൽ ഇതിൻ്റെ പെർപെൻഡിക്കുലറും ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആയിരിക്കും. അതാണ് ഈ വരച്ചിട്ടുള്ളത്. ഇതും തീറ്റയാണ്. ഓക്കെ, ഈ ലൈൻ എന്ന് പറയുന്നത് ഇതിൻ്റെ പെർപെൻഡിക്കുലറാണ്, ഈ ലൈൻ എന്ന് പറയുന്നത് ഇതിൻ്റെ പെർപെൻഡിക്കുലറാണ്, ഈ ലൈൻ എന്ന് പറയുന്നത് ഇതിൻ്റെ പെർപെൻഡിക്കുലറാണ്. ഇപ്പോൾ രണ്ടാളും തമ്മിൽ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇതും തീറ്റ ആയിരിക്കും. അപ്പോൾ ഇത് എം ജി കോസ് തീറ്റ, ഇതെന്താടാ? ഇത് എം ജി സൈൻ തീറ്റ. ഓക്കെ, ഇത് വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. ഇതാണ് എം ജി സൈൻ തീറ്റ. സോ ഫ്രീ ബോഡി ഡയഗ്രാംസ് ഒക്കെ വരയ്ക്കാതിരിക്കും. ഇനി അവിടെ ഒരു ഫ്രിക്ഷൻ വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? Friction always acts against the motion, against the tendency of the motion. So this is mg cos theta, this is mg sin theta. So your frictional force will be in the opposite direction. അല്ലേ? ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴും എന്താടാ? ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴും എവിടെയൊക്കെ ഫ്രിക്ഷണൽ ഫോഴ്സ് is equal to mu into n. It is always mu into n. mu into what is n? n is normal reaction. അപ്പോൾ ഇതാണ് നോർമൽ റിയാക്ഷൻ. അപ്പോൾ ഈ ആക്സിസിൽ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് മച്ചാമാർ ഈക്വൽ ആണ്. കാരണം ആ ബോഡി ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടോ, ഈ ഡയറക്ഷനിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടോ ഇല്ല എന്ന് വെച്ചാൽ n is equal to mg cos theta എന്നാണ്. ഈ സാധനം ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് equal to mu mg cos theta എന്നാണ്. പിന്നെ അവിടെ നമുക്ക് ആൻസർ എന്താ? mu mg cos theta എന്നാണ്. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫ്രിക്ഷണൽ സർഫസ് വരുമ്പം ഇതാണ് ഫ്രീ ബോഡി ഡയഗ്രാം. അപ്പോൾ ഇതൊക്കെ നല്ലവണ്ണം നിങ്ങൾക്ക് എന്താ അറിഞ്ഞിരിക്കാൻ വേണം. ഓക്കെ, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, എ ക്രിക്കറ്റർ catches a ball of 150 gram in 0.1 second moving with speed of 2 minutes. അതും ഈ പാഠത്തിലോട്ട് പോയി പാഠത്തിൽ എന്തൊക്കെയുണ്ട് എന്ന് നിങ്ങൾക്ക് നല്ലോണം അറിഞ്ഞിരിക്കണം. പാഠം കുറച്ച് ലെങ്തി ചാപ്റ്ററാണ്. ഫസ്റ്റ് ന്യൂട്ടൺസ് 3 laws of motion. All the Newton's 3 laws. ഇത് എന്തായാലും അറിയാം. ന്യൂട്ടൺസ് 3 laws of motion. You have to know that. Newton's 3 laws of motion. അതിൻ്റെ എന്താണ് അപ്ലിക്കേഷൻ? ഇപ്പോൾ ന്യൂട്ടൺ സെക്കൻഡ് ലോൻ്റെ അപ്ലിക്കേഷൻ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, അതിൻ്റെ അപ്ലിക്കേഷൻ റീകോളിംഗ് ഓഫ് ദി ഗൺ കാര്യങ്ങളൊക്കെ വരുന്നത്. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷനിൽ നിന്നാണ് ഇമ്പൾസീവ് ഫോഴ്സ്, ഇമ്പൾസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്താ അറിഞ്ഞിരിക്കണം? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു സാധനത്തിന് അറിഞ്ഞിരിക്കണം. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഒരുപാട് ടൈപ്പ് ഓഫ് ഫോഴ്സ് ഉണ്ട്. കോണ്ടാക്ട് ഫോഴ്സ്, സ്പ്രിങ് ഫോഴ്സ്, അങ്ങനത്തെ കോണ്ടാക്ട് ഫോഴ്സ്, സ്പ്രിങ് ഫോഴ്സ്, അങ്ങനത്തെ സാമഗ്രികൾ അറിഞ്ഞിരിക്കണം. കോണ്ടാക്ട് ഫോഴ്സ്, സ്പ്രിങ് ഫോഴ്സ്, ഓക്കെ, അങ്ങനത്തെ സാധനങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം ഈ ഒരു സാധനങ്ങൾക്ക് ആകുമ്പോൾ തന്നെ ഈ പാഠം കഴിഞ്ഞിട്ട്. പക്ഷേ ന്യൂട്ടൺസ് 3 laws നമ്മൾ ഒറ്റ സ്റ്റെപ്പ് എഴുതി നമുക്ക് കുറച്ച് നോക്കാനുണ്ട്. അപ്പോൾ നമുക്ക് കഴിയുന്നതും ഈ ഒരു 45 മിനിറ്റ് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറയാം. ബാക്കി മൊത്തം നമ്മുടെ ക്യാപ്സ്യൂളിൽ നമ്മുടെ ഫുൾ വീഡിയോയിലൊക്കെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ എ ക്രിക്കറ്റർ catches a ball of mass 150 gram in 0.1 second moving with a speed 20 meter per second. Then he experiences a force of, okay, then he experiences a force of എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, എക്സ്പീരിയൻസ് എ ഫോഴ്സ് ഓഫ്. സോ എന്താ സംഭവിക്കുന്നത്? ഒരു ക്രിക്കറ്റർ ഉണ്ട് അല്ലേ? ഒരു 150 ഗ്രാമുള്ള ഒരു ബോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഒരു ബോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു? അതിൻ്റെ സ്പീഡ് എത്ര? വെലോസിറ്റി എത്ര? വെലോസിറ്റി ഇസ് ഈക്വൽ ടു 20 മീറ്റർ പെർ സെക്കൻഡിലാണ് ആ ബോഡി വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ആ ബോളിനെ പിടിക്കുന്നു അല്ലേ? ആ ബോളിനെ പിടിച്ച് കയ്യിൽ നിർത്തുകയാണ് അല്ലേ? കയ്യിൽ നിർത്തുമ്പോൾ ഫൈനൽ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരുന്നു ബോളിൻ്റെ? കണ്ട, ഇനീഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി ഒക്കെ എന്താ? ഫസ്റ്റ് വണ്ടിയുടെ സാധനമാണ്. ഇനീഷ്യൽ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. അവിടെ അദ്ദേഹം കയ്യിൽ പിടിച്ച് ഫൈനൽ വെലോസിറ്റി വി എന്താണ്? 0 അല്ലേ? 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇതിനെടുത്ത ടൈം എത്രയാടാ? ഇതിലെത്ര ടൈം എത്രയാ? ടൈം ഇസ് ഈക്വൽ ടു അതെടാ 0.1 സെക്കൻഡ്. സോ നിങ്ങൾക്ക് വെലോസിറ്റി ഉണ്ട്, യു ഉണ്ട്, ടി ഉണ്ട്. നമ്മൾ ചോദിച്ചുള്ള ഫോഴ്സാണ്. ഫോഴ്സ് എന്ന് പറഞ്ഞ സാധനം എന്താണ്? എം എ എന്നാണ്. അപ്പോൾ എം ഉണ്ട്, എ കണ്ടുപിടിക്കുക. എങ്ങനെ എ കണ്ടുപിടിക്കുക? വി ഉണ്ട്, ടി ഉണ്ട്, യു ഉണ്ട്. വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. അപ്പം 0 ഈസ് ഈക്വൽ ടു യു പ്ലസ് എ. വട്ട് ഈസ് എ? എ ആണ് കണ്ടുപിടിക്കേണ്ടത്. ടി 0.1. അപ്പോൾ 20 മൈനസ് 20 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 0.1. അപ്പോൾ എ ഈസ് ഈക്വൽ ടു -200.
സോ -20 ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഈ ബോൾ അടിയിലോട്ടാണെന്ന് വെച്ചാൽ അദ്ദേഹം മുകളിലോട്ടാണ് ഫോഴ്സ് കൊടുക്കുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ആക്സലേഷൻ എന്ന് പറയുന്നത് 200 m/s² ആണ്. അപ്പോൾ ഫോഴ്സ് എത്ര ആയിരിക്കും? ഫോഴ്സ് ഇസിക്കൽ ടു MA. വാട്ട് ഈസ് M? 150 gram. 150 gram അല്ലെ, ഗ്രാം ആണ്, കിലോഗ്രാം ആണ് എസ് എമൗണ്ട്. 150 × 10⁻³ ഗ്രാം എന്താ ഇൻറ്റു 200. So what is your answer? 1 2 3 മുല്ലും പോയി. 15 × 2. Your answer is what? Your answer is 30 Newton അല്ലേ? Your answer is 30 Newton. Just 30 Newton. Is that clear, ladies and gentlemen? സിമ്പിൾ സാധനം അല്ലേ? സിമ്പിളായിട്ടുള്ള സാധനം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. ലുക്ക്, 2 blocks of mass. ഇതിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്കിത് ചെയ്യാം. 2 blocks of mass m1 is equal to 5 kg, m2 is equal to 10 kg are connected at the ends of an inextensible string passing over a frictional pulley as shown in the figure. When the mass are released, then the acceleration of the masses will be. അപ്പോൾ എങ്ങനെയാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക, എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ള സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് മാറ്റി ഇങ്ങോട്ട് വരിക. ഓക്കെ, ഞാൻ ആദ്യം ഒരു ജനറൽ സാധനം പറഞ്ഞുതരാം, എന്നാൽ നമുക്ക് ഈ ക്വസ്റ്റിനോട്ട് പോകാം. തിയറിയാണ്, പക്ഷേ ഒരു സാധനം അതിൽ ഒളിഞ്ഞെടുക്കണം, ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ആസ് പെർ ദ കണ്ടീഷൻ m2 is greater than m1. ഓക്കെ, m2 ആണ് ഗ്രേറ്റർ എന്ന് വെച്ചാൽ m2ൻ്റെ സൈഡിലോട്ടാണ് ഈ സാധനം പോവുക അല്ലെ. m2 അതിലോട്ട് പോകുമ്പോൾ m1 മുകളിലോട്ട് വരും. നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ഓരോ ബോഡിയിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ആയിരിക്കാം. ഇപ്പോൾ m2നെ സംബന്ധിച്ചിടത്തോളം അടിയിലോട്ട് എന്തുണ്ടടാ? അടിയിലോട്ട് m2g ഉണ്ട് അല്ലേ. മുകളിലോട്ട് ഇവിടെ നിന്ന് ടെൻഷൻ ഒരു വലിവുണ്ട് അല്ലേ. ആ കയറിൻ്റെ പണി അതിന് മുകളിലോട്ട് വലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ടെൻഷൻ എന്താണ്? മുകളിലോട്ടാണ് അല്ലേ, മുകളിലോട്ടാണ്. അപ്പോൾ ഒരു കയറിന് തൂക്കി ഒരു സാധനം, ഒരു മാസ്, ഒരു പെട്ടി, ഒരു കയറ് തൂക്കുകയാണ്. ഓക്കെ, അപ്പോൾ അടിയിലോട്ട് mg ഫോഴ്സാണ്. ആ ബോഡി അടിയിലോട്ട് വികുന്നില്ല. എന്തുകൊണ്ട് വികുന്നില്ല? കാരണം എൻ്റെ കയറിൽ എന്തുണ്ട്? ടെൻഷൻ. ആ ടെൻഷൻ എങ്ങോട്ടാണ്? മുകളിലോട്ടാണ്. അപ്പോൾ ടെൻഷൻ T is equal to m2g. Now where is this body going? എങ്ങോട്ട് ബോഡി എങ്ങോട്ട്? നെറ്റ് മോഷൻ കണ്ട, നെറ്റ് മോഷൻ A net is in the downward direction. A net is in the downward direction. അപ്പം ഏത് ഡയറക്ഷനിലാണോ നെറ്റ് ആക്സലേഷൻ ഉള്ളത് അവിടുത്തെ മച്ചാനാണ് വലിയ മച്ചാൻ. അപ്പോൾ ഞാൻ ഇത് ഇക്വേഷൻ ഇങ്ങനെ ആയിരിക്കും, m2g മൈനസ് ദ ചെറിയ മച്ചാൻ is equal to mass of that body into net acceleration. ഓക്കെ, എ നെറ്റ് അടിയിലോ, നെറ്റ് മോഷൻ അടിയിലോട്ടാണ്. അപ്പോൾ m2g ആണ് അതിന് കാരണക്കാരൻ. m2gയിൽ നിന്നും t കുറച്ചത് കൊണ്ടാണ് നമുക്ക് a നെറ്റ് കിട്ടുന്നത്, m2 × a നെറ്റ് കിട്ടുന്നത്. അപ്പോൾ m2g മൈനസ് T is equal to m2a നെറ്റ്. ഞാൻ ഈ m1നെ സംബന്ധിച്ചിടത്തോളം വീണ്ടും അടിയിലോട്ട് എന്തുണ്ട്? m1g ഫോഴ്സ് ഉണ്ട്. മുകളിലോട്ട് എന്തുണ്ട്? വീണ്ടും ടെൻഷൻ ഉണ്ട് അല്ലേ. ടെൻഷൻ T മുകളിലോട്ട് തന്നെയാണ്. ഓക്കെ, ടെൻഷൻ T മുകളിലോട്ടുണ്ട്. നെറ്റ് മോഷൻ ഓഫ് ദ ബോഡി അങ്ങോട്ടാടാ? മുകളിലോട്ടാണ്. എ നെറ്റ് മുകളിലോട്ടാണ്. അപ്പം ആരാണ് വലിയ മച്ചാൻ? T ആണ് വലിയ മച്ചാൻ. T ആണ് എ നെറ്റിന് കാരണക്കാരൻ. അപ്പോൾ T മൈനസ് m1g is equal to m1 × a നെറ്റ് അല്ലേ. നമുക്ക് 2 ഇക്വേഷൻ ഉണ്ട്. 2 ഇക്വേഷൻ ഞാൻ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? m2g മൈനസ് m1g ഈസ് ഈക്വൽ ടു, ഇത് ആഡ് ചെയ്താട്ടടാ, m2a നെറ്റ് പ്ലസ് m1a നെറ്റ്. അപ്പോൾ a നെറ്റ് ഞാൻ കോമൺ ആക്കി എടുക്കുന്നു, a നെറ്റ് കോമൺ ആയി എടുക്കുന്നു, m2 പ്ലസ് m1. ഓക്കെ, അല്ലെങ്കിൽ m2g ഇതാ. ഇനിയാണ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. ഇനിയാണ് ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്ന് മാറ്റി എഴുതുന്നു, m2g മൈനസ് m1g ഡിവൈഡ് ബൈ m2 പ്ലസ് m1 is equal to a net. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. A net of a pulley system, of a simple pulley system, is always the net pulling force divided by total mass in the pulley. This is the A net always. നിങ്ങൾ വെറുതെ എന്തൊന്നും എഴുതണ്ട, ഈ സാധനങ്ങളൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇതൊരു ഷോർട്ട് കട്ട്സ്, നെറ്റ് പുള്ളിങ് ഫോഴ്സ്. നോക്ക്, ഈ പുള്ളിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങോട്ട് എന്തുണ്ടാ? ഒരു m2g ഫോഴ്സ് ഉണ്ട്. ഇങ്ങോട്ട് എന്തുണ്ടാ? ഒരു m1g ഫോഴ്സ്. അപ്പോൾ നെറ്റ് പുള്ളിങ് ഫോഴ്സ് എന്താണ്? m2g മൈനസ് m1g ഡിവൈഡ് ടോട്ടൽ മാസ് m1 പ്ലസ് m2. നിങ്ങൾ വേറൊരു സാധനം കൺസിഡർ ചെയ്യുക. ഇപ്പോൾ ഒരു ഇൻക്ലൈൻ പ്ലെയിൻ എടുക്കുക, ഒരു ഇൻക്ലൈൻ പ്ലെയിൻ നിൽക്കുക. ഓക്കെ, അത് ഇൻക്ലൈൻ പ്ലെയിൻ നമ്മൾ ഫ്രീ ബോഡി വരയ്ക്കുമ്പോൾ ഇങ്ങോട്ട് m2g സൈൻ തീറ്റ ആയിരിക്കും. ലെറ്റ്സ് കൺസിഡർ m2 is greater than m1. ഇങ്ങോട്ട് m2g സൈൻ തീറ്റ ആയിരിക്കും. ഇങ്ങോട്ട് എന്തായിരിക്കും ഇവിടെ?
m1g sin theta ആയിരിക്കും, m1g sin theta ആയിരിക്കും, m2g sin theta ഇങ്ങോട്ട്, m1g sin theta ഇങ്ങോട്ട്. ഓക്കെ, ഇപ്പം നെറ്റ് പുള്ളിങ് ഫോഴ്സ് ഈ കേസിൽ എന്താണ്? m2g sin theta മൈനസ് m1g sin theta ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് m1 പ്ലസ് m2 ആണ്. ദിസ് ഈസ് ദി എ നെറ്റ് ഇൻ ദാറ്റ് കണ്ടീഷൻ. കണ്ടോ? അപ്പോൾ ഏത് ഡയഗ്രം, സിമ്പിൾ പുള്ളിങ് ഫോഴ്സ് ഏത് ഡയഗ്രം വരികയാണെങ്കിൽ നെറ്റ് പുള്ളിങ് ഫോഴ്സ് അല്ലെ ഗ്രേറ്റർ ഫോഴ്സ് മൈനസ് ദ ലെസ്സർ ഫോഴ്സ്, നെറ്റ് പുള്ളിങ് ഫോഴ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് വിൽ ബി ദി എ നെറ്റ്. അപ്പോൾ ഈ സാധനം നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കുക. നെറ്റ് പുള്ളിങ് ഫോഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം, നെറ്റ് പുള്ളിങ് ഫോഴ്സ്. ഇനി നമ്മുടെ എന്താ ഈ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? ഈ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? ഇതാ നമുക്ക് രണ്ട് സാധനം, വാട്ട് വിത്ത് ദി ആക്സലറേഷൻ അല്ലേ, നെറ്റ് പുള്ളിങ് ഫോഴ്സ്. നെറ്റ് പുള്ളിങ് ഫോഴ്സ് എന്താണ്? m1g m2g മൈനസ് m1g അല്ലേ, m1 ആണ് ഗേറ്റ്, അപ്പോൾ m2g മൈനസ് m1g 100 മൈനസ് 50 അല്ലേ, m2g m1g ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് 10 പ്ലസ് 5 ദാറ്റ് ഇസ് ഇക്വൽ ടു 50 ബൈ ജി ടേംസ് ആൻസർ ഉള്ളത് അല്ലേ. അപ്പോൾ ജി തന്നെ എഴുതാം നമുക്ക്, വെറുതെ അതൊരു സീനാവേണ്ട. അപ്പം 10g മൈനസ് 5g ഡിവൈഡഡ് ബൈ 15 that is equal to 5g by 15 വെട്ടി 3 times. What is the answer? g by 3. Is that clear people? മനസ്സിലാവുന്നുണ്ടോ അല്ലേ? g by 3 എന്നുള്ള സാധനമാണ്. ഓക്കെ, ഇവിടെ ക്ലാസ് ഭയങ്കര മോണോട്ടോണസ് ആവുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു സ്ലോയിൽ ഇങ്ങനെ അല്ലേ, ഒരു ഫ്ലോയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് നല്ലോണം തോന്നുന്നു, എനിക്ക് നല്ലോണം അറിയാം. എന്താണ്, കുറേ പ്രശ്നങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ എന്താണ്, രാത്രി ഒരുപാട് നേരം വൈകി പോയി, നിങ്ങൾ കുറേ പേര് പോയി. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പിള്ളേർ? എനിക്ക് ഒരു ഫീഡ്ബാക്ക് കിട്ടാൻ എനിക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അല്ല? ഞാൻ ഈ നാളെ ക്ലാസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? വേറെ ആരെങ്കിലും അറേഞ്ച് ചെയ്യണോ? ഇപ്പം തന്നെ വേഗം ഫീഡ്ബാക്ക് നമുക്ക് വേഗം കാര്യത്തിൽ തീരുമാനമാക്കായിരുന്നു. ഓക്കെ, കാരണം ഞാൻ ഫൈനൽ ഇയർ ആണ്, കുറച്ചധികം പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ ആണ് അത് ഞാൻ പറയട്ടെ, നിങ്ങളിപ്പോൾ ഫിസിക്സ് ഒക്കെ പഠിച്ച ഫിസിക്സ് അല്ല, നിങ്ങളിപ്പോൾ ഈ +2 പഠിക്കുന്ന ഈ നീറ്റ് ടൈം നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഒരിക്കലും നിങ്ങൾക്ക് എക്സാം എല്ലാം നിങ്ങൾക്ക് കിട്ടട്ടെ. ഇൻ കേസ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഇഷ്ടം പോലെ ക്ലാസ് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് പുറത്തുണ്ട്. നിങ്ങൾക്ക് നല്ലോണം ആ സബ്ജക്റ്റിൽ തരുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ്സും കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ നാട്ടിൽ തന്നെ ബേസിക് ആയിട്ടുള്ള കുട്ടികൾക്ക് ട്യൂഷനും കാര്യങ്ങളൊക്കെ എടുത്തെടുത്ത് നിങ്ങൾക്ക് കുറച്ച് പോക്കറ്റ് മണി ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഷംന ക്ലിയർ ആണ് മിസ്ന്നോ? കുഴപ്പമില്ലടാ. ഓക്കെ, ഇനി ഇതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു കിഡിലൻ സാധനമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു ക്വസ്റ്റ്യൻ 4 വഴി ചെയ്യാം. ഓക്കെ, ഞാൻ എൻ്റെ ക്യാപ്ചർ കുട്ടികൾക്ക് മാത്രം പറഞ്ഞു കൊടുക്കുന്നതാണ്, പക്ഷേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, 4 വഴി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. 1 നമുക്ക് കൺവെൻഷണൽ മെത്തേഡ് ചെയ്യാം, 2 നമുക്ക് ഷോർട്ട് കട്ട് വഴി ചെയ്യാം, 3 നമുക്ക് എന്ത് ചെയ്യാം, ലോജിക് വെച്ച് ചെയ്യാം, 4 ഡയമെൻഷൻ വെച്ച് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ അതേമാതിരി കൺവെൻഷനായിട്ടും ചെയ്യാം, നമുക്ക് ലോജിക്കലായിട്ടും ചെയ്യാം. ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നോക്ക്. എ ബ്ലോക്ക് ഈസ് കെപ്റ്റ് ഓൺ എ ഫ്രിക്ഷൻലെസ് ഇൻക്ലൈൻഡ് സർഫേസ്. A block is kept on a frictionless inclined surface with angle of inclination alpha as shown in the figure. The incline is given an acceleration a to keep the block stationary. Then a is equal to. ഇതിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഒരു ബേസിക് ആയിട്ടുള്ള തിയറി പറഞ്ഞു തരാനുണ്ട്. ഞാൻ അത് എഴുതി ഒപ്പിട്ട് തരാം. നിങ്ങൾ ഒരു ക്ലാസ്സിലും നിങ്ങളുടെ നാട്ടിൽ പഠിക്കുന്ന ഏതൊരു ട്യൂഷൻ സെൻറ്ററിലും സാർമാർ പറഞ്ഞു തരാത്തൊരു സാധനം. കാരണം ഇതിന് വേണ്ടൊരു ഇമ്പോർട്ടൻസ്, ഇതില്ലാണ്ട് നമുക്ക് പല ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സാധനം എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ലോജിക് വഴി ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടുമിക്ക ക്ലാസ്സിൽ നിങ്ങൾക്ക് കിട്ടാത്തൊരു സാധനം ഞാൻ പഠിപ്പിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, പഠിപ്പിച്ചിട്ടുണ്ടാവും, പക്ഷേ ഞാനിങ്ങനെയുള്ള പറയൽ. ഓക്കെ, നമുക്ക് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്നുള്ള സാധനമുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഓക്കെ എൻ്റെ ഇതൊരു കാറാണ് സങ്കല്പിക്കാം. ഓക്കെ, ഇത് കാറാണ്, ഇത് റോഡാണ്. ഓക്കെ, ഇത് റോഡാണ്. അപ്പോൾ കാറ് ഞാൻ പറയുകയാണ്, ഈ കാറ് 40 km/h പോകുന്നിട്ടോ എന്ന് ഞാൻ പറയുകയാണ്. 40 km/h പോകുന്നിട്ടോ എന്ന് പറയുകയാണ്. അപ്പം ഈ 40 km/h ഈ കാറ് പോകുന്നത് എന്ന് ഞാൻ പറയുന്നത് എന്ത് സങ്കല്പിച്ചിട്ടാണ്? വിത്ത് റെഫറൻസ് വാട്ടാണ്? വിത്ത് റെഫറൻസ് ടു ദി ഗ്രൗണ്ട് അല്ലേ? സോ ഞാൻ പറയുകയാണ് നിങ്ങളോട് 40 km/h ഈ കാറിൻ്റെ സ്പീഡ് എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് എന്താ മക്കളെ പറയുന്നത്? വിത്ത് റെസ്പെക്ട് ടു ദി ഗ്രൗണ്ട് ദിസ് കാർ ഈസ് മൂവിങ് വിത്ത് എ സ്പീഡ് ഓഫ് 40 km/h. മനസ്സിലാവുന്നുണ്ടോ? സോ മൈ ഫ്രെയിം ഓഫ് റെഫറൻസ് ഇസ് വാട്ട്? ദ ഗ്രൗണ്ട്. ഓക്കെ, ഇപ്പോൾ ഐ എം സെയിങ് 40 km/h വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. അപ്പം എർത്തിൽ നിൽക്കുന്ന എനിക്ക് ഇത് 40 km/h പോകുന്നത്. ഓക്കെ, കാരണം വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ടാണ് 40 km/h പോകുന്നത്. മറിച്ച് മൂണിൽ ഒരാൾ നിൽക്കുകയാണ്,
മുകളിൽ ഒരാൾ നിൽക്കുന്ന ഒരാൾക്ക് ഇത് 40 km/h പോവുക അല്ല. കാരണം അയാളുടെ എന്താണ്, അയാളുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് മാറി. മനസ്സിലായോ? അപ്പോൾ എൻ്റെ ഫ്രെയിം ഓഫ് റെഫറൻസ് ഈ എർത്ത് എടുക്കുമ്പോൾ ഈ കാറിൻ്റെ സ്പീഡ് 40 km/h എന്നാണ് ഞാൻ പറയുക. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് എന്നുള്ളൊരു സാധനമുണ്ട്. ഓക്കെ, ഫ്രെയിം ഓഫ് റെഫറൻസ് നമ്മൾ എന്തൊരു ക്വാണ്ടിറ്റിയും വിത്ത് റെസ്പെക്ട് ടു വാട്ട് വി ആർ റെഫറിങ്, എന്ത് റെസ്പെക്ട് നമ്മൾ ആ കാര്യത്തിനെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ് ഫ്രെയിം ഓഫ് റെഫറൻസ്. 2 ഫ്രെയിം ഓഫ് റെഫറൻസ് ഉണ്ട്. ഒന്ന് ഇനർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്, രണ്ടാമത്തത് നോൺ ഇനർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. ഓക്കെ, അത് 2 ഫ്രെയിം ഓഫ് റെഫറൻസ്, ഇനർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ഉണ്ട്, നോൺ ഇനർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. ഇങ്ങനത്തെ 2 ബ്രോസ് ഉണ്ട്. ഓക്കെ, എന്താണ് ഇവ രണ്ടും നന്നായിട്ട് മനസ്സിലാക്കണം, ശ്രദ്ധ ചെയ്യുക. ഓക്കെ, ഇനർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ഈസ് എ ഫ്രെയിം ഓഫ് റെഫറൻസ് which does not have an a net is equal to 0. അങ്ങനെ ഒരു ആക്സലറേഷൻ എന്നുള്ള സാധനം ഇല്ല. a net is equal to 0. That means this frame of reference is either at rest or is moving with a uniform velocity. ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ഒരു ബസ് ഉണ്ട്, അല്ല ട്രെയിൻ ആയിക്കോട്ടെ, ഇതൊരു ട്രെയിനാണ് സങ്കല്പിക്കുക. ഒരു ട്രെയിൻ ഉണ്ട്. ഈ ട്രെയിനിൽ ഒരാളിങ്ങനെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അയാളെ സീറ്റിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ നടന്ന് പോവാണ്, അങ്ങനെ നടക്കുകയാണ്, ഞാൻ ഒരു 1 m/s നടക്കുകയാണ്. ഈ ട്രെയിൻ ഒരു എന്താ പറയുക, ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡ് 2 m/s പോയി 20 m/s പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ ഞാൻ പറയുകയാണ്, അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ആൾ പറയുകയാണ്, ദിസ് മാൻ ഈസ് വാക്കിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് 1 m/s വിത്ത് റെസ്പെക്ട് ടു ദ ട്രെയിൻ. ശരിയല്ലേ? വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ. അത് നമുക്ക് എപ്പോൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ? ഇപ്പോൾ അതാ വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ. അപ്പോൾ നമ്മുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്താണ് ഈ കേസിൽ? ഈ ട്രെയിനാണ് നമ്മുടെ ഫ്രെയിം ഓഫ് റെഫറൻസ്, അല്ലേ? അല്ല 1 m/s ഈ സാധനം ഈ മച്ചാൻഡിൽ നടക്കുന്നത്. വിത്ത് റെസ്പെക്ട് ടു ദി ട്രെയിനാണ് 1 m/s². ഈ ട്രെയിനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇനർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. കാരണം ഈ ട്രെയിനിന് എന്തുള്ള ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡ്, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ട്രെയിൻ നിർത്തിയിട്ടാണെന്ന് വിചാരിക്കുക, വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0. ഈ ഫ്രെയിം നമ്മൾ വിളിക്കുന്ന അപ്പോൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇനർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. ഞാൻ നിങ്ങൾക്ക് നോൺ ഇനർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷെ നോൺ ഇനർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്താവും? നോൺ ഇനർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്, ഇപ്പോൾ ഇയാൾ ഇങ്ങനെ നടക്കുന്നുണ്ട്, ഇയാൾ എന്തൊക്കെയോ സ്പീഡിലാണ് നടക്കുന്നത്, എന്തൊക്കെയോ ഞാൻ പറയുകയാണ്. പക്ഷേ ഈ ട്രെയിൻ ഒരു ആക്സലേഷനാണ് ആക്സലേഷൻ കണ്ട് 1 m/s². എന്തൊരു ആക്സലേഷനാണ് ഈ ട്രെയിൻ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ട്രെയിനിനെ, ഈ ഫ്രെയിം ഓഫ് റെഫറൻസിനെ ഞാൻ വിളിക്കുന്ന പേരാണ് എന്താ? നോൺ ഇനർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. നോൺ ഇനർഷ്യൽ, ഇതൊക്കെ ഭയങ്കര വലിയ തിയറികൾ, എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം എടുക്കും. പക്ഷേ അതൊരു ഭയങ്കര രസകരമായിട്ടുള്ള ഡേ ടു ഡേ ലൈഫ് ആപ്ലിക്കേഷൻ ഇതിനുണ്ട്, പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നോൺ ഇനർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ് ഇത്. ഓക്കെ, ഇപ്പോൾ ഈ ട്രെയിൻ എന്തായി? നോൺ ഇനർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആയി. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ന്യൂട്ടൺസ് ലോ ഒക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇനർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിൽ മാത്രമാണ്. ഓക്കെ, ഇനർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിൽ മാത്രമാണ് നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാ? ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻസ് ഒക്കെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ നോൺ ഇനർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിൽ നമ്മളൊരു കാര്യം അപ്ലൈ ചെയ്യണമെങ്കിൽ, ഒരു ന്യൂട്ടൺസ് ലോ ഒക്കെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യണം, അതിന് മുമ്പായിട്ട് നമ്മൾ ഒരു പുതിയ ബ്രോനെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് സ്യൂഡോ ഫോഴ്സ്. അതെന്താണ് എന്ന് ഞാൻ പറഞ്ഞുതരാം. സ്യൂഡോ ഫോഴ്സ്, അപ്പോൾ നിങ്ങൾ ആലോചിക്കാം. ഓക്കെ, ഇത് നടക്കണമൊന്നുമില്ല. ഒരു പെട്ടി ഒരു ട്രെയിനിൽ വെച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറയാം. ഓക്കെ, ഒരു പെട്ടി ട്രെയിനിൽ വെച്ചിട്ട് കാണും. അപ്പോൾ ഈ ട്രെയിൻ, ഈ ഫ്രെയിം ഓഫ് റെഫറൻസ് ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡ് 20 m/s ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ സാധനം എന്ത് തന്നെ ആകും? ഇവിടെ ഇങ്ങനെ നിൽക്കും. ഒരു ഐഡിയൽ സിറ്റുവേഷൻ പറഞ്ഞാൽ ഇത് ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കും. ഓക്കെ, പക്ഷേ ഈ ഫ്രെയിം ഓഫ് റെഫറൻസ് ഒരു ആക്സലറേഷനിൽ, ഒരു ആക്സലറേഷൻ 2 m/s² ആണ് പോകുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ബോക്സ് പിന്നിലോട്ട് പോകും. ഈ ഫ്രെയിം ഓഫ് റെഫറൻസിന് എന്ത് ആക്സലറേഷൻ ആണോ കിട്ടിയിട്ടുള്ളത്, ഈ ആക്സലറേഷൻ അതിൻ്റെ ഉള്ളിലുള്ള ബോഡിക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കിട്ടും. ഈ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഈ ആക്സലറേഷൻ കിട്ടാൻ കാരണക്കാരൻ അവിടെ ഒരു ഫോഴ്സ് അല്ല, ആക്സലറേഷൻ ഒരു ഫോഴ്സ് വരും. ആ ഫോഴ്സിനെ നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ് സ്യൂഡോ ഫോഴ്സ്. മനസ്സിലായി? കൺഫ്യൂഷൻ ഉണ്ടാവും. കൺഫ്യൂഷൻ മാറ്റിത്തരാം. ഞാൻ എന്ത് ചെയ്യാണ്? എൻ്റെ ഉമ്മ പറഞ്ഞു എന്നോട് രാവിലെ, മോനെ പോയി മീൻ വാങ്ങിച്ച് വാ എന്ന് പറഞ്ഞു എൻ്റെ മോൻ എന്നോട്. ഓക്കെ, എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു പോയി മീൻ വാങ്ങിച്ച് വാ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ബൈക്ക് എടുത്തു പോയി. ഞാൻ മീനിൻ്റെ കവർ എൻ്റെ ബൈക്കിൻ്റെ ഹാൻഡിൽ വെച്ചു. എന്നിട്ട് ഞാൻ ബൈക്കായിട്ട് ഇങ്ങനെ പോവാം. ഞാനൊരു 10 m/s തന്നെ കോൺസ്റ്റൻറ്റ് സ്പീഡ് പോകും. ആലോചിക്കാം, സിനാരിയോയിലേക്ക് ഞാൻ കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ് പോകുന്നത്. എയർ റെസിസ്റ്റൻസ് കാര്യമൊന്നുമില്ല,
കോൺസ്റ്റൻറ്റ് സ്പീഡാണ് പോകുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ആ കവർ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവുക. ഓക്കെ, ഞാൻ ബൈക്കിട്ട് പോകുമ്പോൾ കവർ സ്റ്റഡി ആയിട്ട് നിൽക്കും. മറിച്ച് നമ്മുടെ ആക്സഷൻ കൊടുക്കുന്നു, എൻ്റെ ഫ്രെയിം ഓഫ് റെഫറൻസിൻ്റെ ആക്സഷൻ വരുന്നു അല്ലേ. ഈ കവർ ഈ ബൈക്കിൻ്റെ ഫ്രെയിം ഓഫ് റെഫറൻസിനുള്ളത്. ഞാൻ ബൈക്കിന് ഒരു ആക്സഷൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രെയിം ഓഫ് റെഫറൻസ്, ഈ കവറിൻ്റെ ഫ്രെയിം ഓഫ് റെഫറൻസിൻ്റെ ആക്സലേഷൻ വരുന്നു. അപ്പം ആ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്താടാ? ഒരു നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആയി. നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് സംഭവിക്കുമ്പോൾ ഈ കവറിൽ എന്ത് സംഭവിക്കടാ? കവറിൽ ഒരു സ്യൂഡോ ഫോഴ്സ് ആക്ട് ചെയ്യും. എൻ്റെ ബൈക്കിൻ്റെ ആക്സലേഷൻ മുന്നോട്ട്, കവറിൽ ആക്ട് ചെയ്യുന്ന ആക്സലേഷൻ പിന്നോട്ട്. ഈ കവർ ഇങ്ങനെ ഉണ്ട് നിൽക്കും. ഞാൻ ബൈക്ക് ആക്സിലേറ്റ് ചെയ്യും തോറും ആ ആക്സലേഷൻ പോവുകയാണെങ്കിൽ, കോൺസ്റ്റൻറ്റ് ആക്സലേഷൻ പോവുകയാണെങ്കിൽ ആ കവർ ഇങ്ങനെ തന്നെ നിൽക്കും അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ ആ സീന ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന കാര്യമില്ലേ. എന്താ സംഭവിക്കുന്നത്? ഒരു നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് സംഭവിക്കണം? ഒരു സ്യൂഡോ ഫോഴ്സ് ആക്ട് ചെയ്യും. ഈസ് ദാറ്റ് ക്ലിയർ പീപ്പിൾ? ഒരു സ്യൂഡോ ഫോഴ്സ് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഇതില്ലാണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. പക്ഷേ ഈ ഒരു കൺസെപ്റ്റിൽ ഇതൊക്കെ നമ്മൾ ഫിസിക്സ് ശരിക്കും നമ്മൾ മനസ്സിലാക്കുകയാണ് അല്ലേ. ഫിസിക്സിൻ്റെ ഡെപ്ത് ബേസിക്സ് ആണ്. നിങ്ങൾക്ക് വെറുതെ ഇക്വേഷൻ കാണാപ്പാടം പഠിച്ചിട്ട് വേണമെങ്കിൽ ഫിസിക്സ് ക്വസ്റ്റ്യൻ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റ് മനസ്സിലായി നിങ്ങൾക്ക് ഫിസിക്സ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവും. ഞാൻ നിങ്ങൾക്ക് ഒരു അത് മനസ്സിലായി, ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നോക്കാം. From the following diagram, select the correct diagram and the vessel containing water is given a constant acceleration. അപ്പോൾ ഇതാ ഈ വെസലിന് വെള്ളമുണ്ട്. ഈ വെസലിന് ഞാൻ ആക്ഷൻ സംഭവിക്കും. ഇതിലുള്ള വെള്ളത്തിന് സംഭവിക്കട, ഈ വെള്ളം ഒരു നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിനായി. അപ്പോൾ ഇതിന് എങ്ങോട്ടുണ്ടാവും? ഇതിന് പിന്നിലോട്ട് ഒരു ആക്സലേഷൻ ഉണ്ടാവും അല്ലേ. ഈ വെള്ളത്തിന് പിന്നിലോട്ടൊരു ആക്സലേഷൻ. അപ്പോൾ വെള്ളത്തിൻ്റെ ഓറിയൻറ്റേഷൻ എങ്ങനെയായിരിക്കും? ഇങ്ങനെ സീലായിരിക്കും. ഇതാണ് ആൻസർ. ഈസ് ദാറ്റ് ക്ലിയർ പീപ്പിൾ? മനസ്സിലാത്തവർ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഈ ലോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരുപാട് ചെറിയ തിയറീസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാവും. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു ബ്ലോക്കിൻ്റെ മേലെ വേറൊരു ബ്ലോക്ക് വെക്കണേ, ഇതിൻ്റെ മേലെ ഒരു പെട്ടെന്നൊരു പുള്ളി വന്നാൽ ഇവിടെ ഫ്രിക്ഷൻ വരുന്നത്, പിന്നെ പല ടൈപ്പ് ഓഫ് പുള്ളി, ഭയങ്കര കോംപ്ലക്സ് പുള്ളി നമുക്ക് നീറ്റിന് ചോദിക്കില്ല. നിങ്ങൾ മനസ്സിലാക്കുക, ഭയങ്കര കോംപ്ലക്സ് പുള്ളിയൊന്നും നമുക്ക് ചോദിക്കില്ല. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ഈ ഒരു സാധനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സമയമില്ല, കാരണം ഇത് റിപ്പീറ്റേഴ്സിൻ്റെ മൊഡ്യൂളാണ്. കണ്ടോ, ഒരു സിമ്പിൾ പുള്ളി, പിന്നെന്താ അതാ ഞാൻ പറഞ്ഞ ഒരു ഇപ്പം അവസാനം വരച്ചതാണ്ട വേറൊരു പുള്ളി, അതിൻ്റെ ഒപ്പം വേറൊരു കയറ് വരുന്ന ക്വസ്റ്റ്യൻ. ഇപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ ഫ്രിക്ഷൻ ഉണ്ട്, ചിലതിൽ ഇവിടെ ഫ്രിക്ഷൻ ഇല്ലാത്തത്, പിന്നെ ഇതിൻ്റെ മേലൊരു പുള്ളി വരുന്ന അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ടാവേണ്ടതാണല്ലോ. ഇതാ അവിടെ ഒരു പുള്ളി വരുന്ന അങ്ങനത്തെ ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ മനസ്സിലാക്കുക. ഇതൊന്നും വലിയ കോംപ്ലക്സ് ആകണില്ല. കാണുമ്പോൾ ഫസ്റ്റ് ടൈം കേൾക്കുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് കോംപ്ലക്സ് ആയി തോന്നും. പക്ഷേ ആ ക്വസ്റ്റ്യൻ നിങ്ങളെ കൺസെപ്റ്റ് മനസ്സിലായ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഓക്കെ, അപ്പോൾ സ്യൂഡോ ഫോഴ്സ് എന്ന സാധനം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരാം. ഇത് നോക്കിയേ, ഈ ക്വസ്റ്റ്യൻ ചെയ്തേ. Consider 3 masses 1 kg, 3 kg, 6 kg which are connected to each other and placed horizontally on the table. Calculate the acceleration of the system. ഇത് സ്യൂഡോ ഫോഴ്സിൻ്റെ സാധനമൊന്നുമില്ല, ഇത് റാൻഡം ആയിട്ടൊരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നതാണ്. നിങ്ങൾ ബേസും തറാക്കാൻ വേണ്ടി തന്നതാണ്. ഞാൻ ഷോർട്ട് കട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ ഷോർട്ട് കട്ട് ഡയറക്റ്റ് അപ്ലൈ പറ്റുന്ന ഒരു സാധനമാണ്. നോക്ക്, നമുക്ക് ഇഷ്ടം പോലെ വൈ ചെയ്യാം. ഓക്കെ, ഇഷ്ടം പോലെ വൈ ചെയ്യാം. നമ്മളെന്താ ചോദിച്ചത്? കാൽക്കുലേറ്റ് ദ ആക്സലേഷൻ ഓഫ് ദി സിസ്റ്റം. ഈ സിസ്റ്റത്തിൻ്റെ ആക്സലേഷൻ എന്ത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 3 kg മാസിനെ ഞാൻ നോക്കുമ്പോൾ 3 kg മാസിനെ നോക്കുമ്പോൾ മുകളിലോട്ട് അടിയിലോട്ട് എന്തിടാ 3 kg 3g ഫോഴ്സ് ഉണ്ട്. മുകളിലോട്ട് എന്തിടാ ടെൻഷൻ T2 ഉണ്ട്. ഇവിടെ 1 kg ആണ്, ഇവിടെ 3 kg ആണ്. നെറ്റ് മോഷൻ എങ്ങോട്ടാടാ? ഇങ്ങോട്ടാണ്. അപ്പോൾ നെറ്റ് മോഷൻ അടിയിലോട്ടാണ്. അപ്പോൾ ഞാൻ ഇതിന് ഫോർമുല എന്തായിരിക്കും? 3g മൈനസ് T2 ഈസ് ഈക്വൽ ടു വാട്ട്? ഈസ് ഈക്വൽ ടു 3a അല്ലേ. 3g മൈനസ് T2 ഈസ് ഈക്വൽ ടു 3a. ഇനി ഈ 1 kg മാസിനെ സംബന്ധിച്ചിടത്തോളം 1 kg മാസിനെ സംബന്ധിച്ച് മുകളിലോട്ട് T1, അടിയിലോട്ട് 1g, നെറ്റ് മോഷനോടെ മുകളിലോട്ട്. അപ്പോൾ ആരാ വലിയ മച്ചാൻ? ഇയാളാണ് വലിയ മച്ചാൻ. അപ്പോൾ ഇതിന് ഇക്വേഷൻ എന്തായിരിക്കും? T1 മൈനസ് 1g ഈസ് ഈക്വൽ ടു 1a. ഓക്കെ, ഇനി ഈ 6 kg മാസിനെ സംബന്ധിച്ചിടത്തോളം അത് ഇങ്ങോട്ട് പോവും അല്ലേ. അപ്പോൾ ഇങ്ങോട്ട് T2 ഉണ്ട്, ഇങ്ങോട്ട് T1 ഉണ്ട്, നെറ്റ് മോഷൻ ഇങ്ങോട്ട്. അപ്പോൾ ആരാ വലിയ ആൾ? T2 ആണ് വലിയ ആൾ. അപ്പോൾ ഇതിന് ഇക്വേഷൻ എന്തായിരിക്കും? T2 മൈനസ് T1 ഈസ് ഈക്വൽ ടു 6a. എല്ലാം ഞാൻ പിടിച്ച് ആഡ് ചെയ്യാൻ പോകും. എല്ലാ സാധനവും ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സുഹൃത്തുക്കളെ,
അല്ലേ? എല്ലാം ആഡ് ചെയ്തു. മൈനസ് T2 പ്ലസ് T2 വെട്ടിപ്പോയി. T1 മൈനസ് T1 വെട്ടിപ്പോയി. അപ്പോൾ ബാക്കി എന്താ ഉള്ളത്? 3G മൈനസ് 1G ഇസ് ഈക്വൽ ടു എല്ലാം ആഡ് ചെയ്യുമ്പോൾ സംഭവിക്കും 10A, അല്ലെങ്കിൽ 2G ഇസ് ഈക്വൽ ടു 10A, അല്ലെങ്കിൽ A ഇസ് ഈക്വൽ ടു G എന്ന് പറഞ്ഞാൽ 10 ആണ്, 20/10. സോ ഒരു ആക്സലേഷൻ ഇസ് ഈക്വൽ ടു 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സലേഷൻ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ക്വസ്റ്റ്യൻ്റെ. എന്തൊരു സമയം എടുത്ത് ഇത് മൊത്തം ഞാൻ എങ്ങനെ ചെയ്യുമെന്ന് അറിയാം. ഞാൻ പഠിച്ച ഇക്വേഷൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളപ്പോൾ പഠിപ്പിച്ച ഇക്വേഷൻ, A net for a simple pulley system is net pulling force divided by total mass എന്നാണ്, അല്ലേ? നെറ്റ് പുള്ളിങ് ഫോഴ്സ്. അപ്പോൾ ഞാൻ നോക്കുകയാണെങ്കിൽ സിസ്റ്റം നോക്കുമ്പോൾ നെറ്റ് പുള്ളിങ് ഫോഴ്സ്, അല്ലേ? നെറ്റ് പുള്ളിങ്, ഈ പുള്ളിങ് ഫോഴ്സ് ഒക്കെ എന്താ മക്കളെ? എക്സ്റ്റേണൽ ഫോഴ്സസ് ആണ്, അല്ലേ? ഇൻറ്റേർണൽ ഫോഴ്സ്, ഈ ടെൻഷനൊക്കെ ഇൻറ്റേർണൽ ഫോഴ്സ് ആണ്. അതൊന്നും പുള്ളിങ് ഫോഴ്സ് നമ്മൾ കൂട്ടില്ല. പുറത്ത് ആക്ട് ചെയ്യുന്ന, ഗ്രാവിറ്റി മൂലം ആക്ട് ചെയ്യുന്ന അങ്ങനത്തെ ഫോഴ്സൊക്കെ നമ്മൾ കൂട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതിൽ സൂക്ഷിച്ച് നോക്കുമ്പോൾ എന്തുള്ളൂ? ഇവിടെ ഒരു 3G ഫോഴ്സ് ഉണ്ട്, ഇവിടെ ഒരു 1G ഫോഴ്സ് ഉണ്ട്. നെറ്റ് പുള്ളിങ് ഫോഴ്സ് എന്താ മക്കൾ? ഇത് മാത്രമാണ്. അപ്പോൾ 3G മൈനസ് 1G, ടോട്ടൽ മാസ് എത്രയാണ്? 3 + 6 + 1, 3 + 6 + 1 is 10. So it is 2G/10, that is 20/10, that is 2 meter per second square. ഷോർട്ട്കട്ടിൽ എത്ര? 5 സെക്കൻഡ് നമുക്ക് ഉത്തരം കിട്ടി. മനസ്സിലായോ? ഇതൊക്കെ എന്തൊരു ഷോർട്ടാണ് നോക്കിക്കേ. മനസ്സിലാവുന്നുണ്ടോ? ഇസ് ദാറ്റ് ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ അതാണ് ഒരുപാട് ഷോർട്ട് കട്ട്സ്, എല്ലാം ഇഷ്ടംപോലെ ഷോർട്ട് കട്ട്സ് നമ്മൾ പറഞ്ഞുതരാം. ഇതൊക്കെ അവിടെ നെറ്റ് പുള്ളിങ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നീ അവിടെ നിന്ന് ഒരു 100 ന്യൂട്ടണിൽ വലിക്കുകയാണ്, ഓക്കെ? നീ അവിടെ ഒരു 100 ന്യൂട്ടണിൽ വലിക്കുകയാണ്, ഞാൻ ഇവിടെ 200 ന്യൂട്ടണിൽ വെക്കുകയാണ്. നമ്മളെ കറക്റ്റ് കയറിൻ്റെ നടുവിൽ ഞാൻ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്, ഓക്കെ? അപ്പം ആ ബോക്സിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എൻ്റെ 200 പ്ലസ് നിൻ്റെ 100 ആണോ, അല്ലെങ്കിൽ എൻ്റെ 200 മൈനസ് നിൻ്റെ 100 ആണോ? ഒന്നിനും പറഞ്ഞുതരാം. അപ്പം ഞാനും മുബാറക്കും തമ്മിൽ ഒരു കയറിട്ട് വലിക്കുകയാണ്, ഓക്കെ? ഞാൻ 200 ന്യൂട്ടണിൽ വലിച്ചു, മുബാർക്ക് 100 ന്യൂട്ടണിൽ വലിച്ചു. അല്ലെങ്കിൽ നീ ആലോചിക്കുക, മുബാർക്ക് അപ്പുറത്താണ്, ഞാൻ അവിടെ നിൽക്കുന്നു, ഓക്കെ? ഇവിടെ ഒരു പുള്ളി വെച്ച്, മതിൽമേൽ ഒരു പുള്ളി വെച്ചിട്ടുണ്ട്, അതിൻ്റെ അപ്പുറത്തോട്ട് കയർ ഇങ്ങനെ ചുറ്റി മുബാർക്ക് എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്, ഇവിടെ നിൽക്കുന്നുണ്ട്, ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ അവിടെ 200 ന്യൂട്ടണിൽ വലിച്ചു, മുബാർക്ക് അവിടെ 100 ന്യൂട്ടണിൽ വലിച്ചു, ഓക്കെ? അവിടെ ആ പുള്ളീൻ്റെ കുറച്ച് മേലായിട്ട് ഞാൻ ഒരു വട്ടം വരച്ചിട്ടുണ്ട്, ഓക്കെ? ആ വട്ടത്തിൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു മണി തൂക്കിയിട്ടുണ്ട് ആ പുള്ളീൻ്റെ ആ കറക്റ്റ് നടുപോലെ ഞാൻ തൂക്കിയിട്ടുണ്ട്, ആ കയറിന് നടുപ്പോയിന്റിൽ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു 200 ന്യൂട്ടൺ വലിക്കുന്നു, എൻ്റെ തൊട്ടടുത്തുള്ള മുബാർക്ക് ഒരു 100 ന്യൂട്ടൺ വലിക്കുന്നു. ആ ബെല്ലിലായിട്ട് നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 200 പ്ലസ് 100 ആണോ? ലോജിക്കലി ആലോചിച്ച് നോക്കിയേ, 200 പ്ലസ് 100 ആണോ? അല്ല, 200 ഇങ്ങോട്ട്, അതിനെ സംബന്ധിച്ച് 100 അങ്ങോട്ട്. ആ ബോർഡിനെ സംബന്ധിച്ചും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ 200 മൈനസ് 100 ആണ് നെറ്റ് പുള്ളിങ് ഫോഴ്സ്. നെറ്റ് പുള്ളിങ് ഫോഴ്സ് നിങ്ങൾ എന്ത് മാത്രമേ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ? പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ ഫോഴ്സ്, ഞാൻ വലിക്കുന്നത്, അല്ലെങ്കിൽ മുബാർക്ക് വലിക്കുന്നത്, അല്ലെങ്കിൽ ഗ്രാവിറ്റി വലിക്കുന്നത്, അങ്ങനത്തെ മാത്രമേ നിങ്ങൾ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. എന്ത് കൺസിഡർ ചെയ്യാൻ പാടുന്നില്ല? ഈ വലിക്കുന്ന ടെൻഷൻ T, ഇതൊക്കെ എന്താണ്? ഇൻറ്റേർണൽ ഫോഴ്സ് ആണ് മക്കളെ. ഈ ടെൻഷൻ T അങ്ങനത്തെ സാധനം നിങ്ങൾ കൺസിഡർ ചെയ്യാൻ പാടില്ല, മറിച്ച് എക്സ്റ്റേണൽ ഫോഴ്സ് മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഈസ് ദാറ്റ് ക്ലിയർ പീപ്പിൾ? കാരണം അങ്ങനെ ഒരുപാട് കൺസെപ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഞാൻ വേറൊരു കൺസെപ്റ്റുള്ള ക്വസ്റ്റ്യൻ തരാം, ഓക്കെ? ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേറൊരു കൺസെപ്റ്റുവൽ ക്വസ്റ്റ്യൻ തരാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ നല്ല കിടില, നിങ്ങൾ കൺസെപ്റ്റ് ബേസ് തറോ ആക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. എ ബ്ലോക്ക് ഓഫ് മാസ് 10 kg is suspended through 2 light spring balance as shown in the figure. അതാണ് ഫിഗർ അറേഞ്ച്മെൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഇവനുള്ള റീഡിങ് എന്ത്, ഇവനുള്ള റീഡിങ് എന്ത് എന്നുള്ളതാണ് ചോദ്യം. പറയും. അപ്പം ലോജിക്കൽ ചങ്ങ എന്ത് പറയും? ഇതിൽ 5 സാർ, ഇതിൽ 5, മൊത്തം അടിയിൽ 10 ആണല്ലോ, ഇതിൽ 5 സാർ, ഇതിൽ 5. അല്ലെങ്കിൽ വേറൊരു ചങ്ങ പറയും മുകളിൽ 10 സാർ, അടിയിൽ 0. ഓക്കെ, അപ്പോൾ എന്താണ് ശരിക്കും ഉത്തരം? ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ടാ? 2 ലൈറ്റ് സ്പ്രിങ്സ് എന്ന് സംഭവം തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്പ്രിങ് ബാലൻസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അടിയിൽ എന്താ ഉള്ളത്? ഇത്രയും സാധനമുള്ളത്, അല്ലേ? അതിൻ്റെ അടി ഇത്രയും സാധനമുള്ളത്, ഓക്കെ? പക്ഷെ ഇതെന്താണ് മക്കൾ? ഇത് ലൈറ്റാണ്. അപ്പം ഈ സ്പ്രിങ് ബാലൻസ് സംബന്ധിച്ച് അടിയിൽ എന്താ ഉള്ളത്? 10 kg മാസ്. അപ്പോൾ ഇതിൽ എത്ര റീഡിങ് കാണിക്കുക? 10 kg. ഈ അടിയത്തെ സ്പ്രിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അടിയിൽ എത്രയുള്ള 10 kg. അപ്പോൾ ഇതിൽ എത്ര കാണിക്കുക? 10 kg. സോ both the scales will read 10 kg.
ആടാ പുറത്തേക്ക് കാണിക്കുന്ന കെ ജി ആണോ പുള്ളിങ് ഫോഴ്സ് എന്ന് വെച്ചാൽ ആ ഒരു പുള്ളി സിസ്റ്റത്തിൽ അതാണ് സാധനം. ഓക്കെ, ഇനി വേറൊരു നല്ലൊരു IIT ക്വസ്റ്റ്യൻ. അതൊക്കെ IIT കൺസെപ്റ്റ് മാത്രമാണ്, എല്ലായിടത്തും കൺസെപ്റ്റ് മനസ്സിലായി. ഒരു IITയോ JEE ഒന്നുമില്ല. നോക്കുക, എ സ്പ്രിംഗ് ബാലൻസ് A reads 2 kg with a block M suspended from it. ഓക്കെ, ഒരു സ്പ്രിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്പ്രിംഗ് ബാലൻസ് ആണ് ഞാൻ A എന്ന സ്നേഹത്തോടെ വിളിച്ചു. അത് 2 kg റീഡ് ചെയ്യുന്നു ഒരു M മാസ് തൂക്കുമ്പോൾ. ഓക്കെ, M മാസിൽ തൂക്കി 2 kg എന്നാണ് കാണിക്കുക. ഇനി ഒരു ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കടയിലൊക്കെ പോകുമ്പോൾ സാധനം തൂക്കാൻ ഉപയോഗിക്കുന്ന ഒരു അല്ലേ, ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് തൂക്കാൻ ഉപയോഗിക്കുന്ന ഒരു തൂക്കുപാത്രമുണ്ട്. എ ബാലൻസ് B reads 5 kg when a beaker filled with liquid is put on the pan of the balance. ഓക്കെ, എന്ന് വെച്ചാൽ ആദ്യം ഒരു സ്പ്രിംഗ് ബാലൻസിൻ്റെ, ആ സ്പ്രിംഗ് ബാലൻസിൻ്റെ പേര് A എന്നാണ്. അതിലൊരു മാസ് തൂക്കുമ്പോൾ M മാസ് തൂക്കുമ്പം അതിൽ 2 kg എന്നാണ് കാണിക്കുക. പിന്നെ ഒരു ബാലൻസ് ഉണ്ട്, ഒരു ബാലൻസ്. ഓക്കെ, റീഡിങ് കാണിക്കുന്ന ബാലൻസ്. ഇതിൽ ഞാനൊരു ബീക്കർ വെള്ളം വെച്ചു. ഓക്കെ, ബീക്കർ വെള്ളം വെച്ചു. അപ്പോൾ ആ ബീക്കർ വെള്ളം വെക്കുമ്പം അത് എത്ര കാണിക്കുക എന്നാണ് 5 kg ആണ് റീഡിങ് കാണിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ സാധനം ഇവിടെ കൊണ്ടിട്ടാൽ, ലുക്ക്, now the two balances are now so arranged that the hanging mass is inside liquid as shown in the figure നോക്കുക. ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എയിലെയും ബിയിലെയും റീഡിങ് എന്താകും എന്നുള്ളതാണ് ചോദ്യം. ഇതൊക്കെ ഭയങ്കര കൺസെപ്റ്റ് ക്വസ്റ്റ്യൻസ്, പക്ക കൺസെപ്റ്റൽ ക്വസ്റ്റ്യൻ ആണ്. എയിലും ബിയിലും. അപ്പം A എന്നുള്ള സാധനം പുറത്ത് കാലിയായിട്ട് മാസിനെ തൂക്കുമ്പോൾ 2 kg എന്നും B എന്നുള്ള സാധനം വെറുതെ വെള്ളത്തിൽ തൂക്കുമ്പോൾ 5 kg എന്നാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിലേതാണ് ഉത്തരം എന്നതാണ് ചോദ്യം. നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് ക്ലാസ് നിർത്തണേ. ഏതാണ് ഉത്തരം മക്കളെ? ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് PDF ആയിട്ട് DOPA ഗ്രൂപ്പിൽ അയച്ചു തരാൻ വേണ്ടിയുള്ള സംവിധാനം ചെയ്യാം കേട്ടോ. ലോസ് ഓഫ് മോഷൻ എന്ന പാഠം നമുക്ക് മൊത്തത്തിലൊരു ഓവർവ്യൂ തരാൻ പറ്റില്ല, കാരണം വലിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് കൺസെപ്റ്റ് മാത്രം പറഞ്ഞിരുന്നത്. ഇതിന് ഉത്തരം എന്താ പറയടാ? അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നോക്ക്, A എന്നുള്ള സാധനം, ഇപ്പം ഞാൻ ജസ്റ്റ് ഓപ്ഷൻസ് വായിക്കാം. ദ ബാലൻസ് A വിൽ റീഡ് മോർ ദാൻ 2 kg, ദ ബാലൻസ് B വിൽ റീഡ് മോർ ദാൻ 5 kg, ദ ബാലൻസ് A വിൽ റീഡ് ലെസ് ദാൻ 2 kg ആൻഡ് B വിൽ റീഡ് മോർ ദാൻ 5 kg, ദ ബാലൻസ് A ആൻഡ് B വിൽ റീഡ് 2 kg ആൻഡ് 5 kg റെസ്പെക്റ്റീവ്ലി. ഇതാ സിമ്പിൾ സാധനം. ഇപ്പോൾ ഇതാ ഒരു സ്പ്രിംഗ് ബാലൻസ്, അതിൻ്റെ ഇടയിൽ ഒരു മാസ് തൂക്കുമ്പോൾ ആ സ്പ്രിംഗ് ബാലൻസ് 2 kg എന്ന് കാണിച്ചു. ഒരു സാധാ വെള്ളത്തെ ഞാനൊരു ബീക്കറിൽ വെച്ചപ്പം അത് റീഡിംഗ് ആയിട്ട് 5 kg എന്ന് കാണിച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ആ സെറ്റപ്പിനെ ഒരുമിച്ചാക്കുന്നു. ഇങ്ങനെ ഒരുമിച്ചാക്കുന്നു. അപ്പോൾ എയിലെ റീഡിംഗ് എന്ത്, ബിയിലെ റീഡിംഗ് എന്ത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഞാൻ നോക്കുമ്പം എന്ത് സംഭവിക്കട്ടെ, ഈ A എന്താണ് റീഡ് ചെയ്യുക, ഇതിൻ്റെ അടിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ആണ് റീഡ് ചെയ്യുക. എനെ സംബന്ധിച്ചിടത്തോളം ഈ മാസിൽ എന്തുണ്ടടാ, ഈ മാസിൽ അടിയിലോട്ട് എന്തുണ്ടടാ, അടിയിലോട്ട് mg ഫോഴ്സ് ഉണ്ട്. പക്ഷേ ഇത് വെള്ളത്തിലാണ് വെച്ചിട്ടുള്ളത്. വെള്ളത്തിലുള്ള വെക്കുമ്പോൾ മുകളിലോട്ട് എന്ത് വരുടാ, മുകളിലോട്ട് ഒരു ബോയിൻ്റ് ഫോഴ്സ് വരും. മനസ്സിലായോ? മുകളിലോട്ട് ഒരു ബോയിൻ്റ് ഫോഴ്സ് വരും. അപ്പോൾ ഇതിൽ എന്ത് റീഡിംഗ് ആയിരിക്കും? ലെസ് ദാൻ 2 kg റീഡിംഗ് കാണിക്കുക. 2 kg കുറഞ്ഞ റീഡിംഗ് കാണിക്കുക അല്ലേ. നേരത്തെ mg എന്ന ഫോഴ്സ് ഒറ്റ ഫോഴ്സ് അടിയിലോട്ട് വലിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇതിനെ കുറച്ച് താങ്ങ് കൊടുക്കാൻ വേണ്ടി വെള്ളം മുകളിലോട്ട് എന്ത് കൊടുക്കണം, ഒരു ബോയിൻ്റ് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എയിൽ എന്ത് വരിക്കും, 2നെക്കാട്ടിയും കുറവായിരിക്കും. പക്ഷെ ബീനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയാണ് എവറി ആക്ഷൻ ആസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുള്ള സാധനം വരുന്നത്. നോക്ക്, ഈ വെള്ളം, ഇതിലുള്ള വെള്ളം എന്ത് ചെയ്യാണ്, ഈ വെള്ളം ഈ ബോഡിക്ക് ഒരു ബോയിൻ്റ് ഫോഴ്സ് കൊടുക്കുകയാണ്, ഒരു ആക്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കടാ, ഈ ബോഡി ഇതിന് തിരിച്ച് റിയാക്ഷൻ കൊടുക്കും. അടിയിലോട്ട് റിയാക്ഷൻ, ഈ വെള്ളത്തിന് റിയാക്ഷൻ കൊടുക്കും അല്ലേ. അപ്പം ഈ വെള്ളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ വെള്ളത്തിന് നേരത്തെ ഒരു അടിയിലോട്ടൊരു ക്യാപിറ്റൽ mg ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ എന്ത് വന്നു, ഈ റിയാക്ഷൻ കൂടി വന്നു. അപ്പോൾ നെറ്റ് ഫോഴ്സ് എന്ത്, നേരത്തെ 5 kg എന്ന് കാണിച്ച് ഈ മച്ചൻ എന്ത് കാണിക്കും, 5 kg-നെക്കാട്ടിയും കൂടുതൽ കാണിക്കും. മനസ്സിലായോ? സോ ആൻസർ വിൽ ബി സി. ഓക്കെ, അതൊക്കെ കൺസെപ്ച്വൽ സാധനമാണ്. മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിനോട് വിട പറയാം. നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു കൺസെപ്റ്റ് ക്വസ്റ്റ്യൻ വേണോ, അതോ വേറൊരു കൺസെപ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ആയിക്കോട്ടെ?
നമ്മൾ നേരത്തെ ഇതൊക്കെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഓക്കെ, ഒരു വഴി കൂടി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, എ ബ്ലോക്ക് ഈസ് കെപ്റ്റ് ഓൺ എ ഫ്രിക്ഷൻലെസ് ഇൻക്ലൈൻഡ് സർഫേസ് with angle of inclination alpha as shown in the figure. The incline is given an acceleration a to keep the block stationary. The angle a, then a is equal to എന്താ പറഞ്ഞിട്ടുള്ള മക്കളെ, ഒരു ഇൻക്ലൈൻ പ്ലെയിൻ ഉണ്ട്. ഇത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ. ഒരു ഇൻക്ലൈൻ പ്ലെയിൻ ഉണ്ട്, ഒരു ഫ്രിക്ഷൻലെസ് ഇൻക്ലൈൻ, ഫ്രിക്ഷൻ ഒന്നുമില്ല. അപ്പോൾ ഫ്രിക്ഷൻ എന്ത് സംഭവിക്കും, ഞാൻ ഇവിടെ ഒരു പെട്ടി വെച്ച് സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, അടിയിലോട്ടൊരു mg sin θ എന്നുള്ള ഫോഴ്സ് മാത്രം ആക്ട് ചെയ്തിട്ട് ഈ ബോഡി ഇങ്ങനെ പോകും അല്ലേ. ഫ്രിക്ഷൻ ഇല്ല, കാരണം ഞാൻ നേരത്തെ തുടക്കത്തിൽ വരച്ചെന്ന മുകളിലോട്ടുള്ള μmg cos θ എന്ന സാധനം ഫ്രിക്ഷൻ സാധനം മുകളിലോട്ട് ബാലൻസ് ചെയ്യാൻ ഈ കണ്ടീഷനിൽ ഇല്ല, ഫ്രിക്ഷൻ ഇല്ല. അപ്പോൾ അടിയിലോട്ട് mg sin θ മാത്രമേ ഉള്ളൂ. പക്ഷേ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഞാൻ ഈ ഇൻക്ലൈൻ പ്ലെയിന് ഒരു ആക്സലറേഷൻ എ കൊടുക്കുന്നു, ഇൻക്ലൈൻ പ്ലെയിൻ ഒരു ആക്സലറേഷൻ എ കൊടുക്കുന്നു. ദിസ് ഈസ് ദ ബൈക്ക്, ദിസ് ഈസ് ദ കവർ. എന്തായി മാറി മക്കളെ, ഇതൊരു നോൺ ഇനർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസായി മാറി അല്ലേ. നോൺ ഇനർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസായി മാറിയാൽ ഈ ബോഡിയിൽ എന്ത് സംഭവിക്കും, ഒരു സ്യൂഡോ ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പം ഇതിൻ്റെ ഫ്രെയിം ഓഫ് റെഫറൻസിന് ഇങ്ങോട്ട് ഒരു ആക്സലറേഷൻ എ ആണെങ്കിൽ ഈ ബോഡിന് എങ്ങോട്ട് ആക്സലറേഷൻ എ ആയിരിക്കും, ഇങ്ങോട്ട് ആക്സലറേഷൻ എ ആയിരിക്കും. ഓക്കെ, ഇങ്ങോട്ട് ആക്സലറേഷൻ എ ആയിരിക്കും. അപ്പോൾ നമ്മോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്, ഈ ആക്സലറേഷൻ്റെ വാല്യൂ എന്ത്, സോ ദാറ്റ് ഈ ബോഡി ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കും എന്ന് വെച്ചാൽ അവർ ചോദിക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഈ ബോഡി ശരിക്കും ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, g sin θ എന്നുള്ള ഈ ഡയറക്ഷനാണ് മൂവ് ചെയ്യുന്നത്. പക്ഷെ മൂവ് ചെയ്യുന്നില്ല, കാരണം എന്താണ്, ആരോ ഒരാൾ ഇങ്ങോട്ട് ഒരു ആക്സലറേഷൻ, ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ആരോ ഒരാൾ ആരാണ്, ഈ ആക്സലറേഷൻ്റെ ഒരു കമ്പോണൻ്റ് ആണ് അല്ലേ. ആ ആക്സലറേഷൻ്റെ ഈ ഡയറക്ഷനിലെ കമ്പോണൻ്റ് എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എനിക്കറിയാം ഇത് g ആണ് അല്ലേ, mg അല്ലേ, mg ആണ്. ഇത് mg sin θ ആണ്, ഇത് mg cos θ ആണ് അല്ലേ, ഇത് തീറ്റയാണ്. ഇത് തീറ്റ ആണെങ്കിൽ മക്കളെ ഇതും എന്താടാ, ഇത് 90 മൈനസ് തീറ്റ, ഇത് 90 മൈനസ് 90 മൈനസ് തീറ്റ. അപ്പോൾ ഇത് തീറ്റയായി. അല്ലെങ്കിൽ ഈ ആംഗിൾ തീറ്റ, ഈ രണ്ട് ലൈൻ തമ്മിലുള്ള ആംഗിൾ തീറ്റയാണെങ്കിൽ അവർ തമ്മിലുള്ള പാരലൽ തമ്മിലുള്ള ആംഗിൾ തീറ്റ ആയിരിക്കും അല്ലേ. ഈ ലൈനിനോട് പാരലാണ് ഈ ലൈൻ, ഈ ലൈനിനോട് പാരലാണ് ഈ ലൈൻ. അപ്പോൾ ഇവർ തമ്മിലുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇവർ തമ്മിലുള്ള ആംഗിൾ തന്നെയായിരിക്കും തീറ്റ. അപ്പോൾ ഇതെന്താടാ, ഇത് a cos തീറ്റ. അപ്പോൾ ഈ അപ്പം ഇത് ഫോഴ്സ് ആക്കണമെങ്കിൽ എം എ കോസ് തീറ്റ. അപ്പോൾ ഈ MA cos θ ആരെ ബാലൻസ് ചെയ്യടാ, mg sin θ ബാലൻസ് ചെയ്യും. അപ്പോൾ ഞാൻ എഴുതും MA cos θ is equal to mg sin θ. എം വെട്ടുന്നു, a is equal to g sin θ divided by cos θ. അപ്പോൾ a is equal to g tan θ. ഇതാണ് നമ്മൾ കൺവെൻഷനലി ചെയ്യുക. ഓക്കെ, ദിസ് ഈസ് യുവർ ആൻസർ, a is equal to g tan θ. ഓക്കെ, ഇതാണ് നമ്മൾ g tan ആൽഫ എന്ന് ആണ് ആൻസർ. ഇതാണ് കൺവെൻഷണൽ മെത്തേഡ്. ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ഷോർട്ട് കട്ട് കൂടിയും പറഞ്ഞിട്ട് നമുക്ക് ഈ സെഷൻ ഇന്നത്തേക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, കുറച്ച് ലേറ്റ് ആയപ്പോൾ ഐ എം സോറി ഫോർ ദാറ്റ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് കൺസെപ്റ്റ് ഒരു ചെറിയൊരു നുറുക്ക് വിദ്യ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആലോചിക്കാം, എൻ്റെ ഓപ്ഷൻസ് വെച്ച് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആലോചിക്കാം. ഓക്കെ, എന്താ നമ്മൾ കൺസിഡറേഷൻ എന്താണ്, ഈ ബോഡി ഇവിടെ തന്നെ നിൽക്കണം അല്ലേ. ഞാൻ ഇതിനൊരു ആക്സലേഷൻ കൊടുക്കുമ്പോൾ ഈ ബോഡി ഇവിടെ തന്നെ നിൽക്കണം. ഞാൻ ഈ ലോജിക്ക് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഓപ്ഷൻസിലോട്ട് നോക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ സർഫസ് ഇതിൻ്റെ ആംഗിൾ ഇപ്പം എന്തോ ഒരു ആൽഫയാണ് അല്ലേ, എന്തോ ഒരു തീറ്റ, എന്തോ ഒരു ആൽഫയാണ്. ഈ ആൽഫ കൂട്ടി ഞാൻ 90 ഡിഗ്രി ആക്കി എന്ന് വിചാരിക്കും. നിങ്ങൾ 90 ഡിഗ്രി ആക്കി വെച്ചാൽ ഇൻക്ലൈൻ സർഫസ് ഞാൻ ഇങ്ങനെ ആക്കി. ഞാൻ ആലോചിക്കാം, ലോജിക്കലി ആലോചിക്കണം. ഞാൻ ഇംഗ്ലൈൻ ആൽഫ കൂട്ടി അല്ലേ, ആൽഫന് എന്തോ ഒരു വാല്യൂ 30 ആയിക്കോട്ടെ 40 എന്തോ ആയിക്കോട്ടെ അല്ലേ, അത് കൂട്ടി ഞാൻ 90 ആക്കി എന്ന് വിചാരിക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ഒരു ബ്ലോക്ക് വെക്കുകയാണ് അല്ലേ, ഇവിടെ ഫ്രിക്ഷൻ എന്ന സാധനം ഇല്ല. ഈ ബ്ലോക്ക് ഇവിടെ നിൽക്കുമോ മക്കളെ? ഞാൻ ഇവിടെ എത്ര ഫോഴ്സ് ഇതിന് കൊടുത്താലും ഈ ബ്ലോക്ക് ഇവിടെ നിൽക്കുമോ? കാരണം ഞാൻ ഇവിടെ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന സ്യൂഡോ ഫോഴ്സ് എങ്ങോട്ടാണ് മക്കളെ? ഇങ്ങോട്ടായിരിക്കും അല്ലേ, ഇങ്ങോട്ടായിരിക്കും. പക്ഷേ ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന mg എങ്ങോട്ടാണ് മക്കളെ? ഈ ആക്സിസിലാണ് അല്ലേ. ഇതിന് ഇങ്ങോട്ട് ബാലൻസ് ആണ്, ഒരു മച്ചാണ്, ഒരു ഫ്രിക്ഷൻ ഒന്നുമില്ല. അപ്പോൾ എന്താ ഈ ബ്ലോക്ക് എന്താ ഇങ്ങോട്ട് വികും. അപ്പോൾ ഞാൻ ആലോചിക്കുന്ന തോട്ട് പ്രോസസ് നിങ്ങളൊന്ന് കേട്ടോ. ചിലവർക്ക് അത് മനസ്സിലാവുള്ളൂ, ഇത് കേട്ടേ മനസ്സിലാവുള്ളൂ. പക്ഷെ ഞാൻ
ഒന്ന് പറയാൻ ശ്രമിക്കാം. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഒന്നുകൂടി പറയാൻ, ഞാൻ ആൽഫ കൂട്ടി ആൽഫ 90 ഡിഗ്രി ആക്കുകയാണെങ്കിൽ ഞാൻ ഇതിന് എത്ര ആക്സലേഷൻ കൊടുത്തിട്ടും കാര്യമില്ല, ഈ ബോഡി താഴത്തോട്ട് വീകും. എന്ന് വെച്ചാൽ ഞാൻ ആക്സലേഷൻ ഇൻഫിനിറ്റി, ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ആക്സലേഷൻ കൊടുത്താൽ മാത്രമേ ഈ ബ്ലോക്ക് ഇവിടെ നിൽക്കുള്ളൂ. ആക്സലേഷൻ ഇൻഫിനിറ്റി കൊടുത്താൽ മാത്രമേ ആ ബ്ലോക്ക് അവിടെ നിൽക്കാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ ആൽഫ 90 ഡിഗ്രി എന്ന് വെച്ചാൽ ഈ തീറ്റ 90 ഡിഗ്രി അല്ലേ, ഈ തീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ തീറ്റ 90 ഡിഗ്രിയാണ് ഞാൻ കൊടുക്കേണ്ട ആക്സലേഷൻ ഇൻഫിനിറ്റി ആയിരിക്കണം. മനസ്സിലായോ? അതാണ് ആ തോട്ട് പ്രോസസ്സിന് ഞാൻ ആലോചിച്ച ലോജിക്ക്. ആൽഫ കൂട്ടി 90 ഡിഗ്രി ആയിരുന്നെങ്കിൽ ഞാൻ ഇൻഫിനിറ്റി ആക്സലേഷൻ കൊടുത്താൽ മാത്രമേ ആ ബ്ലോക്ക് അവിടെ നിൽക്കുള്ളൂ. കാരണം ഇമ്പോസിബിൾ സാധനമാണ്, ഇൻഫിനിറ്റി എന്ന സാധനമില്ല. അപ്പോൾ ഞാൻ ഇമ്പോസിബിൾ ആക്സലേഷൻ കൊടുത്താൽ മാത്രമേ ആ സാധനം അവിടെ നിൽക്കുള്ളൂ. അപ്പോൾ തീറ്റ 90 ഡിഗ്രി മാത്രമേ, തീറ്റ 90 ഡിഗ്രി എ എന്താവണം, ഇൻഫിനിറ്റി ആണ്, ആക്സലേഷൻ ഇൻഫിനിറ്റി ആവണം. അപ്പോൾ ഞാൻ ഓപ്ഷൻസ് ഇതിന് സപ്ലൈ ചെയ്ത് കൊടുക്കും. ഞാൻ ഇവിടെ ഓപ്ഷൻസ് സപ്ലൈ ചെയ്ത് കൊടുത്തു. ഓക്കെ, ഓരോന്നും സപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സപ്പോസ് ഞാൻ ഈ സി എന്നുള്ള സാധനം എടുത്തു, ഞാൻ കോസ് ഇവിടെ 90 എന്ന് സപ്ലൈ ചെയ്യണം. അപ്പോൾ ജി കൊസീക്ക് 90 എന്ന് പറഞ്ഞാൽ എന്താ, കൊസീക്ക് 90 എന്താ മക്കളെ, 1 ആണ് അല്ലേ. അപ്പം ആൽഫ 90 ഡിഗ്രി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് എനിക്ക് ഇൻഫിനിറ്റിയാണ് കിട്ടുന്നത്, പക്ഷേ എനിക്ക് കിട്ടിയ എന്താണ്, 1 എന്നാണ്. ചില ഒരു പറയാണ് 1 ആക്ഷൻ കൊടുത്താൽ ബോഡിയാണ് നിൽക്കും, പൊട്ടത്തെറ്റല്ലേ, പൊട്ടത്തെറ്റാണ്, തെറ്റ്. ബി എന്നുള്ള ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ അല്ലെങ്കിൽ ജി കൊടുത്താൽ മതി മോനെ എന്നാണ് പറഞ്ഞത്, മഹാമണ്ഡത്തരല്ലേ, മഹാമണ്ഡത്തരാണ്. ഡി എന്നുള്ള സാധനം ഞാൻ നോക്കുകയാണെങ്കിൽ ജി ഡിവൈഡ് ബൈ ടാൻ 90. വാട്ട് ഇസ് ടാൻ 90 ഡാ, ടാൻ 90 ഈസ് ഇൻഫിനിറ്റി. ജി ഡിവൈഡ് ബൈ ഇൻഫിനിറ്റി ആവും, എനിത്തിങ് ഡിവൈഡ് ബൈ ഇൻഫിനിറ്റി 0. അപ്പോൾ ഡി ഓപ്ഷൻ പറഞ്ഞു നീ ഒരു ആക്ഷൻ കൊടുക്കേണ്ട, ബോഡിയോട് നിന്നോളും എന്നാണ് പറയുന്നത്. അത് അതിലും വലിയ അബദ്ധമായിപ്പോയി. അവസാനത്തിൽ ജി ടാൻ ആൽഫ, ജി ഇൻറ്റു ടാൻ 90 ഡിഗ്രി, ടാൻ 90 ഈസ് ഇൻഫിനിറ്റി. സോ എ ഓപ്ഷൻ പറയുന്നു എടാ ഇതാണ് മോനെ. ഈസ് ദാറ്റ് ക്ലിയർ? എക്സാക്ട്ലി. അപ്പം നമ്മൾ ഇങ്ങനത്തെ ആംഗിൾ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒന്നെങ്കിൽ നിങ്ങൾ ആംഗിൾ 90 ഡിഗ്രി ആക്കുക. ഒരുപാട് ലോജിക്ക് ഉണ്ട്, ഒരു ലോജിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒരു വഴിയും കിട്ടുന്നില്ല, നിങ്ങൾ അങ്ങനെ ആലോചിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം കുറഞ്ഞ് നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ ആംഗിൾ ഒന്ന് 0 ഡിഗ്രിയോ 90 ഡിഗ്രിയോ ഒക്കെ ആക്കി നോക്കുക. അപ്പോൾ നിങ്ങൾ ലോജിക്കലി ആലോചിക്കുമ്പോൾ അങ്ങനത്തെ നിങ്ങൾ സ്പെഷ്യൽ കണ്ടീഷനെങ്കിൽ നിങ്ങൾക്ക് വേണ്ട വാല്യൂ ഒന്നെങ്കിൽ 0 ആവണം അല്ലെങ്കിൽ ഇൻഫിനിറ്റി ആവണം. ഓക്കെ, കണ്ടീഷൻ മാറിയിരിക്കും, ഒന്നെങ്കിൽ 0 ആവണം അല്ലെങ്കിൽ ഇൻഫിനിറ്റി ആവണം. അപ്പം നിങ്ങൾക്കറിയാം ആൽഫ, സപ്പോസ് ഞാൻ വെറുതെ പറയാം, ആൽഫ 0 ആണെങ്കിൽ ആക്സലേഷൻ 0 ആണ് വരുന്നത്. അങ്ങനത്തെ സാധനം ഏതാണല്ലേ, അപ്പോൾ വെറുതെ ഒരു റാൻഡം സിറ്റുവേഷൻ പറയാം. അപ്പോൾ നീ ഓരോന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക, മനസ്സിലായോ? അങ്ങനെ നിങ്ങൾക്ക് സാധനം മനസ്സിലാവും. അപ്പം ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഡോപ്പ ക്യാപ്സ്യൂൾ വേണം, ഇതിനെക്കാട്ടിയും അടിപൊളി ടെക്നിക്സ് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ നിങ്ങൾക്ക് PDF ആയിട്ട് അയച്ചിട്ട്, കാരണം ഒരു 30-40 ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ PDF ആയിട്ട് ഞാൻ ഡോപ്പ ഗ്രൂപ്പിൽ, ഞങ്ങളെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് നാളെ ഒരു കിഡിലൻ സെഷൻ, ഓക്കെ, നാളെ നമുക്ക് അടുത്ത പാഠങ്ങളായ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസും വർക്ക് എനർജി പവറൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. രാത്രി ഞാൻ ഇന്നലെ ഐ എം സോറി ഫോർ ദാറ്റ്, കുറച്ച് ഡിലേ പോയി, കാരണം കുറച്ച് ഫിലോസഫി ഒക്കെ പറഞ്ഞുകൊണ്ടാണ്. നാളെ അങ്ങനത്തെ ഒന്നും പറഞ്ഞെങ്കിൽ ആവില്ല, നമുക്ക് നേരെ ക്ലാസ് തുടങ്ങി കുറച്ച് നല്ലൊരു സെഷൻ ആക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടെങ്കിൽ ഒന്ന് ഇവിടെ ഗ്രൂപ്പ് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്ത് സജഷൻ ഇവിടെ പറയുകയാണെങ്കിൽ നാളത്തെ ക്ലാസ് നമുക്ക് ബെറ്റർ ആക്കായിരുന്നു. ഓക്കെ, സോ നിങ്ങൾ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ തരും. ഓക്കെ, സോ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. പോയി ഫുഡ് കഴിച്ച് ഉറങ്ങിക്കോ. ഓക്കെ, ബൈ.